بسم الله الرحمن الرحيم إذا زلزلت الأرض زلزالها وأخرجت الأرض أثقالها وقال الإنسان ما لها يومئذ تحدث أخبارها بأن ربك أوحى لها صدق الله مولانا العلي العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين. നമ്മുടെ ഈ അനുഗ്രഹീതമായ സദസ്സിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധേയനാകുന്നത്, ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്നത് ഷെയ്ഖ് റിഫാഇ തങ്ങളാണ്. നാളെ ബഹുമാന്യരായ മഹത്തുക്കളായ സാദാത്യങ്ങളും പ്രഗത്ഭരായ പണ്ഡിത ശ്രേഷ്ഠരും ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ അവരുടെ പ്രതിപാദ്യ വിഷയം ഇതായിരിക്കും എന്ന് ഞാൻ അനുമാനിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളുടെ മുന്നിൽ വളരെ സുപ്രധാനമായൊരു വിഷയത്തെ സംബന്ധിച്ച് ഒന്ന് ഉണർത്താൻ ആഗ്രഹിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ സുഹൃതങ്ങളാണെങ്കിലും ജീവിതത്തിൻ്റെ ദുഷ്കർമ്മങ്ങളാണെങ്കിലും അഥവാ നന്മകളാണെങ്കിലും തിന്മകളാണെങ്കിലും അള്ളാഹുവിൻ്റെ ഭാഗത്ത് വളരെ കൃത്യമായി രേഖപ്പെടുത്തപ്പെടുകയാണ്. നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ കോടതിയിൽ നാം നിർത്തപ്പെടുന്ന സമയം, അതിനാണല്ലോ ഖിയാമത്ത് എന്ന് പറയുന്നത്. ഖിയാമത്ത് നാൾ എന്ന് പറയുന്നത് നിർത്തപ്പെടുന്ന ദിവസം എന്നാണ്. നമ്മളെയൊക്കെ ചോദിക്കപ്പെടുന്നതിനു വേണ്ടി, നമ്മളെയൊക്കെ ചോദ്യം ചെയ്യുന്നതിനു വേണ്ടി അള്ളാഹുവിൻ്റെ കോടതിയിൽ നിർത്തപ്പെടുന്നതിനാണ് ഖിയാമത്ത് എന്ന് പറയുന്നത്. ആ ഖിയാമത്തിൽ അഥവാ അവൻ്റെ കോടതിയിൽ നമുക്കറിയാം, കേരളത്തിലോ ഇന്ത്യയിലോ അല്ലെങ്കിൽ ലോകത്ത് എവിടെയാണെങ്കിലും കോടതികളുണ്ട്. ആ കോടതികളിൽ തെറ്റ് ചെയ്തു എന്ന് കോടതിയിൽ സ്ഥിരീകരിക്കപ്പെടുന്നത് സാക്ഷികളിലൂടെയാണ്. സാക്ഷികൾ ഇല്ല എങ്കിൽ ഒരിക്കലും ആ കേസ് മുന്നോട്ട് പോവുകയില്ല, തള്ളപ്പെടാൻ സാധ്യതയുണ്ട്. സാക്ഷി വിസ്താരം എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. അപ്പൊ സാക്ഷികൾ നമ്മുടെ ഭൗതികമായ കോടതികളിൽ വളരെ കൃത്യമായി സ്വാധീനം ചെലുത്തപ്പെടുന്നുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ അതിന് വളരെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട് എങ്കിൽ, അള്ളാഹുവിൻ്റെ കോടതിയിലും സാക്ഷികൾ വളരെ കൃത്യമാണ്. ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് ഇന്നുണർത്തുന്നത്, നാളെ ആഖിറത്തിൽ അള്ളാഹുവിൻ്റെ കോടതിയിൽ 5 സാക്ഷികൾ ഉണ്ടാകും. ഈ 5 സാക്ഷികളെയും നാളെ പടച്ചതമ്പുരാന്റെ കോടതിയിൽ കൊണ്ടുവരുമ്പോൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് പറയുന്നു, ഭൗതിക കോടതികളിൽ സാക്ഷികളെ സ്വാധീനിച്ചുകൊണ്ട് കേസിൻ്റെ ഗതിവിഗതികളെ മാറ്റാൻ കഴിയും. സാക്ഷി എന്താണോ പറയുന്നത് അതനുസരിച്ചാണ് കേസ് മുന്നോട്ട് നീങ്ങുന്നത്. പടച്ചതമ്പുരാന്റെ കോടതിയിൽ 5 സാക്ഷികളെ അള്ളാഹു കൊണ്ടുവരുമെന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആയത്ത് മാത്രമാണ് ഞാൻ പറയുന്നത്. ആ 5 സാക്ഷികളെയും നമുക്ക് സ്വാധീനിക്കാൻ കഴിയണം. 5 സാക്ഷികൾ ആരാണ് എന്നും ആ 5 സാക്ഷികളെ എങ്ങനെയാണ് നമുക്ക് സ്വാധീനിക്കാൻ കഴിയുക എന്നും ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ഈ പ്രഭാഷണം കൊണ്ട് ഞാൻ ഒന്ന് ഉണർത്താൻ ഉദ്ദേശിക്കുകയാണ്. അള്ളാഹു നാളെ കോടതിയുടെ ഏറ്റവും വലിയ കോടതിയായ പടച്ചവന്റെ കോടതിയിൽ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന ഒരുപാട് സാക്ഷികളെ അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾ ഈ ഇരിക്കുമ്പോൾ കസേരകൾ നാളെ സാക്ഷിയാണ്. ഞാൻ ഈ പറയുന്നതിന് ഈ പന്തൽ സാക്ഷിയാണ്, ഈ മൈക്ക് സാക്ഷിയാണ്, ഈ ബോക്സും
ഈ മറ്റ് സംവിധാനങ്ങളൊക്കെയും സാക്ഷികളാണ്. നമ്മുടെ പള്ളി നിസ്കാരത്തിന് സാക്ഷിയാണ്. നമ്മുടെ ഖുർആൻ ഷരീഫ് നമ്മൾ ഓതി എന്നതിന് സാക്ഷിയാണ്. നമ്മുടെ മുസല്ല നിസ്കരിച്ചു എന്നതിന് സാക്ഷിയാണ്. സാക്ഷികളെ നമുക്കുണ്ടാക്കിയെടുക്കണം. അമലുകളുടെ വിഷയത്തിൽ, തിന്മകളുടെ വിഷയത്തിൽ ഉണ്ടാകുന്ന സാക്ഷികളെ നമുക്ക് അനുകൂലമാക്കിയെടുക്കാനും കഴിയണം. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റിഫായി ഷെയ്ഖിൻ്റെ പേരിൽ ഒരു വലിയ കൂട്ടം കൂടിയിട്ട് കുറച്ച് ചോറുമായിട്ട് പോകുന്നത് കൊണ്ട് അർത്ഥമില്ല. നിങ്ങളാരെന്നെ മുജാഹിദൊന്നും ആക്കണ്ട, ഞാൻ പറയുന്നത് കാര്യം തന്നെയാണ്. വാർഷികം നടക്കുമ്പോൾ റബിയുൽ ആഖിറിൽ ഷെയ്ഖ് മുഹിയുദ്ദീൻ തങ്ങളുടെ പേരിലും ജമാദുൽ ഊലയിൽ മഹാനായ ഷെയ്ഖ് റിഫായി തങ്ങളുടെ പേരിലും ഒരുമിച്ച് കൂടിയിട്ട് 2-3 കിറ്റ് ആഹാരം കൊണ്ട് വീട്ടിലേക്ക് പോയിട്ട് ഈ വർഷത്തെ നേർച്ച കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്നിടത്ത് വെറും ചാപ്പാട് എന്നതിനപ്പുറത്ത് തബറുക്കിൻ്റെ ഭക്ഷണം അത് വേറൊന്ന്, പക്ഷെ നമുക്കതുകൊണ്ട് ഫലമുണ്ടാകുന്നില്ല. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് റിഫായി തങ്ങളുടെ ഈ നാമധേയത്തിലുള്ള ഈ സദസ്സ് സംഘടിപ്പിക്കുമ്പോൾ നമുക്കിവിടെ നിന്ന് പരലോകത്ത് രക്ഷപ്പെടാൻ കഴിയുന്ന കുറച്ച് അമലുകൾ നമുക്കിവിടെ നിന്ന് സ്വായത്തമാക്കണം. അള്ളാഹു അതിന് തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നാളെ പരലോകത്ത് ഏതൊരു കോടതിയെ പോലെയും അള്ളാഹുവിൻ്റെ കോടതിയിൽ സാക്ഷികൾക്ക് വളരെ പ്രാധാന്യമുണ്ട്. ആ സാക്ഷികളെ നമുക്ക് അള്ളാഹുവിൻ്റെ കോടതിയിൽ വരുമ്പോഴേക്കും നമുക്ക് അനുകൂലമാക്കിയെടുക്കാൻ നമുക്ക് കഴിയണം. അതിന് നമ്മുടെ ഇവിടുത്തെ പ്രവർത്തനങ്ങൾ വളരെ പ്രാധാന്യത്തോടുകൂടി നാം നോക്കിക്കാണേണ്ടതുണ്ട്. നാളെ പരലോകത്ത് അനുകൂലമായി സാക്ഷി നിൽക്കുന്ന യഥാർത്ഥ സാലിഹീങ്ങളിൽ അള്ളാഹു നമ്മെയും നമ്മോട് ബന്ധപ്പെട്ടവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ഒന്നാമത്തെ സാക്ഷി ഖുർആൻ മാത്രമാണ്. ഖുർആനിൽ പറയപ്പെട്ട 5 സാക്ഷികളാണ്. അതിൽ ഒന്നാമത്തെ സാക്ഷി വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു പറയുന്നുണ്ട്. സൂറത്തുൽ ഇൻഫിത്താർ എടുത്ത് പരിശോധിച്ചാൽ നമുക്ക് കാണാൻ കഴിയും. നമ്മളൊക്കെ മഗ്‌രിബിനും ഇശാക്കും, കൂടുതൽ ഇശാക്കോ സുബഹിക്കോ ഒക്കെ ഇമാമിൻ്റെ പിന്നിൽ നിന്ന് നമസ്കരിക്കുമ്പോൾ നമ്മൾ കേൾക്കുന്ന ഒരു ആയത്താണ്. അള്ളാഹു പറയുന്നുണ്ട്, ഒന്നാമത്തെ പരലോകത്ത് നിൽക്കുന്ന സാക്ഷി നിൽക്കുന്ന ഒന്നാമത്തെ സാക്ഷി അത് മലായിക്കത്തുകളാണ്. മലായിക്കത്തുകളാണ്. ആ മലക്കുകളെ നമുക്ക് സ്വാധീനിക്കാൻ കഴിയണം. നിങ്ങൾ ശ്രദ്ധയോടെ ഈ വിഷയം കേൾക്കണം. ഒന്നാമത്തെ സാക്ഷികൾ മലായിക്കത്തുകളാണ്. ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുകയാണ്. നമ്മൾ കൂടുതൽ തസ്ബീഹുകൾ ചൊല്ലുമ്പോൾ അല്ലെങ്കിൽ നമസ്കാരം അധികരിപ്പിക്കുമ്പോൾ ആ സമയത്തൊക്കെ നിസ്കരിക്കുന്ന സ്ഥലവും, അതുകൊണ്ടാണ് ഫുഖഹാക്കൾ പറഞ്ഞു, നമ്മൾ 2 റക്അത്ത് അല്ലെങ്കിൽ 4 റക്അത്ത് ജമാഅത്ത് നിസ്കാരം കഴിഞ്ഞാൽ അവിടെ തന്നെ നിന്ന് നമ്മൾ സുന്നത്ത് നിസ്കരിക്കരുത്. നിങ്ങൾ ശ്രദ്ധിക്കണം. ഉലമാക്കൾ ചെയ്യുന്നത് ഒരു നിമിഷം നമ്മളൊന്ന് നോക്കണം. അവർ ഇടത്തോട്ടോ വലത്തോട്ടോ ഒന്ന് നീങ്ങി നിന്നിട്ട് ആ പ്ലേസ് ചേഞ്ച് ചെയ്യാറുണ്ട്. ആ സ്ഥലമൊന്ന് വ്യത്യാസപ്പെടുത്താറുണ്ട്. എന്തിനാണ്? സാക്ഷി നിൽക്കും നാളെ പരലോകത്ത്. 2 പ്ലേസ് അള്ളാന്റെ കോടതിയിൽ വന്ന് സാക്ഷി നിൽക്കും. നമ്മൾ ഓതുന്ന ഖുർആൻ ഷരീഫ് നമ്മുടെ മരണശേഷം കരയും. നമ്മുടെ തസ്ബീഹുമാലകൾ കരയും. സഹോദരിമാരുടെ നമസ്കാര കുപ്പായം തേങ്ങിക്കരയും നമ്മുടെ മരണശേഷം. പക്ഷെ ഞാൻ പറയുന്നത്, നമ്മുടെ തിന്മകൾ അല്ലെങ്കിൽ നമ്മുടെ അമലുകൾ നാളെ പടച്ചതമ്പുരാന്റെ കോടതിയിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ സാക്ഷി നിർത്തപ്പെടുന്ന സമയം, അതിൽ ഒന്നാമത്തെ സാക്ഷി മലായിക്കത്തുകളാണ്. അള്ളാഹു പറയുകയാണ്, വഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ യഅലമൂന മാ തഫഅലൂൻ. വിശുദ്ധമായ ഖുർആൻ സൂറത്തുൽ ഇൻഫിത്താറിലൂടെ അള്ളാഹു പരിചയപ്പെടുത്തുകയാ, പരലോകത്ത് സാക്ഷി നിൽക്കുന്ന ഒന്നാമത്തെ സാക്ഷി ഏതെന്നറിയോ? വഇന്ന അലൈക്കും ലഹാഫിളീൻ കിറാമൻ കാതിബീൻ. കിറാമൻ കാതിബീൻ, അള്ളാഹുവിന്റെ മലായിക്കത്തുകളിൽ ഒരു വിഭാഗത്തിന്റെ ഡ്യൂട്ടി കിറാമും കാത്തിബീങ്ങളാണ്. ബഹുമാന്യരായ റിപ്പോർട്ടർമാരാണ്.
കിറാമുൻ കാത്തിബ് എന്ന് പറഞ്ഞാൽ ബഹുമാനപ്പെട്ട റിപ്പോർട്ടർ എന്നാണ്. നമ്മുടെ ചാനൽ റിപ്പോർട്ടർമാരുടെ കാര്യമല്ല ഈ പറയുന്നത്. മക്കളെടാ ചുമ്മാരിക്കടേ, സംസാരിക്കരുത്, ശ്രദ്ധിച്ചിരിക്കും. ഈ ചാനൽ റിപ്പോർട്ടർമാരുടെ കാര്യമല്ല പറയുന്നത്. അവര് മാങ്ങാന്ന് പറഞ്ഞാൽ എഴുതുന്ന തേങ്ങാന്നായിരിക്കും. അതങ്ങനെയാണ് സ്വാഭാവികമായിട്ട് ഉണ്ടാവുക. ചാനലുകാരെ എഴുതുന്നത് ശരിയല്ലല്ലോ. പക്ഷെ അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ എഴുതുന്നതിൽ ഒരക്ഷരം പോലും കള്ളമില്ല. അതുകൊണ്ടാണ് അവർക്ക് അള്ളാഹു പേര് കൊടുത്തത് കിറാമുൻ കാത്തിബീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുമാന്യരായ റിപ്പോർട്ടർമാർ. അവർക്ക് ബഹുമാനം അർഹിക്കുന്നുണ്ട്. അവര് ബഹുമാനം അർഹിക്കുന്നുണ്ട്. അല്ല പറയുന്നു, കിറാമൻ കാത്തിബീന യഅലമൂന മാ തഫഅലൂൻ. നിങ്ങൾ പ്രവർത്തിക്കുന്നതെല്ലാം, നിങ്ങൾ ചെയ്യുന്നതെല്ലാം അറിയുന്നതായ കിറാമും കാത്തിബീങ്ങൾ എല്ലാം രേഖപ്പെടുത്തുന്നുണ്ട്. ആ രേഖപ്പെടുത്തുന്ന മലായിക്കത്തുകൾ നാളെ പരലോകത്തെ സാക്ഷികളാകുമെന്ന് അള്ളാന്റെ പരിശുദ്ധ ഖുർആനിൽ സൂറത്തുൽ ഇൻഫിത്താറിൽ അല്ലാഹു പരിചയപ്പെടുത്തുമ്പോ അബൂ ഹുറൈറ റളിയല്ലാഹുവിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു ഹദീസിൽ കാണാ അള്ളാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇന്ന ലില്ലാഹി മലായിക്കത. അള്ളാഹുവിന് ചില മലായിക്കത്തുകളുണ്ട്, പടച്ചവന് ചില മലക്കുകളുണ്ട്. എന്തിനാണ് അങ്ങനെ പറഞ്ഞതെന്നറിയോ? അള്ളാഹുവിന്റെ പ്രവാചകന്മാർക്ക് വഹിയെത്തിച്ചു കൊടുക്കുന്ന ജിബ്രീൽ എന്ന മലക്ക് മാത്രമല്ലല്ലോ, മഴയും ഇടിയും മിന്നും കാറ്റുമെല്ലാം സൃഷ്ടിക്കുന്നതിന് എല്ലാ ചുമതലകളും എടുത്തു കൊടുത്തിട്ടുള്ള മീകായിൽ മാത്രമല്ലല്ലോ മലക്കുകളുടെ കൂട്ടത്തില്. സൂറന്ന കാഹളത്തിൽ ഓതുന്ന ഇസ്രാഫീല് മാത്രമല്ലല്ലോ, റൂഹ് പിടിക്കുന്ന ഇസ്രാഹീല് മാത്രമല്ലല്ലോ, നന്മ തിന്മകൾ എഴുതുന്ന റഖീബ് അതീദ് എന്ന് പറയുന്ന മലായിക്കത്തുകളും ഉണ്ടല്ലോ. നന്മകൾ എഴുതുന്ന റഖീബും തിന്മകൾ എഴുതുന്ന അതീദും നമ്മുടെ കൂട്ടത്തിലുണ്ടല്ലോ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഖബറിലേക്ക് കൊണ്ടുവെക്കുമ്പോൾ ചോദ്യം ചോദിക്കുന്ന മുൻകർ നക്കീറുമുണ്ടല്ലോ. നരകത്തെ കാക്കുന്ന മലക്കുണ്ടല്ലോ, മലക്ക് മാലിക്. സ്വർഗത്തെ കാക്കുന്ന മലക്കുണ്ടല്ലോ, മലക്ക് റിളവാൻ. ഇങ്ങനെ ഒരുപാട് മലായിക്കത്തുകളുടെ വിഭാഗത്തെ ഖുർആന് പരിചയപ്പെടുത്തുമ്പോ അർശെന്ന സിംഹാസനത്തിന് ചുമക്കുന്ന മലായിക്കത്തുകളുണ്ട്. അതുപോലെ നമ്മളെ ഹഫളത്തിന്റെ പ്രൊട്ടക്ട് ചെയ്യുന്ന മലായിക്കത്തുകളുമുണ്ട്. ഒരു വിശ്വാസി ഒരു കുഴിയിൽ വീഴാതെ, ഒരു അപകടത്തിൽ വീഴാതെ, ഒരു ആപത്തിൽ വീഴാതെ ആ വിശ്വാസിയെ സംരക്ഷിക്കുന്ന ഹഫളത്തിന്റെ മാലാകമാരുമുണ്ട്. അതാണ് റസൂലുള്ളാഹി പറഞ്ഞത്, ഇന്ന ലില്ലാഹി മലായിക. അല്ലാഹുവിന് ചില മലക്കുകളുണ്ട്. ആ മലക്കുകളുടെ ഡ്യൂട്ടി എന്തെന്നറിയോ? യഅരിഫൂന അഅമാല ബനി ആദമ. മനുഷ്യന്റെ പ്രവർത്തനങ്ങളെല്ലാം അവരറിയുകയാണ്. ഒരു അടിമയിലേക്ക് അവരിങ്ങനെ സൂക്ഷ്മതയോടെ നോക്കുമ്പോൾ, ഒരു അടിമ ആണാകട്ടെ പെണ്ണാകട്ടെ സൂക്ഷ്മതയോടെ മലക്കുകൾ നോക്കുമ്പോൾ ആ മലക്കുകൾക്ക് കാണാൻ പറ്റുന്നത് അള്ളാഹുവിനോടുള്ള ഇബാദത്താണെങ്കിൽ, അള്ളാഹുവിനോടുള്ള വണക്കമാണെങ്കിൽ, അവന് വേണ്ടിയിട്ടുള്ള സുജൂദാണെങ്കിൽ ആ മലക്കുകൾ എന്താ പറയുന്നതെന്നറിയോ? വഖാലൂ, ഇന്നലെ രാത്രി വിജയിച്ചിരിക്കുകയാണ്, ഇന്ന സ്ത്രീ ഇന്നലത്തെ രാത്രിയിൽ വിജയിച്ചിരിക്കുകയാ എന്ന് പറഞ്ഞാൽ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമ്മളൊരു സുഹൃതം ചെയ്യുമ്പോൾ ഈ അനുഗ്രഹീതമായ സദസ്സിൽ നിങ്ങൾ വന്നിരുന്നല്ലോ, ഈ ഇരുത്തം അല്ലാഹുവിന്റെ മാലാഖമാര് രേഖപ്പെടുത്തുകയാ. ഈ മലായിക്കത്തുകൾ അല്ലാഹുവിന്റെ കോടതിയിൽ നാളെ സാക്ഷികളായി വരേണ്ടതാണ്. ഇന്ന ആള്, ഇന്ന വ്യക്തി, ഇന്ന കുടുംബത്തിലെ ഇന്നയാളിന്റെ മകൻ, ഇന്ന വ്യക്തി ഇന്ന തീയതിയില് ഇന്ന പള്ളിയുടെ മുറ്റത്ത് ഇന്ന മഹാനായ ശൈഖിന്റെ പേരിൽ സംഘടിപ്പിച്ചിട്ടുള്ള പരിപാടിയില് അയാള് സാന്നിധ്യം കൊണ്ട് ആ സദസ്സിനെ സമ്പന്നമാക്കി എന്ന് സാക്ഷി നിൽക്കാൻ അല്ലാഹുവിന്റെ മലായിക്കത്തുകളുണ്ട്. അതാണ് റസൂലുള്ള പറയുന്നത്. ഇന്നത്തെ രാത്രി നോക്കിയിട്ട് മലായിക്കത്തുകൾ പറയുകയാണ്, അഫ്ലഹൽ ലൈലത ഫുലാൻ, ഇന്നയാള് വിജയിച്ചിരിക്കുകയാ. അതെങ്ങോട്ട് നോക്കി കിട്ടാ പറയുന്നത്? ദീനീ മജ്ലിസുകളിലേക്ക് നോക്കി കിട്ടാ പറയുന്നത്, ദിക്റിന്റെ മജ്ലിസിലേക്ക് നോക്കി കിട്ടാ പറയുന്നത്, സ്വലാത്തിന്റെ മജ്ലിസുകളിലേക്ക് നോക്കി കിട്ടാ പറയുന്നത്, അല്ലാഹുവിന്റെ പള്ളിയുടെ ഉള്ളറകളിലേക്ക് നോക്കി കിട്ടാ പറയുന്നത്. അവിടെയും റസൂലുള്ള ഒന്ന് പറഞ്ഞു,
ഹറാമായ രീതിയിൽ ഗാനം പോകുന്ന ചെറുപ്പക്കാരാ, അതുപോലെ അത് പള്ളിയുടെ പേരിലാകട്ടെ, ഉറൂസിന്റെ പേരിലാകട്ടെ, ചന്ദനക്കുടത്തിന്റെ പേരിലാകട്ടെ, ഏത് പേരിലാണെങ്കിലും ഇനി ആരത് സംഘടിപ്പിച്ചാലും, ഏത് കമ്മിറ്റിക്കാര് സംഘടിപ്പിച്ചാൽ തോന്നിയാസങ്ങളിലേക്ക് ഒഴുകുന്ന ജനങ്ങളെ നോക്കിയിട്ട് അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ പറയുന്നത് ഇന്നലത്തെ രാത്രിയിൽ അവനെ നശിച്ചിരിക്കുകയാണ്, അവൻ നശിച്ചിരിക്കുകയാണ് എന്ന് മലായിക്കത്തുകൾ പറയുമെന്ന് അബൂ ഹുറൈറ തങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാൻ, ഒന്നാമത്തെ സാക്ഷി നമ്മൾ എന്ത് ചെയ്താലും മലായിക്കത്തുകൾ സാക്ഷിയാണ്. നാളെ അള്ളാന്റെ കോടതിയിൽ അവര് സാക്ഷി നിൽക്കും. ഈ ഭൂമിയിൽ അവര് വിളിച്ചു പറയും, നമ്മുടെ അമലുകൾ കാണുമ്പോൾ ഇന്നലത്തെ രാത്രിയിൽ അവൻ വിജയിച്ചു, ഇന്നലത്തെ രാത്രിയിൽ അവന് പരാജയപ്പെട്ടു. ഇത് മലായിക്കത്തുകൾ പറയുന്നതാണ്. ഇത് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതാണ്. സഹോദരങ്ങളെ, ഈ മലായിക്കത്തുകൾ അള്ളാഹു കൊടുത്ത ഡ്യൂട്ടി, അവരുടെ ആ ഡ്യൂട്ടി ചേഞ്ച് ചെയ്യപ്പെടുന്ന ഒരു സമയമുണ്ട്. അത് എപ്പോഴെന്നറിയോ? എപ്പോഴാണ്? ആ രണ്ട് സമയം ഇന്നത്തെ രാത്രി മുതൽ വളരെ സൂക്ഷ്മതയോടുകൂടി നോക്കണം. എപ്പോഴാന്നറിയോ? നൈറ്റും ഡേയും. ഇത് സാധാരണ ഏതെങ്കിലും ഓഫീസുകളിലോ അല്ലെങ്കിൽ ATM കൗണ്ടറിന്റെ മുന്നിലോ അല്ലെങ്കിൽ ബാങ്കിന്റെ മുന്നിൽ സെക്യൂരിറ്റിക്കാരനോ ഒന്നും മാത്രമല്ല ഈ പറയപ്പെടുന്ന ഡ്യൂട്ടി ഷിഫ്റ്റ് ചെയ്യപ്പെടുന്നത്. ഹോസ്പിറ്റലിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വലിയ മാളുകളിലോ ഒന്നും മാത്രമല്ല, മറിച്ച് ഈ മലായിക്കത്തുകൾക്ക് അല്ലാഹു കൊടുക്കുന്ന ഡ്യൂട്ടി ഡേയും നൈറ്റും പണിയെടുക്കുന്ന മലായിക്കത്തുകളുണ്ട്. ഇതെന്റെ വാക്കല്ല, മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. എപ്പോഴാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്, എപ്പോഴാണ് അവരുടെ ഡ്യൂട്ടിക്ക് ചേഞ്ച് വരുന്നതെന്നറിയോ? 2 നമസ്കാരങ്ങളിലാണ്. അത് ഏതൊക്കെ നിസ്കാരങ്ങളാണ്? ആ നമസ്കാരം നമ്മൾ കൃത്യമായി ഇൻഷാ അല്ലാഹ് വളരെ വളരെ ഗൗരവത്തോടു കൂടി തന്നെ ആ നമസ്കാരം നമ്മൾ നോക്കിക്കാണണം. ഏതൊക്കെ നിസ്കാരം എന്നറിയോ? രാത്രിയിലെ മലക്കുകൾ ഡ്യൂട്ടി കഴിഞ്ഞു പോകുന്നൊരു സമയം, ആ സമയം തന്നെ പകലിന്റെ മലക്കുകൾ ഇറങ്ങി വന്ന് ഡ്യൂട്ടി ഏൽക്കുന്നു. ഇതൊക്കെ പറയുമ്പോൾ ആളുകൾ ചിന്തിക്കും, അങ്ങനെയൊക്കെ ഉണ്ടോ? ഇതൊക്കെ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുന്നതാണ്. രാവിലത്തെ ഡ്യൂട്ടി ചെയ്ത മലക്കുകൾ ഡ്യൂട്ടി തീർന്ന് തിരികെ മുകളിലോട്ട് പോകുന്ന ഒരു സമയമുണ്ട്. ആ സമയം ഒരു നിസ്കാരത്തിന്റെ സമയമാണ്. ആ സമയം തന്നെ രാത്രിയുടെ ഡ്യൂട്ടി ചെയ്യാൻ വേണ്ടി അടുത്ത മലക്കുകൾ താഴോട്ട് വരികയും ചെയ്യും. അതേത് സമയമാണ്? 2 വഖത്ത് നമസ്കാരം. ആരംഭപ്പൂവായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സാക്ഷാൽ അബൂ ഹുറൈറ തങ്ങളെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, യതഅഖബൂന ഫീകും മലായികത്തും ബില്ലൈലി വ മലായികത്തും ബിന്നഹാർ. ഡേ നൈറ്റിന്റെ ഡ്യൂട്ടിയിലുള്ള മലായികത്തുകള്, രാത്രിയിലെ ജോലിക്കാരും പകലിന്റെ ജോലിക്കാരുമായ മാലാകമാര്, യജ്തമിഊന ഫീ സ്വലാത്തിൽ ഫജ്രി വ സ്വലാത്തിൽ അസ്രി. അവര് 2 കൂട്ടരും ഒരുമിച്ച് കൂടുന്ന നമസ്കാരം സുബ്ഹും അസ്റുമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. സുബഹി നിസ്കാരത്തിൽ വരുന്ന മലായിക്കത്തുകൾ ഏത് മലക്കുകളെന്നറിയോ? രാത്രിയുടെ ഡ്യൂട്ടി ചെയ്ത് തീർന്നിട്ട് സുബഹി നിസ്കാരം കഴിഞ്ഞിട്ടാണ് അവര് തിരികെ പോകുന്നത്. ആ പോകുന്ന സമയം കഴിഞ്ഞ് കുറെ നേരം കഴിഞ്ഞിട്ടല്ല പകലിന്റെ ജോലിക്കാരായ മലക്കുകൾ വരുന്നത്. പകലുള്ള ജോലി ചെയ്യേണ്ട മലക്കുകൾ സുബഹി നിസ്കാരത്തിന് ഇറങ്ങും. സുബഹി ജമാഅത്തിൽ അവര് കാണും. അപ്പൊ രാത്രിയിലെ ഡ്യൂട്ടി ചെയ്യുന്ന മലക്കുകള് ആ സമയത്ത് വരും. അപ്പൊ ഈ സുബഹി നിസ്കാരത്തില് രാത്രി ഡ്യൂട്ടി കഴിഞ്ഞു പോകുന്ന മലക്കുകളും പകലിന്റെ ഡ്യൂട്ടി എടുക്കാൻ വേണ്ടി വന്ന മലക്കുകളും തമ്മിൽ കണ്ടുമുട്ടുന്നൊരു നിസ്കാരം സുബഹിയാണ്. ഇനി അത് കഴിഞ്ഞ് സായാഹ്ന നിസ്കാരം എന്ന് പറയുന്ന അസറിന് അവരൊരുമിച്ച് കൂടും. ആരാ? ഈ സുബഹിക്ക് വന്ന് ജോയിൻ ചെയ്ത മലക്കുകളും ഡ്യൂട്ടി കഴിഞ്ഞിട്ട് തലേ ദിവസത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് സുബഹി കഴിഞ്ഞ് യാത്ര തിരിച്ച മലക്കുകളും തിരിച്ചു വരുന്ന ആ ഒരു സമയം അസ്ർ നിസ്കാരമാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, ഈ 2 നമസ്കാരം നമ്മൾ സൂക്ഷിക്കണം. എന്തുകൊണ്ടെന്നറിയോ? എന്തുകൊണ്ടാണ്? നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കണം. സുബഹി നിസ്കാരത്തിൽ നമ്മൾ കൃത്യമായി നിസ്കരിക്കുന്ന ഒരാളാണെങ്കിൽ
സുബഹിക്ക് തലേ ദിവസത്തെ ഡ്യൂട്ടി കഴിഞ്ഞിട്ട് മടങ്ങി പോകുന്ന മലക്ക് അള്ളാന്റെ അടുത്ത് എത്തുമ്പോ അള്ള ചോദിക്കും, നീ വരുമ്പോ ഇടവനശ്ശേരിയിലെ ഇന്നയാളുടെ പ്രവൃത്തി എന്തായിരുന്നു? ഈ മലക്കുകൾ അള്ളാഹുവിനെ ബോധിപ്പിക്കുന്ന എന്താണെന്നറിയോ? പടച്ചോനെ, ഞാൻ ഇന്ന് രാവിലെ സുബഹിക്ക് ഞാൻ ചെന്നപ്പോൾ അവൻ നിസ്കാരത്തിലാണ്, ജോയിൻ ചെയ്ത സമയം. ഞാൻ എന്റെ ഡ്യൂട്ടി തീർന്നിട്ട് വരാൻ നേരത്തുള്ള അസർ നിസ്കാരത്തിലും അവൻ കൃത്യമായി നിസ്കരിച്ചു. 2 നിസ്കാരവും ആ മലക്ക് സാക്ഷി പറയാണ്. ഇനി അടുത്ത ഡ്യൂട്ടിയിലെ മലക്കുകളും അങ്ങനെ തന്നെ പറയും, പടച്ചോനെ, ഞാൻ വരുമ്പോഴും ഞാൻ പോയി ജോയിൻ ചെയ്തപ്പോഴും ഇന്ന ആള് നമസ്കാരത്തിൽ തന്നെയാണ്. തറക്കിനാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ വരുമ്പോഴും അവര് നമസ്കാരത്തിലാ. വഅതൈനാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ പോകുമ്പോഴും അവര് നിസ്കാരത്തിൽ തന്നെയാ. ഇത് ബുഖാരി ശരീഫിൽ കാണാൻ കഴിയുന്ന ഹദീസാ. പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ, പ്രിയപ്പെട്ട സഹോദരിമാരെ, ഈ രണ്ട് നമസ്കാരം വളരെ കൃത്യമായി നിർവഹിച്ചാൽ അള്ളാന്റെ മലായിക്കത്തുകൾ നമ്മളെ പറ്റി അള്ളാന്റെ കോടതിയിൽ പറയുന്നത്, അല്ലാഹുവേ തറക്കിനാഹും വഹും യുസല്ലൂൻ വഅതൈനാഹും വഹും യുസല്ലൂൻ, ഞങ്ങൾ വരുമ്പോഴും പോകുമ്പോഴും അവരെ നിസ്കാരത്തിലാണ്. ഈ 2 സമയത്തുള്ള മലായിക്കത്തുകളും നമ്മളെ പറ്റി വലിയ മദ്ഹാണ് അള്ളാന്റെ മുമ്പിൽ പറയുക. ആ പടച്ചതമ്പുരാന്റെ മുമ്പിൽ അനുകൂലമായ സാക്ഷി നിൽക്കുകയാ. നാളെ ആഖിറത്തിൽ ഖിയാമത്തിൽ മാത്രമല്ല സാക്ഷിയുള്ളത്, ഓരോ ദിവസത്തെ സമയങ്ങളിലും അസറിന്റെ സമയം കഴിഞ്ഞ് മഗ്രിബാകുന്ന സമയത്ത്, അതുപോലെ ഇശാഇന്റെ സമയം കഴിഞ്ഞ് സുബഹിയുടെ സമയമാകുമ്പോ, ഈ 2 സമയത്തും അല്ലാഹുവിന്റെ മലായിക്കത്തുകൾ നമ്മളെ പറ്റി നല്ലത് പറയുകയാണ് അള്ളാന്റെ കോടതിയിൽ. അതുകൊണ്ട് പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഈ 2 വഖത്ത് നമസ്കാരത്തെ, അസ്ർ നമസ്കാരത്തെയും സുബഹി നിസ്കാരത്തെയും വളരെ ഗൗരവത്തോടു കൂടി തന്നെ നമ്മൾ കാണണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. ഇശാ നിസ്കാരം അത് ഒട്ടുമിക്ക ആളുകളും നിർവഹിക്കുന്നവരാ. കാരണം എന്താ? കിടക്കാൻ നേരത്തൊന്ന് ഫ്രഷായി വന്നു കഴിഞ്ഞാൽ 4 റക്അത്ത് നിസ്കരിച്ചിട്ട് കിടക്കാം. മഗ്രിബ് നിസ്കാരം എന്തായാലും എത്ര വലിയ ജോലിയാണെങ്കിലും ആ ജോലി കഴിഞ്ഞിട്ട് വന്ന് ക്ഷീണിതനായി വന്ന് ഒന്ന് ഫ്രഷായി ഒന്ന് റാഹത്തായി വരുന്ന സമയത്ത് സന്ധ്യാ നമസ്കാരം കൃത്യമായി നിർവഹിക്കും എല്ലാവരും. ളുഹർ നിസ്കാരം എത്ര ജോലി തിരക്കുണ്ടെങ്കിലും ഏത് ജോലിയാണെങ്കിലും ലഞ്ചിന്റെ ടൈം ആയതുകൊണ്ട് തന്നെ ളുഹർ നിസ്കാരം വളരെ കൃത്യമായി നിർവഹിക്കുന്നവരാണ് നമ്മളിൽ അധികം ആളുകളും. നമുക്ക് ഏറ്റവും കൂടുതൽ നഷ്ടപ്പെട്ടു പോകുന്ന നമസ്കാരം ഈ 2 നിസ്കാരമാണ്. ഒന്ന്, രാത്രി കിടന്നിട്ട് സുബഹിക്ക് എഴുന്നേക്കാൻ മറക്കുക, അല്ലെങ്കിൽ ഉണരാതിരിക്കുക. ഉച്ച ഊണ് കഴിഞ്ഞിട്ടൊരു മയക്കത്തിൽ അസർ നഷ്ടപ്പെട്ടു പോവുക. അല്ലെങ്കിൽ ജോലിക്കാര് ഓഫീസിലെ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വാഹനം ഓടിച്ച് വീട്ടിലേക്ക് പോകുമ്പോൾ എത്രയും പെട്ടെന്ന് വീട്ടിലെത്താനുള്ള വെപ്രാളത്തിനിടയിൽ അസർ നിസ്കാരം വിട്ടുപോകും. ഈ 2 വഖത്ത് നമസ്കാരത്തിന് ഗൗരവം നമ്മൾ കാണിക്കുമെങ്കിൽ നാളെ പടച്ചവന്റെ കോടതിയിലും മലായിക്കത്തുകൾ അനുകൂല സാക്ഷി നിൽക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് അസറും സുബഹിയും ആ 2 വഖത്ത് വളരെ ഗൗരവത്തോടു കൂടി നമ്മൾ നോക്കണം. അല്ലാഹു തൗഫീഖ് തരട്ടെ. വിശദീകരിക്കേണ്ടത് വരുമ്പോ ഞാൻ വിശദീകരിച്ചോളാം. ഇനി 2ാമത്തെ സാക്ഷി, 1 മലായിക്കത്തുകളാണ്. ഇനി 2ാമത്തേത് അല്ലാഹുവിന്റെ ഖുർആൻ പറയുകയാണ്, ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ വഅഖറജത്തിൽ അർളു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ. സഹോദരങ്ങളെ, അല്പം വിശദീകരിക്കേണ്ട വിഷയമാണ്. സൂറത്തു സൽസല എന്ന് പറയുന്ന അധ്യായം അറിയുമല്ലോ. ആ സൂറത്ത് നമുക്കറിയുന്നതാ, എല്ലാവർക്കും കാണാപ്പാഠമുള്ളതാ. 3ാം ക്ലാസ്സിൽ മദ്രസയിൽ പഠിക്കുന്ന മക്കൾക്ക് പോലും മനപ്പാഠമുള്ള സൂറയാണ്. മഗ്രിബിന്റെയും ഇശാഇന്റെയും നമസ്കാരങ്ങളിൽ ഒട്ടുമിക്ക ഇമാമിയങ്ങളും ഓതുന്ന സൂറയാണല്ലോ. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. അല്ലാഹ് പറയുകയാണ്, ഭൂമി കിടുകിടാ വിറപ്പിച്ചു
വർപ്പിക്കപ്പെട്ടാൽ അള്ളാഹുവിന്റെ വാക്കപ്പർ അർത്ഥവത്താണ്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. അള്ളാഹു പറയുന്ന അറബി പദത്തിൽ തന്നെ അതിന്റെ കിടുക്കമുണ്ട്, അതിന്റെ ആ ഒരു കുലുക്കമുണ്ട്. ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. ഭൂമി കിടുകിടാ വിറപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ വഖറജത്തിൽ അർളു അസ്ഖാലഹാ. ഭൂമി അതിനകത്തുള്ള എല്ലാ ഭാരങ്ങളെയും പുറപ്പെടുവിച്ചാൽ, ഭൂമിക്കടിയിലുള്ള എല്ലാ വസ്തുക്കളെയും പുറത്തേക്കങ്ങ് തള്ളിയാൽ വഖാലൽ ഇൻസാനു മാലഹാ. അന്ന് ജീവിച്ചിരിക്കുന്ന മനുഷ്യര് ചോദിക്കും, മാലഹാ, എന്തുപറ്റി? വഖാലൽ ഇൻസാനു മാലഹാ, എന്തുപറ്റി ഭൂമിക്ക്? എന്തുപറ്റി? പ്രകൃതിയുടെ വികൃതി എന്താണ് ഇങ്ങനെ? എന്താ ഭൂമിക്ക് സംഭവിച്ചത്? ഒരു പ്രളയം വന്നപ്പോ നമ്മൾ ചോദിച്ചല്ലോ എന്തു പറ്റിയെന്ന്. ഒരു വലിയ സുനാമി വന്നപ്പോ നമ്മൾ ചോദിച്ചല്ലോ എന്താ സംഭവിച്ചതെന്ന്. ഒരു കൊടുങ്കാറ്റ് വന്നാ നമ്മൾ ചോദിച്ചിട്ടുണ്ട് എന്താ സംഭവിച്ചത്. ഒരു കോവിഡ് വന്നപ്പോ നമ്മൾ ചോദിച്ചു എന്താ സംഭവിച്ചത്. സഹോദരങ്ങളെ, മനുഷ്യന്റെ വാക്കങ്ങനെയാണ്, സഹജമായ വാചകമാണത്. അള്ളാഹു പറയുന്നു വഖാലൽ ഇൻസാനു മാലഹാ. മനുഷ്യൻ ചോദിക്കും എന്തുപറ്റി, ഭൂമിക്ക് എന്തുപറ്റി? ആ സമയത്താണ് അള്ളാഹു പറയുന്നു യൗമഇദിന തുഹദ്ദിസു അഖ്ബാറഹാ. അതാ ഭൂമി ഓരോന്ന് വിളിച്ചു പറയുകയാ, നമ്മൾ കരുതിയതെന്ത്? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സംസാര ശേഷിയുള്ളത് നാവിന് മാത്രമാണെന്നോ? അല്ല. ആ ഖിയാമത്തിൽ നാവിന് മിണ്ടാൻ പറ്റൂല, നാവ് സീൽ ചെയ്യപ്പെടുകയാ. സംസാരിക്കുന്നത് ഭൂമിയാണ്. ഈ ഭൂമി സംസാരിക്കുകയാണ്. എന്താ സംസാരിക്കുന്നത് സഹോദരങ്ങളെ? അഖ്ബാറഹ. അല്ലാഹ് പറയുന്നു അതിന്റെ അഖ്ബാറുകൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാ. വിശദീകരിക്കേണ്ട വിഷയമാണ്. അല്ലാഹ് പറയുന്നു ബി അന്ന റബ്ബക ഔഹാലഹാ. അത് ഭൂമിയുടെ കഴിവല്ല, അത് ഭൂമിയുടെ സാമർഥ്യമല്ല, അല്ലാഹു കൊടുത്ത പ്രത്യേകമായൊരു കഴിവാണ്. അല്ലാഹുവിന്റെ ദൂത്, അല്ലാഹുവിന്റെ സന്ദേശം, അല്ലാഹുവിന്റെ വഹയ് കൊണ്ടാണ് അതിങ്ങനെ പറയുന്നത്. ഭൂമിയെല്ലാം വിളിച്ചു പറയും, പ്രിയപ്പെട്ട സഹോദരാ, നീ ചീട്ട് കളിച്ചല്ലോ, നീ കള്ളു കുടിച്ചല്ലോ, നീ പലിശ വാങ്ങിയല്ലോ, അല്ലെങ്കിൽ നീ കാണി നമസ്കാരത്തിന് വേണ്ടി വിളിക്കപ്പെട്ട സമയത്ത് അള്ളാഹ്ക്ക് വേണ്ടി സുജൂദ് ചെയ്യാതെ കിടന്നുറങ്ങിയ മനുഷ്യ, കിടന്ന സ്ഥലം നാളെ പടച്ചവനോട് വിളിച്ചു പറയും, സംശയമില്ല. ഇതൊന്ന് വിശദീകരിക്കട്ടെ സഹോദരങ്ങളെ. എന്താണ് അള്ളാഹു പറഞ്ഞത്? ഇദാ സുൽസിലത്തിൽ അർളു സിൽസാലഹാ. ഭൂമി കിടുകിടാ വിറപ്പിക്കപ്പെട്ടു കഴിഞ്ഞാൽ വഖറജത്തിൽ അർളു അസ്ഖാലഹാ. ഭൂമി അതിന്റെ ഭാരം അങ്ങോട്ട് തള്ളാൻ തുടങ്ങിയാൽ എന്താ? ഈ ഭൂമി തള്ളുന്ന ഭാരം എന്താ? ഭൂമി അതിന്റെ ഉള്ളിലുള്ള ഭാരങ്ങളെ പുറപ്പെടുവിക്കും എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? ഈ ലോകത്ത് എവിടെ നോക്കിയാലും സ്വർണം, വെള്ളി, ആഭരണങ്ങളായിരിക്കും പിന്നെ ഉണ്ടാവുക. ഇതെന്റെ വാക്കല്ല, ആരംഭപൂവായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ വാക്ക്. അതും അബൂ ഹുറൈറ തങ്ങളിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഹദീസാണ്. മനുഷ്യൻ ആ സമയത്ത് പുറത്തേക്ക് ഇറങ്ങുമ്പോ ഭൂമി കിടുകിട വിറപ്പിക്കപ്പെട്ട് ഭൂമി വിണ്ട് കീറി അതിന്റെ ഉള്ളിലുള്ളതെല്ലാം പുറത്തേക്ക് വരും എന്ന് പറഞ്ഞാൽ സ്വർണം, വെള്ളി, ആഭരണങ്ങൾ അത് പുറത്തേക്ക് വരുമ്പോ ഓരോ മനുഷ്യരും വന്നിട്ട് അതിനെ നോക്കിയിട്ട് പറയും, പടച്ചവനെ, ഈ ഒരൊറ്റ സാധനത്തിന്റെ പേരിലാണല്ലോ ഞാൻ ഇന്നവനെ കൊന്നത്, ഈ ഒരൊറ്റ കാര്യത്തിന്റെ പേരിലാണല്ലോ ഞാൻ താലി കെട്ടിയ പെണ്ണിനെ വീട്ടിൽ കൊണ്ടുവന്നാക്കിയത്, 2 പവൻ കുറഞ്ഞു പോയതിന്റെ പേരില്, ഈ സ്വർണ്ണ ആഭരണത്തിന്റെ പേരിലാണല്ലോ ഞാൻ താലി കെട്ടി എന്റെ പെണ്ണിനെ അവളെ വീട്ടിൽ കൊണ്ടുവന്ന് ഡിവോഴ്സ് ചെയ്താക്കിയത്, തൊലാക്ക് ചെല്ലുകെട്ട് ഞാൻ ഉപേക്ഷിച്ചത് ഈ സ്വർണത്തിന് വേണ്ടിയിട്ടായിരുന്നല്ലോ, ഈ സ്വർണത്തിന് വേണ്ടിയിട്ടാണല്ലോ ഞാൻ എന്റെ പിതൃ സഹോദരങ്ങളോട് പിണങ്ങിയത്, എന്റെ മാതൃ സഹോദരിമാരോട് പിണങ്ങിയത്, എന്റെ കൂടപ്പറപ്പുകളോട് ഞാൻ പിണങ്ങി നിന്നത് ഈ സാധനത്തിന് വേണ്ടിയിട്ടായിരുന്നല്ലോ. അള്ളാഹുവിന്റെ റസൂല് പറയുന്ന വാക്ക് എങ്ങനെയാണ്? ഇതിനു വേണ്ടിയിട്ടാണല്ലോ ഞാൻ കുടുംബ ബന്ധം മുറിച്ചത്, ഇതിനു വേണ്ടിയിട്ടാണല്ലോ ഞാൻ കുടുംബ ബന്ധം മുറിച്ചത്. ഇതിനു വേണ്ടിയിട്ടാണല്ലോ ഞാൻ ഒരുത്തനെ കൊന്നത്.
ഓരോ മനുഷ്യരും വിളിച്ചു പറയും, ഈ നാട്ടില് ഏറ്റവും വലിയ കൊലപാതകങ്ങൾ നടക്കുന്ന എന്തിനു വേണ്ടിയാണ്? മനുഷ്യൻ ജീവിക്കുന്നത് തന്നെ ഈ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്, സമ്പത്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അല്ലാതെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങിയിട്ട് നാളെ വെള്ളിയാഴ്ച രാവിലെ ഒരു 10 മണിയാകുമ്പോ റോട്ടിലേക്ക് ഇറങ്ങണം. റോട്ടിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും യാത്ര ചെയ്യുന്നത് കാണാൻ കഴിയും. ഓരോരുത്തരെ വിളിച്ചിട്ട് ചോദിക്കണം, നീ എങ്ങോട്ടാ പോകുന്നത്? ഞാൻ ജോലിക്ക് പോവാ. ജോലിക്ക് എന്തിനാ? പണം ഉണ്ടാക്കാൻ. അടുത്ത പഠിക്കുന്ന മക്കൾ ചോദിക്കണം, നീ എന്തിനാ എവിടെ പോവാ? ഞാൻ പഠിക്കാൻ പോവാ. എന്തിനാ പഠിക്കുന്നത്? ജോലി കിട്ടാൻ. ജോലി എന്തിനാ? ശമ്പളം വാങ്ങാൻ. വേറൊരുത്തം പോകുന്നു, വിളിച്ചിട്ട് ചോദിക്കണം, നീ എങ്ങോട്ടാ പോകുന്ന? കട തുറക്കാൻ. എന്തിനാ? കച്ചവടം ചെയ്യാൻ. എന്തിന്? പൈസ ഉണ്ടാക്കാൻ. അല്ലാത്തൊരാൾ നിങ്ങൾ പറ. 5 നേരം നിസ്കാരത്തിന്റെ സമയം പള്ളിയിൽ പോകുന്നവരൊഴിച്ചാൽ ട്രെയിനിൽ നമ്മൾ ഏതൊരു ട്രെയിനിൽ, എനിക്ക് ഡിസംബർ മാസവും ജനുവരി മാസവും കാസർഗോഡൊക്കെ ചില പരിപാടികളുണ്ട്. ആ പരിപാടികളിലൊക്കെ ഇപ്പൊ നവംബർ 21, 23 ഒക്കെ ആയി. ഇപ്പൊ തന്നെ ജനുവരി മാസത്തേക്ക് ടിക്കറ്റ് നോക്കുമ്പോൾ എല്ലാം വെയിറ്റിംഗ് ലിസ്റ്റാണ്. അടുത്ത ട്രെയിൻ നോക്കിയാൽ അതും വെയിറ്റിംഗ് ലിസ്റ്റ്, അടുത്ത ട്രെയിൻ നോക്കിയാൽ അതും വെയിറ്റിംഗ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ട്രെയിൻ ഒക്കെ ഫുള്ളാണ്. എല്ലാ ട്രെയിനും, ഏത് മേഖലകളിൽ ഓടുന്ന ട്രെയിനും ഫുള്ളാണ്. എന്നാ ഫ്ലൈറ്റ് ടിക്കറ്റ് നോക്ക്, ഫ്ലൈറ്റ് ഫുള്ളാണ്. എന്നാ ബസ്സിൽ നോക്ക്, ബസ് ഫുള്ളാണ്. പിന്നെ എന്താ മാർഗമുള്ളത്? സ്വന്തം വാഹനം കൊണ്ട് പുറത്തിറങ്ങാൻ പറ്റില്ല. കാരണം സ്വന്തം വാഹനങ്ങൾ കൊണ്ട് പുറത്തിറങ്ങുന്ന ആളുകൾ കാരണമായിട്ട് മൊത്തം ട്രാഫിക് ജാമാണ്. ഈ എല്ലാ ആളുകളും എങ്ങോട്ടായി പോകുന്നേ? പൈസ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഈ മനുഷ്യൻ ഇതെല്ലാം ചെയ്യുമ്പോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഭൂമി അതിന്റെ ഉള്ളിലുള്ള സ്വർണാഭരണം അടക്കമുള്ളതിനെ പുറത്തേക്ക് കൊണ്ടിടുമ്പോൾ ഓരോ മനുഷ്യന്മാരും വിളിച്ചു പറയും, പടച്ചോനെ ഇപ്പൊ ആർക്കും വേണ്ട. വീട്ടുമുറ്റത്ത് ലക്ഷക്കണക്കിന് കിലോ സ്വർണം നമ്മുടെ വീട്ടുമുറ്റത്ത് വരും. നമ്മുടെ വീട്ടുമുറ്റത്ത് കിലോ കണക്കിന് സ്വർണം പുറത്തു വരും. എപ്പോഴാ? ലോകാവസാനത്തിന്റെ സമയത്ത് ഭൂമി കിടുകിടാ വറയ്ക്കുമ്പോ അതിന്റെ ഉള്ളിലുള്ള മുഴുവൻ പിന്നെ ഭാരമുള്ള വസ്തുക്കൾ മുഴുവനും അള്ളാഹുവിന്റെ അനുമതി പ്രകാരം ഭൂമി പുറത്തേക്ക് കൊണ്ടുവരുമ്പോ നമ്മുടെ വീട്ടുമുറ്റത്ത് കിലോ കണക്കിന് സ്വർണം. നമ്മൾ പറയും, അല്ലാ ഇതിനു വേണ്ടിയിട്ടാണല്ലോ ഞാൻ ആദ്യം കെട്ടിയ പെണ്ണിനെ കൊണ്ടുവന്ന് ഒഴിവാക്കിയത്. ഈ ഒരൊറ്റ കാര്യത്തിലാണല്ലോ എന്റെ 2 മക്കളെയും മരുമക്കളെ കൊണ്ടുവിടാക്കിയിട്ട് പോയത്. ഇതിന്റെ പേരിലാണല്ലോ തൊട്ടപ്പുറം താമസിക്കുന്ന എന്റെ സഹോദരൻ ഇപ്പോഴും എന്നോട് മിണ്ടാത്തത്. ഇതിനു വേണ്ടിയിട്ടാണല്ലോ ഞാൻ പല ബന്ധുക്കളോടും പിണങ്ങി കഴിയുന്നത്. ഇപ്പൊ ഇതാർക്കും വേണ്ട. കിലോ കണക്കിന് സ്വർണം നമ്മുടെ വീട്ടുമുറ്റത്ത്. അള്ളാഹുവിന്റെ ഖുർആനാണ്. ഹദീസിൽ അള്ളാന്റെ റസൂല് പറയാൻ, ഓരോ മനുഷ്യന്മാരും പറയും, ഫീഹാദാ ഖതഅതു റഹ്മി, ഫീഹാദാ ഖതൽതു, ഇതിനു വേണ്ടി ഞാൻ കൊന്നു, ഇതിനു വേണ്ടി ഞാൻ കുടുംബബന്ധം മുറിച്ചു. ആ സമയത്ത് പ്രിയപ്പെട്ടവരെ, ഒരു മനുഷ്യർക്കും ഉപകാരമില്ലാത്ത നിലയിൽ ഈ സ്വർണാഭരണം മുഴുവനും പുറത്തേക്ക് അള്ളാഹുവിന്റെ ഭൂമി തള്ളിക്കൊണ്ടുവരും. മറ്റൊരു കാര്യം ഏതെന്നറിയോ? നമ്മുടെ പ്രിയപ്പെട്ട വാപ്പ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മ, നമ്മുടെ പ്രിയപ്പെട്ടവര്, നമ്മുടെ പ്രിയപ്പെട്ട ഉസ്താദുമാര്, നമ്മുടെ വേണ്ടപ്പെട്ടവര് കണ്ടുമിണ്ടി കൊതിതീരും മുമ്പ് നമ്മളോട് യാത്ര പറഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ടല്ലോ. ആ പ്രിയപ്പെട്ടവരെ മുഴുവനും നമ്മൾ ഖബറിലേക്ക് കൊണ്ടുവച്ചില്ലേ? ഏതാണോ ഈ മഹല്ലത്തിന്റെ ഖബർസ്ഥാനം എനിക്കറിയില്ല. ഏതായാലും ആ ഖബർസ്ഥാനിൽ നമ്മൾ കൊണ്ടുവന്ന് അടക്കിയിട്ട് 6 അടി മണ്ണിലേക്ക് ഇറക്കി വെച്ച് 3-10 പലക നിരത്തിയിട്ട് 3 പിടി മണ്ണ് വാരിയിട്ട് 2 മീസാങ്കല്ലും നാട്ടി നമ്മൾ പിരിഞ്ഞവരല്ലേ സഹോദരാ. നാളെ അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, ഭൂമി ഒരു കിടുകിടാ വിറയ്ക്കപ്പെട്ട് ആ ഭൂമി അതിന്റെ ഉള്ളിലുള്ളതെല്ലാം പുറത്തേക്ക് വലിച്ചെറിയുമ്പോ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മയ്യത്തുകളെല്ലാം പുറത്തേക്ക് വരികയാ. നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മയ്യത്ത് ജനാസകൾ എല്ലാം പുറത്തേക്ക് വരികയാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഭൂമിയുടെ അടിയിൽ പിന്നെ ഒന്നും ഉണ്ടാവൂല. ഖബറടക്കിയ മയ്യത്തുകളെല്ലാം പുറത്തേക്ക് വരികയാ. അള്ളാഹുവിന്റെ ഖുർആൻ പറയുന്നു, വഅഖ്റജത്തിൽ അർളു അസ്ഖാലഹാ, ഭൂമിയുടെ അകത്തുള്ളത് എന്താണോ അതെല്ലാം പുറത്തു വരികയാ. ആ നിമിഷമാണ് മനുഷ്യൻ ചോദിക്കുന്നത്, വഖാലൽ ഇൻസാൻ
യസ്അലു മാലഹാ. മനുഷ്യൻ ചോദിക്കുന്നു എന്താ പറ്റിയത്, എന്താ പറ്റിയത്? അതിന് മറുപടി അല്ല തന്നെ പറയുകയാ. അന്ന് അള്ളാന്റെ മറുപടിയല്ല വരുന്നത്. മനുഷ്യൻ ചോദിക്കുന്നു എന്താ പറ്റിയത്, ആ സമയത്ത് മറുപടി പറയുന്നത് യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ. ആ സമയത്ത് ഭൂമി സംസാരിക്കുകയാണ്. ആ മനുഷ്യൻ ചെയ്ത എല്ലാ തിന്മകളെയും ഭൂമി സംസാരിക്കുകയാണ്. ഭൂമി സംസാരിക്കുകയാണ്. എന്താ? മനുഷ്യരെയും ജിന്നുകളെയും കൂടെ ഒരുമിച്ച് പറയുന്ന ഒരു വാക്കുണ്ട്, മുത്തഅല്ലിമീങ്ങൾക്കറിയാം. സഖലൈനി എന്നാണ്. സഖലൈനി എന്ന് മനുഷ്യരെയും ജിന്നുകളെയും കൂടെ ചേർത്തിട്ട് പറയുന്ന ഒരു പേരാണ് സഖലൈനി. എന്താണ് ഈ സഖലൈനി എന്ന്? നബിയു സഖലൈൻ എന്ന് പറയാറുണ്ട്, മനുഷ്യഭൂതവർഗത്തിന്റെ പ്രവാചകൻ. സഖലൈനി എന്ന് പറഞ്ഞാൽ മനുഷ്യരും ഭൂതവർഗവും തമ്മിൽ അവർക്ക് രണ്ടുപേർക്കും കൂടി പറയുന്ന ഒരു പേരാണ് സഖലൈൻ. എന്താണ് അതിന് കാരണമെന്നറിയോ? മനുഷ്യരെയും ജിന്നുകളെയും സഖലൈനി എന്ന് പറയാൻ കാരണം ലിഅന്നൽ അർള തസ്ഖുലു ബിഹിം അഹ്യാഅൻ വ അംവാതാ. ജീവിച്ചിരിക്കുമ്പോ മരിച്ചു കഴിഞ്ഞാലും ഈ ഭൂമിക്ക് ഭാരം മനുഷ്യരും ജിന്നുകളുമാണ്. അതുകൊണ്ടാണ് സഖലൈനി എന്ന് പറയുന്നത്. അസ്ഖാലഹ, അതിന്റെ ഭാരം പുറത്തേക്ക് വരിക എന്ന് പറഞ്ഞാൽ മനുഷ്യരെ എടുത്ത് കബറടക്കിയ മനുഷ്യന്മാരെ മുഴുവനും ഭൂമി എടുത്ത് മുകളിലേക്ക് കൊണ്ടുവരും. നമ്മുടെ വാപ്പ, നമ്മുടെ ഉമ്മ, അപ്പോഴാർക്കും അതിലേക്കൊരു നോട്ടം ഉണ്ടാവൂല. ആ സമയം വല്ലാത്തൊരു ഭീതിജനകമാണ്. ലക്ഷക്കണക്കിന് കിലോ സ്വർണം നമ്മുടെ മുമ്പിൽ കിടക്കുമ്പോ അതിലേക്ക് നോട്ടമില്ല. പിന്നെയാണോ എന്നോ മരണപ്പെട്ടു പോയ വാപ്പാടെ മയ്യത്തെടുത്ത് മുകളിലേക്ക് കൊണ്ടുവരുന്ന ആ ഭൂമിയുടെ പ്രവൃത്തി നോക്കി നിൽക്കാൻ ആരും മെനക്കെടൂല. വല്ലാത്തൊരവസ്ഥയാണ്. ആ ഭൂമി ഓരോ വാക്കുകളും നമ്മുടെ മുന്നിൽ വിളിച്ചു പറയും. അല്ലാഹുവിന്റെ റസൂല് ചോദിച്ചു സഹാബത്തിനോട്, സഹാബാ അതദറൂന മാ ഇഖ്ബാറുഹാ. നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിലാകാത്തൊരു കാര്യമുണ്ട്. ഭൂമി എന്താണ് വിളിച്ചു പറയുന്നതെന്നല്ലേ? അത് സഹാബത്തിനും തിരിഞ്ഞില്ല. ആരംഭപ്പൂവായ റസൂല് സഹാബത്തിനോട് ചോദിക്കുന്നു, അതദറൂന മാ ഇഖ്ബാറുഹാ. സ്വഹാബത്തെ, എന്താണ് ഭൂമി വിളിച്ചു പറയുന്നതെന്ന് നിങ്ങൾക്കറിയുമോ? അവര് പറഞ്ഞു, അല്ലാഹു വ റസൂലുഹു അഅലം. ഞങ്ങൾക്കറിയില്ല നബിയേ, അല്ലാഹു മാത്രമേ അറിയൂ, പിന്നെ അങ്ങയ്ക്കും അറിയാം, അതല്ലാതെ ഞങ്ങൾക്കറിയില്ല തിരുദൂതരെ. ആ സമയത്ത് റസൂലുള്ള പറഞ്ഞ വാക്കെന്തെന്നറിയോ? അൻ തശ്ഹദ അലാ കുല്ലി അബ്ദിൻ ഔ അമത്തിൻ ബിമാ അമില അലാ ലഹരിഹാ തഖൂൽ അമില യൗമ കദാ വകദാ വകദാ ഫഹാദിഹി ഇഖ്ബാറുഹാ നബി മുഹമ്മദ് മുസ്തഫ. ഭൂമി പറയും അത്രേ, ഇന്ന ദിവസം ഇന്ന സമയം ഇവൻ എന്റെ മുകളിൽ വെച്ച് ഇന്നത് ചെയ്തു എന്ന്. എന്റെ പുറത്ത് വെച്ചാണ് ഇവൻ കള്ളു കുടിച്ചത്. ഇവൻ ലോട്ടറി എടുത്തത് എന്റെ നെഞ്ചത്ത് ചവിട്ടി നിന്നുകൊണ്ടാണെന്ന്. നീ എവിടെയെങ്കിലും ഇരുന്ന് നീ ഒന്ന് എടുക്കണമല്ലോ ലോട്ടറി. നീ എവിടെ ഇരുന്നാ എടുക്കുന്നത്? അത് ഞാൻ പിന്നെ എന്റെ വണ്ടിക്കകത്തിരുന്ന് എടുത്താൽ വല്ല പ്രശ്നമുണ്ടോ? ഈ 4 ടയറും നിലത്തല്ലേ നിൽക്കുന്നത്. ആ നിലം അള്ളാഹുവിനോട് പറയും, പടച്ചവനെ അമില കഥ വക്കഥ വക്കഥ, ഇന്ന ഇന്ന കാര്യങ്ങള് എന്റെ നെഞ്ചത്ത് ചവിട്ടി നിന്നിട്ടാണ് ഇവൻ ചെയ്തത് തമ്പുരാനെ എന്ന് ഭൂമി അള്ളാഹുവിന്റെ കോടതിയിൽ പറയുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. നമ്മുടെ ചില ആളുകൾ പറയാറുണ്ട് ഭാരതാമ്മ. ഭാരതാമ്മ എന്ന് പറഞ്ഞാൽ ഭാരതം നമ്മുടെ അമ്മയാണ്. എന്നാൽ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത് ഭൂമി നിന്റെ ഉമ്മയാണ്. ഭൂമി ഭാരതം മാത്രമല്ല, ഈ ലോകത്ത് എവിടെ പോയാലും ആ ഭൂമി നിന്റെ ഉമ്മയാണ്. തഹ്ഫളു മിനൽ അർളി ഫഇന്നഹാ ഉമ്മക്കും നബി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചേ, വാപ്പ, ഉമ്മ, മക്കൾ അടങ്ങുന്ന ഒരു വീട്. ഉമ്മ മക്കളുടെ ഭാഗത്ത് നിന്ന് എന്ത് തെറ്റ് കണ്ടാലും ഉമ്മ വാപ്പയെ അറിയിക്കാറില്ല. കാരണം എന്താ? വാപ്പ മക്കളെ അടിച്ചാലോ തല്ലിയാലോ എന്ന് പേടിച്ചിട്ട് ഉമ്മ അതെല്ലാം മറച്ചു വെക്കും. ഇനി വാപ്പ മോനെ വീട്ടിൽ നിന്ന് പുറത്താക്കി എന്നിരിക്കട്ടെ, ഇവൻ എന്തെങ്കിലും ഒരു കേസിന്റെ പേരിൽ കഞ്ചാവായിരുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും കാരണം, ഇപ്പൊ കഞ്ചാവിന്റെ പേരിൽ മക്കളെ വാപ്പമാര് വീട്ടിൽ നിന്ന് ഇറക്കൂല, എങ്ക വഴിയിട്ട് വെട്ടി 9 കഷ്ണാക്കി കളയും. അതുറപ്പാ.
ഇപ്പൊ ഒന്നും മിണ്ടാൻ പറ്റാത്ത കാലമാണ്. ഒരു സ്കൂളിലേക്ക് പോകുന്നു, ഞാൻ പഠിച്ചപ്പോൾ അധ്യാപകൻ ഉണ്ടോന്ന് ചോദിക്കുന്നു, എനിക്ക് കുറച്ച് കാശ് അന്ന് തരാനുള്ള കാശോ അന്നത്തെ ഏതോ ഒരു തൊപ്പിയോ എന്തൊക്കെ ചോദിക്കുന്നു. അത് കൊടുക്കാൻ കഴിയാതെ അവര് വിഷമിക്കുന്നു. ഉടൻ തന്നെ കരുതി വെച്ചിരുന്ന തോക്കെടുക്കുന്നു, ഉടനെ ആകാശത്തേക്ക് വെടിവെക്കുന്നു, പിന്നെ താഴേക്ക് വെടിവെക്കുന്നു, ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുന്നു, പോലീസ് പിടിക്കുന്നു, എഴുതിയിടുന്നു യവൻ മാനസിക രോഗി. കേരളം ഭ്രാന്താലയമായി കൊണ്ടിരിക്കുകയാണ്. അൽഹംദുലില്ലാ, മാനസിക രോഗിയല്ലാത്തൊരു സമൂഹം ഉണ്ടെങ്കിൽ അത് മുസ്ലിങ്ങളാണ്. മാനസിക രോഗിയല്ലാത്തൊരു സമൂഹം ഉണ്ടെങ്കിൽ അത് മുസ്ലിങ്ങളാണ്. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താ? മുസ്ലിം ഒരു മേത്തൻ ഏതെങ്കിലും ഒരു പേരുള്ളവനായിക്കോട്ടെ, അവന് മുഴുവട്ടനാണെന്നിരിക്കട്ടെ, അവന് ഊളംപാറ കിടന്ന പിന്നെ റിപ്പോർട്ടുണ്ട്, അവന് കുതിരവട്ടത്ത് കിടന്നതുണ്ട്, ഇതൊക്കെ അവന്റെ കൈവശമുണ്ടെങ്കിലും അവന്റെ പേര് മുസ്ലിം ഭീകരൻ. അവന് മാനസിക രോഗ സർട്ടിഫിക്കറ്റ് കൊടുക്കൂല. നേരെ മറിച്ച് ഒരു രോഗവും ഇല്ലാത്തവൻ എന്ത് ചെയ്താലും ആളുകൾ പറയും, ചാനലുകൾ പറയും അവനെന്തോ മാനസിക രോഗം ഉള്ളത് കൊണ്ടാകാം. പോലീസ് പറയും മാനസിക രോഗിയാ. ഇല്ലാത്ത സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്പോഴും ഹാജരാക്കൂടെ. അതല്ലേ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ പറഞ്ഞു വന്ന വിഷയം വളരെ ഗൗരവത്തോടു കൂടി മനസ്സിലാക്കുക. നമ്മൾ ഏതൊരു തെറ്റ് ചെയ്യുന്നു, എവിടെ നിന്നാ ചെയ്യുന്നത്, ആ ചെയ്യുന്ന സ്ഥലം അള്ളാഹുവിനോട് വിളിച്ചു പറയും, പടച്ചവനെ, എന്റെ നെഞ്ചത്ത് നിന്നാണ് അവൻ ഈ പ്രവൃത്തി ചെയ്തത്, എന്റെ നെഞ്ചത്ത് നിന്നുകൊണ്ടാണ് ഈ പ്രവൃത്തി അവൻ ചെയ്തത്. ഇത് വിളിച്ചു പറയും, ഉറപ്പാണ്. ഭൂമി വിളിച്ചു പറയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ഭൂമി നമ്മുടെ ഉമ്മയാണ്. മക്കൾ എന്തെങ്കിലും കുരുത്തക്കേട് കാണിച്ചാൽ ഉമ്മ വാപ്പയെ അറിയിക്കാതെ മറച്ചു വെക്കും. ഇനി വാപ്പ അറിഞ്ഞ് അവനെ വീട്ടിൽ നിന്ന് പുറത്താക്കി ഭക്ഷണം കൊടുക്കരുതെന്ന് വാപ്പാടെ ഉത്തരവ് വരും. പാവപ്പെട്ട ഉമ്മ എന്താ ചെയ്യുന്നത്? വാപ്പ ഉറങ്ങുമ്പോ മകനും മതിലിലൂടെ ആഹാരം കൊടുക്കും ഉമ്മ സ്നേഹം മാത്രമല്ല, ഉമ്മ ഏറ്റവും കൂടുതൽ നമ്മുടെ തെറ്റുകൾ മറച്ചു വെക്കുന്ന, ഏറ്റവും കൂടുതൽ നമ്മുടെ തിന്മകൾ മറച്ചു വെക്കുന്ന ഒരു പ്രതീകമാണ് നമ്മുടെ ഉമ്മ. ആ ഉമ്മയെ കമ്പയർ ചെയ്ത് ഉമ്മയിലേക്ക് ചേർത്ത് പറഞ്ഞുകൊണ്ട് അഷ്റഫുൽ ഖൽഖ് പറയുന്നു, ഭൂമി നിങ്ങളുടെ ഉമ്മയാണ് എന്ന് പറഞ്ഞാൽ ഭൂമി ഒന്നും ആരോടും പറഞ്ഞിട്ടില്ല. ഇന്ന് കള്ളു കുടിച്ച ആളുകൾ നമ്മളില്ല, നമ്മുടെ കൂട്ടത്തിലുള്ള ആളുകൾ കള്ളു കുടിച്ചിട്ടുണ്ടെങ്കിൽ ആ കള്ളു കുടിച്ച വിവരം, പണ്ടാണെങ്കിൽ ചാരായം കുടിച്ചവൻ, കള്ളു കുടിച്ചവൻ 7 അയൽപക്കത്തൂടെ പോയാൽ മതി, അതിന്റെ നാറ്റം ലോകം മൊത്തം അടിക്കും. പക്ഷെ ഇപ്പൊ അതല്ല. ഇപ്പൊ പുതിയ പുതിയ സാധനങ്ങളൊക്കെ ഇറങ്ങിയിട്ടുണ്ടെന്നാണ് കുടിക്കുന്നവരും അതറിയുന്നവരും പറയുന്നത്. അതെന്ത് സാധനം എന്ന് ചോദിച്ചാൽ, നമ്മൾ അടുത്ത് വരുമ്പോൾ നമ്മൾ പറയും നല്ല പെർഫ്യൂമിന്റെ മണമല്ല, നല്ല മുല്ലപ്പൂവിന്റെ മണമാണല്ലോ എന്നൊക്കെ പറയും. സത്യത്തില് ഇത് വിവിധ ഇനം നിറക്കൂട്ടുകളുള്ള മനോഹരമായി അവർ കുടിക്കുന്ന മദ്യത്തിന്റെ മണങ്ങളാണ് ഇതൊക്കെ എന്നൊക്കെയാണ് പറയപ്പെടുന്നത്. അല്ലാഹു ആലം. ഞാൻ ഇനി പറഞ്ഞാൽ ചോദിക്കും, നിങ്ങൾ കുടിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഇപ്പൊ കുടിക്കുന്നതിന് തൊപ്പിയും ദാടിയൊന്നും ഒരു തടസ്സം ആകാത്തൊരു കാലത്താണ് നമ്മൾ ജീവിക്കുന്നതും, അല്ലേ? തെറ്റായിട്ട് തന്നെ നമ്മൾ ലോകത്തിന്റെ മുമ്പിൽ പറയുകയും വേണം. അത് മറച്ചു വെക്കാൻ നമുക്ക് കഴിയില്ല. അപ്പൊ ഏതായിരുന്നാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഉമ്മ നമ്മുടെ തെറ്റുകൾ വാപ്പയെ അറിയിക്കാതെ മറച്ചു വെക്കുന്നത് പോലെ ഭൂമി ഒരാളോട് നമ്മളെ പറ്റി പറയുന്നില്ല, ഒരാളോട് നമ്മളെ പറ്റി പറയുന്നില്ല. അതാണ് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്, തഹഫലൂ മിനൽ അർളി ഫഇന്നഹാ ഉമ്മക്കും. നിങ്ങളുടെ ഉമ്മയാണ് ഭൂമി, അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ഉമ്മയെ സൂക്ഷിക്കണേ. വഇന്നഹു ലൈസ മിൻ അഹദിൻ ആമിലിൻ അലൈഹാ ഖൈറൻ ഔ ശർറാ. ഏതൊരാളും നന്മയാകട്ടെ തിന്മയാകട്ടെ ചെയ്യുന്നുവോ ഇല്ലാ വഹിയ മുഖ്ബിറാ, അത് പിന്നീട് വിളിച്ചു പറയുന്നതാണ്, ഇപ്പൊ പറയൂല. അള്ളാന്റെ കോടതിയിൽ ചെല്ലുമ്പോ ഈ ഭൂമി ഓരോ തിന്മകളെ പറ്റിയിട്ടും വിളിച്ചു പറയുമെന്ന് അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ചെയ്യേണ്ടത് എന്തെന്നറിയോ? നേരത്തെ ഞാൻ പറഞ്ഞു, മലായിക്കത്തുകളെ സ്വാധീനിക്കാനുള്ള വഴി ഏതാണ്? അസർ സുബ്ഹി വഖ്തുകൾ വളരെ ജാഗ്രതയോടെ പെരുമാറുക. എന്നാൽ ഭൂമിയാകുന്ന രണ്ടാമത്തെ സാക്ഷിയെ സ്വാധീനിക്കേണ്ടത് എങ്ങനെയെന്നറിയോ? ഈ ഭൂമിയിൽ നമ്മൾ കഴിയുന്ന അമലുകൾ നമ്മൾ ചെയ്യുക. ഭൂമിയിൽ കഴിയുന്ന അമലുകൾ ചെയ്യുക.
വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്ന് നിസ്കരിക്കുക, വ്യത്യസ്തമായ സ്ഥലങ്ങളിൽ നിന്ന് ഓതുക. നമ്മൾ സാധാരണ വീട്ടില് നമ്മൾ നിസ്കരിക്കുന്ന മുസല്ല അല്ലെങ്കിൽ ഓതുന്ന ഖുർആനും നമ്മുടെ ചുമരുകൾ, പള്ളിയുടെ മറ്റ് വസ്തുക്കൾ, ഇതെല്ലാം നാളെ പരലോകത്ത് സാക്ഷിയാവുന്നല്ലേ? അപ്പൊ നമ്മളെ മുന്നിൽ അള്ളാഹുവിന്റെ കോർട്ടില് ഈ ഭൂമി ലോകത്തുള്ള സകല വസ്തുക്കളും ഭൂമിയോട് ബന്ധപ്പെട്ട് കിടക്കുന്ന മറ്റു വസ്തുക്കൾ മുഴുവനും അനുകൂലമായി സാക്ഷി നിൽക്കുന്നതിന് വേണ്ടി അമലുകൾ ചെയ്യണം. നമ്മുടെ യാത്രകളിലേക്ക് ഉണ്ടാകുന്ന ഒരു നേട്ടം എന്ന് പറഞ്ഞാൽ അൽഹംദുലില്ലാ, കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള എല്ലാ പള്ളികളിലും, ഒട്ടുമിക്ക പള്ളികളിലും നമസ്കരിക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുണ്ട്. ഓരോ യാത്രകളില് ആ യാത്ര പോകുന്ന സമയത്ത് ബാങ്കിന്റെ ടൈം ആകുമ്പോൾ നമ്മൾ ഇറങ്ങി നമസ്കരിക്കുമ്പോൾ ആ പള്ളികളിൽ നാളെ ആ പള്ളികൾ നമുക്ക് സാക്ഷിയാണ്. സ്ഥിരമായി നിസ്കരിക്കുന്ന പള്ളികൾ മാത്രമല്ല. അതുകൊണ്ട് ആദ്യം പറഞ്ഞത്, മഹാന്മാരൊക്കെ ഫുഖഹാക്കൾ പഠിപ്പിച്ചത്, ഒരു നിസ്കാരം കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് മാറി നിന്നിട്ട് നിസ്കരിക്കണം. അപ്പുറത്തോട്ട് മാറി നിന്ന സുന്നത്ത് നിസ്കരിക്കേണ്ടത്. ഒരു ചെറിയ വ്യത്യാസം, എല്ലാ റബ്ബിന്റെ മുമ്പിൽ സാക്ഷി നിൽക്കും. നമ്മൾ ചൊല്ലുന്ന ഉറക്കെ നമ്മൾ ചെല്ലുന്ന തക്ബീറുകൾ, ഇതിനൊക്കെ ഈ മരങ്ങൾ സാക്ഷിയാണ്. അള്ളാഹു നമ്മളെ പരലോകത്ത് സാക്ഷികൾ, അനുകൂലമായി അമലുകൾക്ക് സാക്ഷി നിൽക്കുന്ന ഭൂമിയോട് ബന്ധപ്പെട്ട വസ്തുക്കളെയും അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മറക്കരുത്, ഒന്ന് മലായിക്കത്ത് സ്വാധീനിക്കാനുള്ളത് എങ്ങനെയാ? അസർ സുബഹി അവരുടെ ആ പോക്കുവരവിന്റെ സമയമാണ്. ആ സമയത്ത് കൃത്യമായി നമ്മൾ ഇബാദത്തുകൾ ചെയ്യുക. ആ രണ്ട് സമയം വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. എന്താണെന്നറിയോ? ഈ രണ്ട് സമയത്തും നിസ്കാരം കഴിഞ്ഞാൽ സുന്നത്ത് നിസ്കാരം ഇല്ല. അസറിന് ശേഷം സുന്നത്ത് നിസ്കാരം ഇല്ല, സുബഹിക്ക് ശേഷം സുന്നത്ത് നമസ്കാരം ഇല്ല. ആ രണ്ട് വഖത്ത് സമയം മലായിക്കത്തിന്റെ ഷിഫ്റ്റ് നടക്കുകയാണ്. മലായിക്കത്തിന്റെ മലക്കുകളുടെ ചേഞ്ചിങ് നടക്കുകയാണ്. അള്ളാഹു മനസ്സിലാക്കാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഇനി മൂന്നാമത്തെ കാര്യം ഞാൻ ചുരുക്കി പറയാണ്. രണ്ടാമത്തേത് ഭൂമി. അതുകൊണ്ട് പരമാവധി എവിടെയൊക്കെ നിന്ന് തസ്ബീഹ് എല്ലാം പറ്റുമോ, എവിടെയൊക്കെ നിന്ന് നമുക്ക് ഇബാദത്ത് എടുക്കാൻ പറ്റുമോ, എവിടെയൊക്കെ നിന്ന് നമുക്ക് അമലുകൾ ചെയ്യാൻ പറ്റുമോ, അതൊക്കെ ചെയ്യുക. അത്രയും സ്ഥലം നാളെ റബ്ബിന്റെ കോടതിയിൽ നമുക്ക് സാക്ഷി നിൽക്കും. അള്ളാഹു തൗഫീഖ് തരട്ടെ. ഇനി മൂന്നാമത്തേത്, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഓരോ സമയങ്ങളാണ്. ആദരവായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, സമയം അല്ലാഹുവിന്റെ കോടതിയിൽ സാക്ഷി നിൽക്കുന്നത് എങ്ങനെയെന്നറിയോ? യുനാദി കുല്ലയോ, ഓരോ ദിവസവും വിളിച്ചു പറയുകയാണ്, അനയൗമുൻ ജദീദ്, ഞാനൊരു ന്യൂ ഡേ ആണ്, പുതിയ ദിവസമാണ്, ഞാനൊരു പുതിയ ദിവസമാണ്. പുതുവർഷ പുലരി എന്നാണ് ഡിസംബർ മാസം 31 എന്നാര് കരുതി പോകരുത്. അത് കലണ്ടറിൽ ഉണ്ടായതാണ്. പ്രിയപ്പെട്ടവരെ, ഓരോ ദിവസവും നമുക്ക് പുതുവർഷം തന്നെയാണ്. ഇന്നെന്താണ്? വ്യാഴാഴ്ച ദിവസമാണ്, വെള്ളിയാഴ്ച രാവാണ്. ഈ വ്യാഴാഴ്ച ദിവസം നമുക്ക് നഷ്ടപ്പെട്ടു പോയെങ്കിൽ ഇനി നമ്മൾ കരുതും അടുത്ത വ്യാഴാഴ്ച നമുക്ക് ചെയ്യാ. അല്ല, അടുത്ത വ്യാഴാഴ്ച വരുന്നത് പുതിയ ദിവസമാണ്. കാരണം ഓരോ ദിവസങ്ങൾ കഴിയുമ്പോ ആ ദിവസം അല്ലാഹുവിന്റെ കോടതിയിലാണ് സ്ഥിരപ്പെടുന്നത്. കഴിഞ്ഞ റമളാനിൽ നിന്നാകാ കഴിഞ്ഞില്ല എന്നാൽ നമ്മൾ പറയുന്നു വരട്ടെ, റമളാനിൽ നിന്നാകാ. അല്ല, കഴിഞ്ഞ റമളാന് പോയി, ആ റമളാൻ ഇനി വരൂല, ജീവിതത്തിൽ മടങ്ങി വരൂല. ആ റമളാൻ അല്ലാഹുവിന്റെ അടുക്കൽ സ്ഥിരപ്പെട്ടിരിക്കുകയാണ്. പിന്നെ വരുന്ന റമളാൻ പുതിയ റമളാനാണ്. ഒരു വെള്ളിയാഴ്ച നഷ്ടപ്പെട്ടു പോയാൽ അടുത്ത വെള്ളിയാഴ്ച നന്നാകാമെന്ന് ചിന്തിക്കുന്നവരെ, ആ വെള്ളിയാഴ്ച മറ്റൊരു വെള്ളിയാഴ്ചയാണ്. കഴിഞ്ഞ വെള്ളിയാഴ്ച പടച്ചവന്റെ കോടതിയിൽ സ്ഥിരപ്പെട്ടിരിക്കുകയാ. അതാണ് റസൂല് പറഞ്ഞത്, ഇന്നി യൗമുൻ ജദീദ്, അന യൗമുൻ ജദീദ്, ഞാനൊരു പുതിയ ദിവസമാണ്. വഅന അലാ മാ തഅമലു ഫിയ ഷഹീദ്, എന്നിൽ നീ എന്തൊക്കെ ചെയ്തോ ഞാനതിന് സാക്ഷിയാണ്. സഹോദരങ്ങളെ, റസൂലുള്ള പഠിപ്പിക്കുകയാണ് മൂന്നാമത്തെ സാക്ഷി ഏതെന്നറിയോ? അല്ലാഹുവിന്റെ കോടതിയിൽ ഓരോ ദിവസവും എന്ന് പറയുകയാ. ഒരു ദിവസം ശനിയാഴ്ച ദിവസം നമ്മൾ കള്ള് കുടിച്ചെന്നിരിക്കട്ടെ, ആ ദിവസം അല്ലാഹുവിന്റെ അടുക്കൽ വന്നിട്ട് പറയാണ്, പടച്ച റബ്ബേ, ഞാൻ അവന്റെ അടുക്കലേക്ക് പോയപ്പോൾ കള്ളു കുടിച്ചു അവന്. നമ്മൾ ചിന്തിക്കുമെന്ന പിറ്റേ ശനിയാഴ്ച വരുമല്ലോ, ആ ശനിയാഴ്ച നാളെ റബ്ബിന്റെ കോടതിയിൽ അനുകൂലമാകുമെന്ന് ശരിയാ. പക്ഷെ ഒന്നറിയണം, ആ ശനിയാഴ്ച അല്ല, ഈ ശനിയാഴ്ച
രണ്ടും വേറെയാണ്. അതാണ് ഹബീബ് പറഞ്ഞത്. യുനാദി കുല്ലയവും, ഓരോ ദിവസവും വിളിച്ചു പറയുകയാണ്, അനയൗമുൻ ജദീദ്, ഞാൻ പുതിയ ദിവസമാണ്. വഅന അലാ മാ തഅമലു ഫിയ ഷഹീദ്, നീ എന്താണോ എന്നിൽ ചെയ്യുന്നത് അതെല്ലാം വളരെ കൃത്യമായി ഞാൻ സാക്ഷി നിൽക്കുന്നതാ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഒരു ദിവസം പോലും മുടക്കമാക്കരുത്, ഒരു ദിവസം പോലും നഷ്ടപ്പെടുത്തരുത്. ഓരോ ദിവസത്തിനും അല്ലാഹു ഓരോ പ്രത്യേകത കൊടുത്തിട്ടുണ്ടല്ലോ. സഹോദരങ്ങളെ, ശനിയാഴ്ച ദിവസമാണ് ഭൂമി അല്ലാഹു പടച്ചത്. ചിന്തിക്കണേ, ഞായറാഴ്ച ദിവസത്തിലാണ് അല്ലാഹു തമ്പുരാൻ ഈ ഭൂമിയിൽ ആവശ്യമായ മരങ്ങൾ നട്ടുപിടിപ്പിച്ചത്. തിങ്കളാഴ്ച ദിവസം അല്ലാഹു തആല സൃഷ്ടിച്ച പല സൃഷ്ടികളുണ്ട്. ചൊവ്വാഴ്ചയാണ് അല്ലാഹു തആല സകല വൃത്തികേടുകളെയും അല്ലാഹു പടച്ചത്. വെറുക്കപ്പെട്ട എല്ലാ വസ്തുക്കളെയും പടച്ചത് ചൊവ്വാഴ്ചയാ. തിങ്കളാഴ്ചയാണ് മൃഗങ്ങളെ അല്ലാഹു പടച്ചത്. മൃഗങ്ങളെ അല്ലാഹു പടച്ചത് തിങ്കളാഴ്ചയാ. ശനിയാഴ്ച ഭൂമിയെ പടച്ച അല്ലാ, ഞായറാഴ്ച അതിനാവശ്യമായ മരങ്ങളെ നട്ടുപിടിപ്പിച്ച അല്ലാ, തിങ്കളാഴ്ച മൃഗങ്ങളെ പടച്ച അല്ലാ, ചൊവ്വാഴ്ച വെറുക്കപ്പെട്ട എല്ലാ വസ്തുക്കളെയും പടച്ചെങ്കില് ബുധനാഴ്ച അല്ലാഹു പടച്ചത് എന്തെന്നറിയോ? പ്രകാശത്തെയാ. അല്ലാഹു ബുധനാഴ്ച പ്രകാശത്തെ സൃഷ്ടിച്ചിരിക്കുകയാ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വ്യാഴാഴ്ച അല്ലാഹു മറ്റ് ജീവജാലങ്ങളെ പടയ്ക്കുകയാ. വെള്ളിയാഴ്ച അല്ലാഹു മനുഷ്യനെ പടയ്ക്കുകയാ. ഓരോ ദിവസത്തിനും ഓരോ പ്രത്യേകത തന്നെയാ ഉള്ളത്. എല്ലാ ദിവസങ്ങളും ഒരുപോലെയല്ല, എല്ലാ രാത്രിയും ഒരുപോലെയല്ല. ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി ഏതാണ്? വമാ അദ്റാക മാ ലൈലത്തുൽ ഖദ്ർ, ലൈലത്തുൽ ഖദ്രി ഖൈറും മിൻ അൽഫി ശഹ്ർ, 1000 മാസങ്ങളെക്കാൾ ശ്രേഷ്ഠമായ ലൈലത്തുൽ ഖദ്ർ, അതാണ് ഏറ്റവും ശ്രേഷ്ഠമായ രാത്രി. എല്ലാ രാത്രികളും ഒരുപോലെയല്ല. ശഅബാൻ മാസത്തിന്റെ 15ാമത്തെ രാത്രിയുണ്ടല്ലോ, ഹബീബിന്റെ പ്രിയപ്പെട്ട ഭാര്യ സയ്യിദത്തുനാ ബീവി ആയിഷ റളിയല്ലാഹു അൻഹ തന്റെ കിടക്കയിൽ റസൂലുള്ളാഹിനെ കാണുന്നില്ല. ഇന്ന് എന്റെ കിടക്കയിൽ എന്റെ പ്രവാചകനില്ലെങ്കിൽ തൊട്ടടുത്ത പള്ളിയിൽ കാണുമെന്നറിയാ. ആയിഷ ബീവി എഴുന്നേറ്റ് പള്ളിയിൽ നോക്കുമ്പോ അവിടെ കാണുന്നില്ല. ഒരു പെണ്ണിന്റെ ഹൃദയത്തിന്റെ വേദന അറിയുമല്ലോ, ഒരു സ്ത്രീയുടെ നെഞ്ചിടിപ്പിന്റെ വേഗത അറിയുമല്ലോ. അവരുടെ മനസ്സ് പതറാ തുടങ്ങി. അള്ളാഹുവിന്റെ റസൂൽ ഏതെങ്കിലും ഭാര്യമാരുടെ വീട്ടിലുണ്ടാകുമോ എന്ന് ഓരോ ഭാര്യമാരുടെ വീട്ടിലും ചെന്ന് കതകിനെ മുട്ടി. അവര് പറഞ്ഞു, ഇല്ല ആയിഷ, ഇവിടെ ഇല്ല. അവർക്കാകെ വെപ്രാളമായി, സംഭീതയായി, പരിഭ്രമചിത്തയായി, അവര് വിഷാദ വിഷണ്ണയായി, വ്യാകുല വിഹ്വലയായി അവര് ഓടുകയാണ്. എവിടെയാണ് എന്റെ റസൂൽ അപകടത്തിൽ പെട്ടുവോ? നോക്കുമ്പോൾ ജന്നത്തുൽ ബഖീന്റെ ഭാഗത്തൊരു വെളിച്ചം കാണുകയാ. ഏത് വെളിച്ചമാണ്? അല്ലാഹുവിന്റെ റസൂലിന്റെ നെറ്റിത്തടത്തിൽ നിന്ന് അടിച്ചു വീശുന്ന വെട്ടമുണ്ടല്ലോ, ആ നൂറ്, ആ പ്രകാശമുണ്ടല്ലോ. ഇന്ന ബൈതന അന്ത സാകിനുഹു ലൈസ മുഹ്താജൻ ഇല സുറുജി. എന്താ വെറുതെ വന്നിരുന്ന് പാടുന്നത് കേൾക്കുമ്പോ, അത് പറയുന്നത് കേൾക്കുമ്പോ ദൂരെ മാറി നിന്നെന്തായി പറയുന്നത് എന്ന് ചിന്തിച്ചാലേ പോര ചെറുപ്പക്കാരാ. ഇന്ന ബൈതൻ അന്ത സാകിനുഹു, നബിയെ അങ്ങ് താമസിക്കുന്ന വീട്, ലൈസ മുഹ്താജൻ ഇല സുറുജി, ഒരു വിളക്കിന്റെ ആവശ്യം ആ വീട്ടിലില്ല. ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹാ ഒരു ദിവസം തച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്റെ നൂലിലേക്ക് സൂചി കുരുക്കാൻ നേരത്ത് സൂചി തെറിച്ചു പോവുകയാ. ആ സൂചി കണ്ടുപിടിക്കാൻ ഇന്നത്തെ പോലെ വിദ്യുച്ഛക്തിയുടെ പ്രവാഹമില്ലല്ലോ. ഇന്നത്തെ പോലെ ഹാലജന്റെ പ്രകാശത്തിന്റെ ആ ഒരു പ്രകാശത്തിന്റെ പ്രോജ്വലതയില്ലല്ലോ. കുറ്റിരിട്ടാണ്. എണ്ണ വിളക്ക് കത്തിച്ച് വീട്ടിനകത്ത് വെക്കുകയാ. ആ സമയത്ത് തപ്പിത്തടഞ്ഞു നോക്കി സൂചി കാണുന്നില്ല. അതാ കടന്നു വരുന്നു ലോകത്തിന്റെ മുത്തേ, പ്രകാശ ഗോപുരമേ, നബി മുഹമ്മദ് മുസ്തഫ കടന്നു വന്നപ്പോൾ അവിടുത്തെ നെറ്റിത്തടപ്പിൽ നിന്നും അടിച്ചു വീശുന്ന പ്രകാശത്തിന്റെ പ്രോജ്വലമായ പ്രഭാകിരണങ്ങൾ കൊണ്ട് സൂചി പോലും നോക്കിയെടുക്കാൻ പറ്റിയെന്ന് ആയിഷ ബീവി പറഞ്ഞല്ലോ. ആ പ്രകാശം ബഖീന്റെ ഭാഗത്ത് നിന്ന് വരികയാ. അല്ലാഹുവിന്റെ റസൂല് ബഖീന്റെ ഭാഗത്തുണ്ടെന്ന് മനസ്സിലാക്കിയിട്ട് ആയിഷ ബീവി ഓടുകയാ. ഓടി ചെന്നിട്ട് റസൂലുള്ളാഹിനെ വാരി പുണരുകയാ. നബിയേ, നിങ്ങൾ എന്താ പറയാ
പറയാതെ പോയത്. ആയിഷ ബീവിയോട് തങ്ങൾ ചോദിച്ചു, നീ പേടിച്ചു പോയോ? ആയിഷ ബീവി കിട്ടിയ സന്തോഷം, നഷ്ടപ്പെട്ടു പോയ സങ്കടം, ഇതിന്റെ എല്ലാത്തിന്റെയും വികാരത്തിന്റെ സംഗമവേദികയായിക്കൊണ്ട് ആയിഷ ബീവി ചോദിച്ചതെന്തെന്നറിയോ? ഒരു കമന്റ് ആയിരുന്നു. ഒന്നിലധികം ഭാര്യമാരുള്ള ഒരു ഭർത്താവിനെ പിന്നെ പേടിക്കാതിരിക്കുവോ? ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ പറഞ്ഞ വാക്കതാ. അവിടെ റസൂല് പറയുകയാണ്, ആയിഷ ഇന്നത്തെ രാത്രി അറിയോ, കൽബ് ഗോത്രത്തിന്റെ ആട്ടിൻപറ്റങ്ങളുടെ രോമകൂപങ്ങളെക്കാൾ അള്ളാഹു അടിമകൾക്ക് പാപം പുറത്തു കൊടുക്കുന്ന രാത്രിയാ. കൽബ് ഗോത്രം എന്ന് പറയുന്നത് ധാരാളം ആടുകളെ വളർത്തുന്ന കൗമാണ്. അവരുടെ ആടുകൾക്ക് മറ്റ് കൗമിനില്ലാത്തൊരു പ്രത്യേകതയുണ്ട്, രോമം കൂടുതലാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, കൽബ് ഗോത്രത്തിന്റെ ആട്ടിൻപറ്റങ്ങളുടെ രോമങ്ങളെക്കാൾ പാപം ചെയ്താൽ ഇന്നത്തെ രാത്രി അല്ലാഹ് പുറത്തു കൊടുക്കുന്ന രാവല്ലയോ ആയിഷ? ആ രാവേതാണ്? ബറാത്തിന്റെ രാവാ. സഹോദരങ്ങളെ, എല്ലാ രാത്രികളും ഒരുപോലെയല്ല. ഞാൻ ചോദിക്കട്ടെ, എല്ലാ പകലുകളും ഒരുപോലെയാണോ? ഏറ്റവും ശ്രേഷ്ഠമായ പകലേതാണ്? യൗമ അറഫ. അറഫ ദിവസത്തിന്റെ പകലല്ലേ? 45 ലക്ഷം ആളുകളാണ് ഈ വർഷത്തെ ഹജ്ജിന് വേണ്ടി അറഫയിൽ ഒരുമിച്ച് കൂടിയത്. അറഫാത്തിന്റെ ഏതോ ഒരു ഭാഗത്ത്, ഒരു ടെന്റിന്റെ ഓരത്ത് 45 ലക്ഷം ഹാജിമാരുടെ കൂട്ടത്തിൽ ഈ കഴിഞ്ഞ വർഷം ഈ വിനീതനും ഒരു ചെറിയ സ്ഥലം കിട്ടിയിട്ടുണ്ട്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 45 ലക്ഷം ഹാജിമാർ ഒരുമിച്ച് കൂടുന്ന സംഗമഭൂമി, ആ പരിശുദ്ധമായ അറഫാ ദിവസത്തിന്റെ പകലുണ്ടല്ലോ, അത് ശ്രേഷ്ഠമായ പകലാ. എല്ലാ സായാഹ്നവും ഒരുപോലെയാണോ? എല്ലാ വൈകുന്നേരവും ഒരുപോലെയാണോ? എല്ലാ മധ്യാഹ്നവും ഒരുപോലെയാണോ? എല്ലാ സുപ്രഭാതവും ഒരുപോലെയാണോ? അല്ല. എല്ലാ പള്ളികളും ഒരുപോലെയാണോ? അല്ല. എല്ലാ മനുഷ്യരും ഒരുപോലെയാണോ? അല്ല. എല്ലാ സ്ത്രീകളും ഒരുപോലെയാണോ? അല്ല. എല്ലാത്തിനും വ്യത്യസ്തതയുണ്ട്. അതുകൊണ്ട് സമയം പല രീതിയിൽ നമ്മുടെ മുന്നിൽ വരും. നിങ്ങൾ നോക്കിയേ, ഏറ്റവും ശ്രേഷ്ഠമായ അമലുകൾ ചില സന്ദർഭങ്ങളിൽ നിസ്കാരത്തെക്കാൾ പുണ്യമുള്ളതായിരിക്കും. ശ്രദ്ധിച്ച് കേട്ടോ. നമ്മൾ പള്ളിയിൽ ഇഅ്തികാഫ് തസ്ബീഹും തഹ്ലീലുമായിട്ട് ഇങ്ങനെ ഇരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠത ചില സമയങ്ങളിൽ ഔട്ടിൽ, പള്ളിയുടെ പുറത്ത് നിന്ന് നമുക്ക് കിട്ടും. പള്ളിക്കകത്ത് ഇരിക്കുന്നവനാണോ പള്ളിയുടെ പുറത്ത് നിൽക്കുന്നവനാണോ ശ്രേഷ്ഠത കൂടുതലെന്നൊരാൾ ചോദിച്ചാൽ ഒറ്റ മറുപടി കൊടുക്കാൻ പറ്റൂലെന്നായി പറയുന്നേ. ചിലപ്പോ പള്ളിക്കകത്തിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠത പുറത്ത് നിൽക്കുന്നതിനുണ്ടാവും. അതെങ്ങനെയാ? മസ്ജിദുൻ നബവിക്കകത്തിരിക്കുന്ന മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുയുടെ അടുത്ത് വന്നിട്ട് ഒരാള് പറഞ്ഞു, ഞാൻ ആകെ സങ്കടത്തിലാണ്, ഞാൻ ഒരാൾക്ക് കുറച്ച് പൈസ കൊടുക്കാനുണ്ട്, കടം വാങ്ങിയതാണ്, ഇപ്പൊ എന്റെ കയ്യിലില്ല, അവധി 2-3 ആഴ്ച കൂടി വാങ്ങിയാൽ കൊള്ളാമായിരുന്നു, പക്ഷെ ഞാൻ ചോദിച്ചാൽ അദ്ദേഹം അവധി തരൂല, നിങ്ങൾ പറഞ്ഞാൽ കിട്ടാൻ സാധ്യതയുണ്ട്. ഇഅ്തികാഫിരിക്കുന്ന ഇബ്നു അബ്ബാസ് തങ്ങൾ എവിടെയാ? മസ്ജിദുൻ നബവി. എഴുന്നേറ്റു അദ്ദേഹം, പുറത്തിറങ്ങി ചെരുപ്പ് ധരിച്ച് നടക്കാൻ ഒരുങ്ങിയപ്പോൾ അദ്ദേഹം ഒരു കാര്യം അങ്ങോട്ട് ഉണർത്തുകയാണ്. എന്താണെന്നറിയോ? അങ്ങ് ഇഅ്തികാഫിലല്ലായിരുന്നോ? ഞാനായിട്ട് അങ്ങയുടെ പുണ്യം കളഞ്ഞു എന്ന് തോന്നുന്നുണ്ടോ? ആ സമയത്ത് ഇബ്നു അബ്ബാസ് തങ്ങള് തിരു റൗളാ ഷരീഫിലേക്ക് ചൂണ്ടിക്കിട്ട് പറഞ്ഞു, ദാ ഈ കിടക്കുന്ന എന്റെ നായകൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് കരയാൻ തുടങ്ങി. ഹദീസിൽ കാണാം, ആ കാലത്ത്, ആ അടുത്ത സമയത്ത് റസൂലുള്ളാഹിയുടെ വഫാത്ത്, അതുകൊണ്ടാണ് കരഞ്ഞുപോയത്. എന്നിട്ട് പറഞ്ഞു, ആ പ്രവാചകൻ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ഒരാളുടെ ഏതെങ്കിലും ഒരു വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയിട്ട് നമ്മൾ പോകുന്നൊരു സമയം, ആ സമയം ഒരാൾക്ക് എന്തെങ്കിലും ഒരു കാര്യം നേടാൻ, ചിലപ്പോൾ നമ്മൾ ചെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ കുറച്ച് കടം മാറി കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ചെന്ന് ഒന്ന് സംസാരിച്ചാൽ അദ്ദേഹത്തിന് ഒരു വീട് കിട്ടും, അല്ലെങ്കിൽ നമ്മൾ ചെന്ന് എന്തെങ്കിലും ഒരു വാക്ക് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ മകളുടെ കല്യാണം നടക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ
ഒരാളുടെ ഏതെങ്കിലും ആവശ്യ പൂർത്തീകരണത്തിന് വേണ്ടി ഇറങ്ങിപ്പോകുന്ന ഒരു മനുഷ്യൻ ഈ മസ്ജിദ് നബവിയിൽ ഇഅ്തികാഫിരിക്കുന്നതിനേക്കാൾ ശ്രേഷ്ഠതയാണ്, എത്രയോ വർഷത്തെ ഇഅ്തികാഫിനേക്കാൾ പുണ്യമാണ് പുറത്തേക്ക് പോയി ഒരു സഹോദരന്റെ ഒരു വിഷയത്തിൽ ഇടപെടുന്നത് എന്ന് എന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് ഇബ്നു അബ്ബാസ് തങ്ങൾ കരഞ്ഞുവെന്നാണ്. നമ്മൾ വെളിയിലേക്ക് പോയി ഒരാൾക്ക് നമ്മളൊരു ഒപ്പിട്ട് കൊടുത്താൽ, അല്ലെങ്കിൽ ഒരു MP MLA വന്നു നമ്മളൊന്ന് സംസാരിച്ചാൽ അയാൾക്കൊരു വീട് കിട്ടും, അല്ലെങ്കിൽ ഒരു വഴി കിട്ടും, അല്ലെങ്കിൽ അയാൾക്ക് ചികിത്സയ്ക്ക് കുറച്ച് കാശ് കിട്ടുമെങ്കിൽ നമ്മൾ പള്ളിക്കകത്ത് ഇബാദത്ത് എടുത്തോണ്ടിരിക്കലല്ല ശ്രേഷ്ഠത, മറിച്ച് ആ കാര്യത്തിന് വേണ്ടി നമ്മൾ പ്രവർത്തിക്കലാണ്. ഞാൻ പറഞ്ഞു വന്നത്, സമയം, കാലം, ദിവസങ്ങൾ, മണിക്കൂറുകൾ, മിനിറ്റുകൾ വ്യത്യസ്തമാണ്. പല രീതിയിലാണ് നമ്മുടെ മുന്നിലേക്ക് വരിക. ആ സമയത്ത് നമ്മൾ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ നാളെ റബ്ബിന്റെ മുമ്പിൽ സാക്ഷിയാണ്. അതുകൊണ്ട് ഏതാണ് ഏറ്റവും ശ്രേഷ്ഠമായ അമല് എന്ന് ഒരിക്കലും പറയാൻ സാധ്യമല്ല. അതുകൊണ്ടാണ് അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു, അയ്യുൽ അഅ്മാലി ഖൈറുൻ യാ റസൂലല്ലാഹ്, ഏറ്റവും ശ്രേഷ്ഠമായ അമൽ ഏതാണ്? അള്ളാന്റെ റസൂല് പറഞ്ഞു, സുറൂറുൻ തുദ്ഖിലുഹു അലാ കുല്ലി മുസ്ലിം, ഒരു മുസ്ലിമിന് നീ കൊടുക്കുന്ന സന്തോഷമാണ്. എന്നാ വേറൊരു സമയത്ത് പറഞ്ഞ എന്താ? ഏറ്റവും ശ്രേഷ്ഠമായ അമല് അസ്സലാത്തു ലിവഖ്തിഹ, കൃത്യസമയത്ത് നിസ്കരിക്കലാണ്. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണ്? സന്ദർഭം നോക്കിയിട്ട് നമ്മൾ പ്രവർത്തിക്കേണ്ടവരാണ്. ഇപ്പൊ ഈ സമയത്ത് എന്താണ്? ഞാൻ ചോദിക്കട്ടെ, ഖുർആൻ ഓതുന്നത് പുണ്യമുള്ള കാര്യമല്ലേ? 2 റക്അത്ത് നിസ്കരിക്കുന്നത് പുണ്യമുള്ള കാര്യമല്ലേ? ഞാൻ നിങ്ങളവിടെ ഇരുത്തിയിട്ട് ഞാൻ പള്ളിക്കകത്ത് കയറി നിസ്കരിച്ചുകൊണ്ട് നിന്നാൽ അത് തെറ്റാണെന്ന് ആരെങ്കിലും പറയോ? അല്ല. പക്ഷെ ഈ സമയത്ത് വേണ്ടത് എന്താ? നിങ്ങളുടെ മുന്നിലും പ്രസംഗിക്കലാണ്. നിങ്ങൾ ഇത്രയും പേര് ആൾക്കാരെ അവിടെ വിളിച്ചു കൂട്ടിയിട്ട് ഞാൻ പള്ളിക്കകത്ത് ഒരു കാര്യത്തിനും ആ ഖുർആൻ പിടിച്ചെറിയാനോ അല്ലെങ്കിൽ ഖുർആൻ മടക്കി വെച്ചിട്ട് വാ എന്ന് പറയാനോ കഴിയില്ല. കാരണം ഖുർആൻ ഷരീഫിനോട് നമുക്ക് അത്രയും ആദരവുണ്ട്. പക്ഷെ ഇപ്പൊ വേണ്ടത് എന്താ? ഖുർആൻ എടുത്ത് ഓതലല്ല, ഇപ്പൊ വേണ്ടത് നിസ്കരിക്കലല്ല, ഇപ്പൊ വേണ്ടത് എന്താ? നിങ്ങൾക്ക് ഇൽമ് പങ്കുവെക്കല. ഞാൻ പഠിച്ച നിങ്ങൾക്ക് പറഞ്ഞു തരലാണ്. ഓരോ സമയത്ത് ഓരോ വ്യത്യസ്തമായ അമലുകളുണ്ട്. അതുകൊണ്ട് ആ അമലുകളെ നമ്മൾ ചെയ്യുക. കാരണം എന്തെന്നറിയോ? യുനാദി കുല്ല യൗമിൻ അന യൗമുൻ ജദീദ്, ഓരോ ദിവസവും വിളിച്ചു പറയുകയാണ്, ഞാൻ പുതിയ പുതിയ ദിവസമാണ്. വഅന അലാ മാ തഅമലു ഫിയ ഷഹീദ്, നീ എന്താണോ എന്നിൽ ചെയ്യുന്നത് കൃത്യമായി അത് ഞാൻ നാളെ റബ്ബിന്റെ കോടതിയിൽ സാക്ഷി പറയുന്നതാ. സഹോദരങ്ങളെ, മൂന്നാമത്തെ സാക്ഷി അതാണ്. അതുകൊണ്ട് അതിന് നമ്മൾ സാക്ഷിയെ സ്വാധീനിക്കേണ്ടത് എങ്ങനെയാണ്? ഏത് സമയമാണോ ആ സമയത്ത് എന്താണോ അത് ചെയ്യുക. പള്ളിയിലേക്ക് വരും, വേറെ ഒന്നും വേണ്ട. വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എന്തെല്ലാം ചെയ്യാം, എന്തെല്ലാം അമലുകൾ ചെയ്യാം. നടന്നു വരുന്ന വഴിയിൽ ഒരാളെ കണ്ടു, അയാളുടെ മുഖത്ത് നോക്കിയിട്ട് ഒന്ന് പുഞ്ചിരിച്ചാൽ മതി, സ്വതക്കയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സ്വലാത്തിൽ, അള്ളാന്റെ ഹബീബ് നബി മുഹമ്മദ് മുസ്തഫ. സ്വലാത്ത് അല്ലാത്തവൻ ഏറ്റവും വലിയ ലുബ്ധനാണ്. അപ്പൊ നമ്മൾ പറയും, ഉസ്താദെ അത് പിന്നെ അങ്ങനെ ലുബ്ധനാവും? റിഫായി ഷെയ്ഖിന്റെ ആണ്ടിന് വേണ്ടിയിട്ട് ഞാൻ 2 ആടും 4 ചാക്ക് അരിയാ കൊടുത്തത്, അതങ്ങ് പള്ളി പറഞ്ഞാൽ മതി. അഷ്റഫുൽ ഖൽക്കിന്റെ പേര് കേൾക്കുമ്പോൾ സ്വലാത്ത് അല്ലാത്തവന്റെ പേര് ബഖീൽ എന്ന് തന്നെയാ. അതുകൊണ്ട് നമ്മൾ ലുബ്ധന്മാരാകരുത്. ആ 2 ആട് കൊടുക്കണത് 1 ആട് കൊടുത്താൽ മതി, അല്ലെങ്കിൽ 2 കോഴി കൊടുത്താലും മതി. അത് ലുബ്ധൻ എന്ന് പറയില്ല. അവന്റെ സാമ്പത്തിക ഇല്ല എന്ന് തോന്നുന്നു എന്നേ സംഘാടകർ പറയുള്ളൂ, അല്ലാതെ പരമലുബ്ധൻ എന്ന് പറയില്ല. പക്ഷെ സ്വലാത്ത് ഇല്ലാത്തവനെ അഷ്റഫുൽ ഖൽക്ക പറഞ്ഞത് ബഖീൽ എന്ന്. അപ്പൊ പിന്നെ തിരുത്തി പറയാൻ വേറെ ആരും ലോകത്തില്ല. സഹോദരങ്ങളെ, അതുകൊണ്ട് ഏതൊരു കാര്യം നമ്മൾ ചെയ്യുന്ന ആ സമയത്ത് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോ നിങ്ങളുടെ അടുത്ത് ഒരാൾ ചോദിക്കാൻ എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചു, എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചു, നമുക്ക് കഴിയുമെങ്കിൽ കൊടുക്കുക. കയ്യിലൊന്നുമില്ല, നമ്മളെന്താ പറയേണ്ടത്? നമ്മളെന്താ? ഡയോജനിസ് നടന്നു വരുന്ന വഴിയിൽ ഒരു ഭിക്ഷക്കാരൻ ഭിക്ഷാടനം നടത്തി ജീവിക്കുന്ന ഒരു മനുഷ്യൻ നഗരമധ്യത്തിൽ കൈനീട്ടിയിരിക്കാൻ. അയാളുടെ മുന്നിലേക്ക് ഓരോരുത്തർ വരുന്നു, നാണയത്തുട്ടുകൾ എറിഞ്ഞു കൊടുക്കുന്നു, അവർ നടന്നു പോകുന്നു, അയാളെടുത്ത് സൂക്ഷിച്ചു വെക്കുന്നു. ഡയോജനിസ് വന്നു. ആ സമയത്ത് അദ്ദേഹത്തിന്റെ മുമ്പിൽ കൈനീട്ടിയപ്പോൾ പോക്കറ്റിൽ തപ്പിത്തടഞ്ഞിട്ട് പറഞ്ഞു, കയ്യിലൊന്നും ഇല്ലല്ലോ സഹോദര എന്ന് പറഞ്ഞു. അയാൾ തന്റെ കയ്യിലിരുന്ന ഭിക്ഷാപാത്രം അടിവാരത്തൊഴുകുന്ന അരുവിയിലേക്ക് വലിച്ചെറിഞ്ഞു. എന്നിട്ട് ഭിക്ഷക്കാരൻ ചാടി എണീറ്റു. അയാൾ പറഞ്ഞു, ഞാൻ ഇനി അവസാനിപ്പിച്ചു എന്റെ ഭിക്ഷാടനം, ഞാൻ എന്റെ ഭിക്ഷാടനം അവസാനിപ്പിച്ചു. എന്താ കാര്യം ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു,
എനിക്കൊരു പുരുഷായുസ് ജീവിക്കാനുള്ളത് കിട്ടി. എനിക്കൊരു പുരുഷായുസ് ജീവിക്കാനുള്ളത് ഇപ്പൊ കിട്ടി. ഡയോജനിസ് ചോദിച്ചു, ഞാൻ നിങ്ങൾക്കൊന്നും തന്നില്ലല്ലോ. അദ്ദേഹം പറഞ്ഞു, പക്ഷേ നിങ്ങൾ എന്നെ സഹോദര എന്ന് വിളിച്ചല്ലോ. എന്റെ കയ്യിൽ ഒന്നും ഇല്ലല്ലോ, സഹോദര എന്ന് പറഞ്ഞല്ലോ. ആ ചേർത്ത് നിർത്തൽ, ആ ഒരു നല്ല വിളി. സഹോദരൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഉമ്മാടെ ഉദരത്തിൽ കൂടെ സഹവസിച്ചവർക്കാണ് സഹോദരൻ എന്ന് പറയുക. ഉദരത്തിൽ സഹവസിക്കുക, അതാണ് സഹോദരൻ. അപ്പം കൂടപ്പറപ്പേ എന്ന് വിളിക്കാൻ നിങ്ങൾ കാണിച്ചൊരു മനസ്സ്, അത് മതി എനിക്കൊരു പുരുഷായുസ് ജീവിക്കാൻ. കണ്ടോ, അല്ലാഹു ഖുർആനിൽ പറഞ്ഞ എന്താ? ഖൗലുൻ മഅറൂഫുൻ ഖൈറും മിൻ സദഖത്തിൻ യത്ബഉഹാ. വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്, എടുത്തു പറഞ്ഞ് ബുദ്ധിമുട്ടിക്കുകയും ആൾക്കാരെ കൊടുത്തിട്ട് അതിന്റെ പിന്നാലെ നടന്ന് ഉപദ്രവിക്കുകയും ചെയ്യുന്നതിനേക്കാളൊക്കെ നല്ലത് ഖൗലുൻ മഅറൂഫ്, നല്ലൊരു വാക്കാ. വീട്ടിൽ ആരെങ്കിലും കയറി വന്നു, കൊടുക്കാൻ ഒന്നുമില്ല, നമ്മൾ കരുതുന്ന എന്താ? ഇങ്ങോട്ട് ശ്രദ്ധിക്കുക, നമ്മൾ കരുതുന്ന എന്താ? കയ്യിൽ കൊടുക്കാൻ ഒന്നുമില്ല. ആ സമയത്ത് നമ്മൾ പറയും, പടച്ചോനെ ഇന്നത്തെ എന്റെ അമല് പോയി. ഒരു സങ്കടവും വേണ്ട. അവരുടെ അടുത്തേക്ക് വിളിച്ചു നിർത്തിയിട്ട് പറയണം, അള്ളാഹു നിങ്ങൾക്ക് തരട്ടെ. എന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ തന്നേനെ, പക്ഷെ എന്റെ കയ്യിൽ ഒന്നുമില്ല. അള്ളാഹു നിങ്ങൾക്ക് ഇതിന് പകരം എവിടെന്നെങ്കിലും തരും. ഞാനും ദുആരക്കാം, നിങ്ങളും ദുആരക്കിൻ എന്ന് പറയുന്ന ആ ഒരു വാക്ക് മതി 1,00,000 കൊടുക്കുന്നതിനേക്കാൾ പുണ്യം. ആ വെള്ളിയാഴ്ച ബക്കറ്റ് കൊണ്ടുവരുന്നവനെ ഇങ്ങോട്ട് പിടിച്ചിട്ട് അള്ളങ്ങൾക്ക് വേറൊരു സ്ഥലത്ത് നിന്ന് തരും, അതുകൊണ്ട് ഇപ്പൊ എന്റെ കയ്യിൽ ഒന്നുമില്ല എന്ന് പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞതല്ല. അത് അതിന്റെ വഴിക്ക് നടക്കട്ടെ. ഇല്ലാത്തവൻ സങ്കടപ്പെടണ്ട. ആരാ പള്ളി വെക്കാൻ 5 ലക്ഷം കൊടുക്കുന്നത്? ഒരാൾ ചാടി എണീറ്റ് പറഞ്ഞു, ഞാൻ കൊടുക്കാം. അടുത്ത ഗ്രേഡ് കുറഞ്ഞു വന്നു. 1 ലക്ഷം ആരാ? കുറച്ചു പേര് പറഞ്ഞു. 50,000 ആരാ? കുറെ പേര് പറഞ്ഞു. 25,000 ആരാ? 10,000 ആരാ? 5,000 ആരാ? ഇതൊക്കെ പറയുമ്പോഴും നാട്ടിലെ ഏറ്റവും പ്രമുഖരും പ്രമാണിമാരും പ്രഭുക്കളും ഒക്കെ ഓരോ സംഖ്യ വിളിച്ചു പറയുമ്പോ, അള്ളാഹുവിന്റെ പരിശുദ്ധമായ പള്ളിയിൽ കൃത്യമായി നിസ്കരിക്കുന്ന സാധാരണക്കാരനായ ഒരു സഹോദരൻ അവിടെ ഇരിക്കുന്നു. ഒരു നേരത്തെ ഭക്ഷണത്തിന് വകയില്ലാത്തവനാണ്. അവന് കൊടുക്കണ്ടേ? അവന് ഈ ദുആ വേണ്ടേ? അവൻ എന്തെങ്കിലും ചെയ്യണ്ടേ? അവന്റെ മനസ്സ് പിടയ്ക്കുകയാണ്. അവസാനം അവൻ ബക്കറ്റ് കൊണ്ടുവന്നപ്പോ അവന്റെ കയ്യിലുള്ള കീറി പറഞ്ഞ 10 രൂപയുടെ ഒരു നോട്ടെടുത്തിട്ടിട്ട് മനസ്സുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവേ എന്റെ കയ്യിൽ ഇത്രേ ഉള്ളൂ, മതി. അവിടെ 5 ലക്ഷം കൊടുത്തവനേക്കാൾ പുണ്യം. അഖ്ലിസു ദീനക യക്ഫീകൽ അമലുൽ ഖലീൽ. നീ ഇഖ്ലാസ് ഉണ്ടെങ്കിൽ കുറഞ്ഞ അമല് മതി. നിനക്ക് കുറഞ്ഞ അമലുകൾ കൊണ്ട് രക്ഷപ്പെടാൻ കഴിയും. എത്രയോ സ്ഥലത്തെന്നറിയോ 10 ലക്ഷം രൂപ കൊടുത്തിട്ട് ദുആ കുറഞ്ഞു പോയതിന്റെ പേരിൽ കമ്മിറ്റിക്കാരുമായിട്ട് ഉടക്കുണ്ടാക്കിയ മഹാന്മാര് അറിയോ? പേര് പൂർത്തിയാക്കി വായിക്കാത്തതിന്റെ പേരിൽ പൈസ കൊടുക്കാത്ത എത്രയോ പേരുണ്ടെന്നറിയോ? അക്കൂട്ടത്തില് 2 ലക്ഷം പറഞ്ഞു. 2 ലക്ഷം പറഞ്ഞിട്ട് എനിക്ക് 2 ലക്ഷത്തിന്റെ ദുആ കിട്ടിയില്ലല്ലോ. 5,000 കൊടുത്തവന് കൂടുതൽ ദുആരെന്നു. 2 ലക്ഷം കൊടുത്ത എനിക്ക് കുറച്ചേ ദുആരെന്നുള്ളൂ. മാത്രമല്ല എന്റെ പേര് പൂർത്തീകരിച്ചു പറഞ്ഞില്ല. എന്റെ പേര് എഴുതിയപ്പോ ചെറിയ അക്ഷരമായി പോയി, വലിയ അക്ഷരമായില്ല. ഇങ്ങനെയൊക്കെ പരാതി പറയുന്ന ഒരാളുടെ 2 ലക്ഷമാണോ വലുത്? ബക്കറ്റ് കൊണ്ടുവന്നപ്പോ ഇല്ലാത്ത പേഴ്സിൽ നിന്ന് ഇല്ലാത്ത കാലത്ത് ഒരു 10 രൂപ എടുത്തിട്ടവനാണോ നല്ലവൻ? നിങ്ങൾ ചിന്തിക്ക്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഓരോ സമയം നമ്മളെ തേടിയെത്തുമ്പോ ആ സമയത്ത് ചെയ്യേണ്ട അമലുകളുണ്ട്. കയ്യിൽ പൈസ ഇല്ലാന്ന് കരുതിയിട്ട് സദഖ കൊടുക്കാൻ പറ്റാത്തതിൽ എനിക്കെന്തേ അള്ളാഹു ഈ സമയത്ത് അമല് ചെയ്യാനുള്ള ഭാഗ്യം തന്നില്ല എന്ന് ചിന്തിക്കരുത്. പകരം നിങ്ങൾ ചിന്തിക്കേണ്ടത്, എനിക്ക് ഈ സമയത്തുള്ള അമലെന്ന് പറഞ്ഞാൽ അവന്റെ മുഖത്ത് നോക്കിയിട്ടൊന്ന് വെളുക്ക ചിരിക്കലാം. അതാണ് ഒരു മനുഷ്യന്റെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കുന്നത് സ്വതക്ക എന്ന് നബി മുഹമ്മദ് മുസ്തഫ. വിശ്വാസി അങ്ങനാണ്. അവന്റെ ശ്വാസം പോലും ഇബാദത്താണ്. അവൻ കക്കൂസി പോകുന്നത് പോലും ഇബാദത്താണ്. അവൻ ടോയ്ലറ്റിൽ പോകുന്നത് പോലും ഇബാദത്ത്. ഇത് വേറെ ഏത് സമുദായത്തിന് കിട്ടും? ഇത് പറയുമ്പോ ചിലപ്പോ ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന കുറെ എക്സ് മുസ്ലിം ഉണ്ട്, നജസുകൾ. എവർക്കൊക്കെ അങ്ങോട്ട് വല്ലാത്തൊരു വീർപ്പുമുട്ടലാണ്. കുറെ നിരീശ്വരവാദികളുണ്ട്, കുറെ യുക്തിവാദികളുണ്ട്. ഇവനൊന്നും പറയുന്നതിന് യാതൊരു മറുപടി അർഹിക്കുന്നില്ല. ഇതൊന്നും കാണാത്തത് കൊണ്ടല്ല. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം അങ്ങോട്ട് അഡ്മിന്മാര് പോസ്റ്റ് ചെയ്യുമ്പോ നല്ല കാര്യമാണെങ്കിൽ മാത്രമാണ് അത് പോസ്റ്റ് ചെയ്യുക. ഇത് ലോകം മൊത്തം കാണുന്ന കാര്യമല്ലേ? അതിന്റെ അടിയിൽ വന്നിട്ട് ഇങ്ങനെ വേറെ ജോലിയില്ലേ? ഇങ്ങനെ നീട്ടി പറയുന്നത് എന്തിന്? ഇടോ, നീട്ടി പറയുന്നത് കേൾക്കാൻ നിൽക്കുന്ന എന്തിനാ നിങ്ങൾ? ഞങ്ങളെ പറയുന്നത് ഞങ്ങളെ കേൾക്കാൻ താല്പര്യമുള്ള ഒരു സമൂഹത്തോടാ.
നിങ്ങൾക്ക് കേൾക്കാൻ ഇഷ്ടമില്ലെങ്കിൽ അടിച്ചു കളയാനുള്ള ഓപ്ഷൻ ഉണ്ടല്ലോ. നിങ്ങൾ എന്തിനാണ് സബ്സ്ക്രൈബും ചെയ്തിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഫോളോയും ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ വായും തുറന്ന് ഇങ്ങനെ ഇരിക്കുന്നത്, എന്നിട്ട് കുറ്റം പറയുന്നത്? അപ്പൊ ഇതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ട കുറെ ജനങ്ങളുണ്ട്. അവരോട് ഒന്നും പറയാനില്ല. കാരണം നമുക്ക് അല്ലാതെ പറയാൻ തന്നെ വിഷയം എമ്പാടുമുണ്ട്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, പറയാനുണ്ട്. ഈ പറയുന്നവരോട് മറുപടി കൊടുത്തുകൊണ്ട് നിൽക്കാൻ നമുക്ക് സമയമില്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വളരെ ഗൗരവത്തോടുകൂടി നിങ്ങൾ മനസ്സിലാക്കുക, അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് തന്ന ഓരോ സമയവും ഓരോ ഇബാദത്തുകൾക്കുള്ള സമയമാണ്. നമ്മൾ മറ്റ് സമുദായത്തിൽ നിന്ന് നമ്മളെ വ്യത്യസ്തമാക്കുന്നത് തുപ്പുന്നത് പോലും ഇബാദത്താണ്. തുപ്പുന്നത് പോലും ഇബാദത്താണ്. കുളിക്കുന്നത് ഇബാദത്താണ്. എന്തോ ഒരു മനോഹരമായ സംസ്കാരമാണ് നമ്മുടേത്. അഭിമാനത്തോട് നമുക്ക് പറയാം, തുപ്പുന്നത് ഇബാദത്താണ്. എങ്ങോട്ട്? വലതുഭാഗത്തേക്കും മുൻഭാഗത്തേക്കും തുപ്പാൻ പാടില്ല, കറാഹത്താൻ. തുപ്പേണ്ടി വന്നാൽ അല്ലാഹുവേ ഞാൻ ഇടതുഭാഗത്തേക്കാ തുപ്പുന്നത്, കാരണം എന്റെ റസൂൽ പഠിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയാണ്, അതുകൊണ്ട് ഞാൻ ഇടത്തേക്ക് തുപ്പുന്നു എന്ന് മനസ്സിൽ നിയത്ത് വെച്ചോ. അല്ലെങ്കിൽ വലത്തോട്ട് തുപ്പാൻ ഒരുങ്ങുമ്പോ അല്ല, ഇത് തെറ്റാൻ എന്ന് പറഞ്ഞിട്ട് ഇടത്തോട്ട് തുപ്പ് ഇബാദത്താണ്. ആ സമയത്ത് ഏറ്റവും ചെയ്യാൻ പറ്റുന്ന ഇബാദത്താണ്. നാളെ റബ്ബിന്റെ കോടതിയിൽ നമ്മൾ തുപ്പിയ ആ സമയം സാക്ഷിയാകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അതാണ് മൂന്നാമത്തെ സാക്ഷി. വിശദീകരിക്കണ്ടല്ലോ. ഇനി നാലാമത്തെ സാക്ഷി ഏതെന്നറിയോ? മറക്കല്ലേ, ഒന്ന് മലായിക്കത്തുകളാ, രണ്ട് ഭൂമിയാ, മൂന്നാമത്തേത് സഹോദരങ്ങളെ ഓരോ ദിവസം ഓരോ മണിക്കൂറുകൾ സമയമാണ്, കാലമാണ്. ഇനി നാലാമത്തേത് അല്ലാഹുവിന്റെ ഖുർആൻ തന്നെ പറയട്ടെ, യൗമ തശ്ഹദു അലൈഹിം അൽസിനതുഹും വഅയ്ദീഹിം വഅർജുലുഹും ബിമാ കാനൂ യഅമലൂൻ. സൂറത്തുൻ നൂറിൽ അല്ലാഹു പറയുകയാ, യൗമ തശ്ഹദു അലൈഹിം, അവരുടെ മേൽ സാക്ഷിയാകുന്നത്. അല്ല പറയുന്നു, അൽസിനത്തുഹും, അവരുടെ നാവാ, വഅയ്ദീഹിം, അവരുടെ കൈകളാ, വഅർജുലുഹും, അവരുടെ കാലുകളാ, ബിമാ കാനൂ യഅമലൂൻ, അവരെ ചെയ്ത പ്രവർത്തനങ്ങൾ എല്ലാം സാക്ഷി നിൽക്കുന്നതാ. സഹോദരങ്ങളെ, നാവ് മാത്രമല്ല, കൈകളും കാലുകളും നാളെ സാക്ഷിയാണ്. അനസ് ബിൻ മാലിക് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന നാളെ പരലോകത്ത് എന്നിട്ട് നമ്മള് അള്ളാഹുമായിട്ട് സംവാദം നടത്തുക. എന്താണെന്നറിയോ? ഹദീസ് പറഞ്ഞ അർത്ഥം പറയാനുള്ള സമയം നമുക്കില്ല. നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടോ. നാളെ പരലോകത്ത് ചെന്നിട്ടൊരു അടിമ അള്ളാന്റെ കോടതിയിൽ തർക്കിക്കുകയാണ്. എന്താ തർക്കിക്കുന്നത്? അല്ല പറയുന്നു, ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്തല്ലോ. അപ്പൊ അള്ളാഹുവിനോട് അവൻ പറയുന്നു, സാക്ഷി വല്ലതും ഉണ്ടോ? ഇത് ഉള്ള കാര്യമാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, അല്ലാഹുവേ പടച്ചവനെ, സാക്ഷികൾ വല്ലതുമുണ്ടോ? ആ സമയത്ത് അല്ലാഹു പറയും, അത്രേ, കഫാ ബിനഫ്സികൽ യൗമ അലൈക ഷഹീദാ. സാക്ഷി വേറെന്തിനാ? മലായിക്കത്തുണ്ട്, ഭൂമിയുണ്ട്, ഓരോ ടൈമുണ്ട്, അതൊക്കെ അവിടെ നിൽക്കട്ടെ. കഫാ ബിനഫ്സികൽ യൗമ അലൈക ഷഹീദാ. മോനെ, നിന്റെ ശരീരം തന്നെ സാക്ഷികളാ, പിന്നെന്തിനാ വേറെ സാക്ഷിയെ വിളിക്കുന്നത്? അപ്പൊ യവൻ ചോദിക്കും, അത്രേ, അള്ളാഹുവിനോട്, പടച്ചോനെ, എന്റെ ശരീരത്തിന്റെ ഏത് അവയവമാണ് സാക്ഷിയാവുക? നാക്കാണെങ്കിൽ കള്ളം പറയും. നാവിന്റെ സഹജമായ സ്വഭാവം കളവ് പറയലാണ്. ആ കള്ളം പറയുന്ന നാക്ക്, നമ്മൾ ആരാ കള്ളം പറയാത്തത്? നമ്മളിൽ ആരാണ് കളവ് പറയാത്തത്? അശ്രദ്ധമായോ അലക്ഷ്യമായോ മനഃപൂർവമോ ബോധപൂർവമോ നമ്മൾ പറയും കള്ളം. കളവ് പറയാത്ത ലോകത്താരുമില്ല. നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങി എവിടെ എത്തിയെന്ന് ചോദിക്കും. തൊട്ടടുത്ത ജംഗ്ഷൻ പറയും നമ്മൾ. യഥാർത്ഥത്തിൽ നമ്മളിവിടെ നിൽക്കുന്നേ ഉണ്ടാവുള്ളൂ. നമ്മൾ ചിന്തിക്കുന്ന എന്താ? അത് വലിയൊരു കള്ളമല്ലല്ലോ, അത് വലിയ കള്ളമല്ലല്ലോ. എവിടെ എത്തി? ഞാൻ അതാ മൈനാപ്പള്ളി എത്താറായി, ഞാൻ വടക്ക മൈനാപ്പള്ളി എത്തി. യഥാർത്ഥത്തിൽ ഇടവനശ്ശേരി നിൽക്കുന്നേ ഉണ്ടാവുള്ളൂ. നമ്മൾ അവരെ ഒന്ന് സങ്കടപ്പെടുത്താതിരിക്കാൻ വേണ്ടി നമ്മൾ പറയുന്ന വാക്കാ കളവ്. നമ്മൾ അറിഞ്ഞോ അറിയാതെയോ പറയുന്നവരാണ്.
മക്കൾ വീട്ടിൽ നമ്മൾ മക്കൾക്ക് ഒളിപ്പിച്ച് വെച്ചിട്ട് മക്കൾക്ക് മുട്ടായി കൊടുക്കാമെന്ന് പറഞ്ഞ് വിളിച്ചിട്ട് അടുത്തേക്ക് വരുമ്പോ ഇങ്ങനെ തന്നെ ഹദീസിലുള്ളതാ, അത് കൊടുക്കാതെ വാങ്ങാതെ ആ മകനെയും മകളെയും വാരിക്കോരി എടുത്ത് മുത്തം കൊടുത്ത് സ്നേഹം പങ്കിടുന്ന പിതാവ് കളവ് പറയുന്നവനാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ. കളവ് അത് നമ്മൾ പലരും പറയുന്നതാ, അറിഞ്ഞോ അറിയാതെയോ അലക്ഷ്യമായോ ബോധപൂർവമോ നമ്മൾ പറയുന്ന ഒന്ന് കളവാണ്. മനുഷ്യന്റെ സഹജമായ സ്വഭാവമാണ് നാവ് കളവ് പറയാന്നുള്ളത്. അതുകൊണ്ടാണ് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറയുന്ന കലിമയുടെ ആളുകൾ കളവ് പറയില്ല. ലാ ഇലാഹ ഇല്ലല്ലായുടെ ആളുകൾക്ക് കളവ് പറയാൻ പറ്റൂല. ഒരിക്കൽ അള്ളാന്റെ റസൂലിനോട് ചോദിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലമയോട്, നബിയേ അയകൂനുൽ മുഅ്മിനു ജുബാനാ, ഒരു സത്യവിശ്വാസി ഭീരുവാകുമോ? ഒരു സത്യവിശ്വാസി ഭീരുവാകുമോ? രാത്രി ചില മക്കൾക്ക് പുറത്തിറങ്ങാൻ വലിയ പേടിയാണ്. രാത്രി സഞ്ചരിക്കാൻ പേടിയുള്ള ആളുകളുണ്ട് നമ്മുടെ കൂട്ടത്തില്. അപ്പൊ ഉമ്മ മാവനോട് പറഞ്ഞു, മോനെ ഇച്ചിരി പഞ്ചസാര വാങ്ങി വാ, അല്ലെങ്കിൽ അല്പം ചായപ്പൊടി വാങ്ങി വാ, അല്ലെങ്കിൽ ഇന്ന സാധനം വാങ്ങി വാ എന്ന് പറഞ്ഞ് മക്കൾക്ക് പോകാൻ പേടിയാണെന്ന് പറയുമ്പോൾ നമ്മുടെ ഉമ്മമാര് ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിനക്ക് ഈമാൻ ഇല്ലേടാ? നിങ്ങൾക്ക് ഈമാൻ ഇല്ലേടാ? ഈമാനും പേടിയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? അയകൂനുൽ മുഅ്മിനു ജുബാന, നബിയെ ഭീരുവാവുക ഒരു വിശ്വാസി? നബി തങ്ങൾ പറഞ്ഞു, നഅം യകൂനുൽ മുഅ്മിനു ജുബാന, ഒരു വിശ്വാസി ഭീരുവാവും. സഹാബി ഒരാൾ വന്നിട്ട് നബി തങ്ങളോട് പറഞ്ഞല്ലോ, നബിയെ എനിക്ക് ജിഹാദ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്, എനിക്ക് സ്വർഗം വേണമെന്ന് ആഗ്രഹമുണ്ട്, ശത്രുക്കളോട് പോരാടണമെന്ന് ആഗ്രഹമുണ്ട്, ഒക്കെ ആഗ്രഹമാണ്. പക്ഷെ എന്ത് ചെയ്യാൻ? വാള് കണ്ട അപ്പൊ ഞാൻ വീണ് പോകും നബിയെ, എനിക്ക് വിറയൽ വരും, ഞാൻ എന്താ ചെയ്യേണ്ടത്? അള്ളാന്റെ റസൂല് പറഞ്ഞു, അലൈക ബിൽ ഹജ്ജ് വൽ ഉംറ, നീ പോയി ഹജ്ജ് ചെയ്താൽ മതി, അത് തന്നെ നിന്റെ ജിഹാദ്, അത് തന്നെ നിന്റെ ജിഹാദ്. അപ്പൊ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഭീരുവാവുക എന്ന് പറയുന്നത് വിശ്വാസത്തിന്റെ എതിരല്ല. അയകൂനുൽ മുഅ്മിനു ജുബാനാ, ഒരു വിശ്വാസി ഭീരുവാകുമോ നബിയെ? അതേ യകൂനുൽ മുഅ്മിനു ജുബാനാ, ഒരു വിശ്വാസി ഭീരുവാകും. രണ്ടാമത് ചോദിച്ചു, അയകൂനുൽ മുഅ്മിനു ബഖീല, ഒരു വിശ്വാസി ലുബ്ധനാകുമോ നബിയെ? പള്ളിക്ക് വേണ്ടി ചോദിച്ചപ്പോൾ, ആണ്ട് നേർച്ചയ്ക്ക് ചോദിച്ചപ്പോൾ, മദ്രസയ്ക്ക് വേണ്ടി ചോദിച്ചപ്പോൾ, മതവിജ്ഞാന സരസിന് വേണ്ടി ചോദിച്ചപ്പോൾ കൊടുക്കാതിരുന്ന ഒരാൾ മോമിനാകുമോ? നമ്മൾ പറയും പള്ളിക്ക് 5 പൈസ കൊടുക്കാത്തവൻ ഓ മോമിനാണോ എന്ന് നമ്മൾ ചോദിക്കും. മോമിൻ തന്നെ, ഒരു സംശയമില്ല. കാരണം യകൂനുൽ മുഅ്മിനു ബഖീല, വിശ്വാസി ലുബ്ധനാകും. നബി തങ്ങളോട് മൂന്നാമത് ചോദിച്ചു, അയകൂനുൽ മുഅ്മിനു കദ്ദാബ, നബിയെ എന്നാ ഞാൻ ചോദിക്കട്ടെ, കള്ളം പറയുന്നവനാവോ മോമിൻ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ യകൂനുൽ മുഅ്മിനു കദ്ദാബ, ഒരു വിശ്വാസി കളവ് പറയൂല. എന്തുകൊണ്ടാ പറ? എന്തുകൊണ്ടാണ് ഒരു വിശ്വാസി കളവ് പറയില്ല എന്ന് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞത്? ഏറ്റവും വലിയ സത്യവാചകം ഏതാ? ലോകത്തെ ഏറ്റവും വലിയ സത്യം, അതിനപ്പുറത്ത് വേറൊരു സത്യം ഇല്ല. ലോകത്തെ ഏറ്റവും വലിയ സത്യവാചകം ഒന്നേ ഒന്ന്, അതേതാ? ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ബാക്കിയുള്ളതെല്ലാം ചിലതൊക്കെ കളവാകാം, ചിലതൊക്കെ അർദ്ധസത്യങ്ങളാകാം, അല്ലെങ്കിൽ പൂർണ്ണ സത്യമാകാൻ സാധ്യത വളരെ കുറവാണ്. എന്നാൽ പൂർണ്ണ സത്യമുള്ള വാചകം ഒന്നേ ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇത് പറയുന്ന ഒരാള് കളവ് പറയാൻ പാടില്ല എന്ന് പറയാൻ കാരണം, ഒരാള് ചിന്തിക്കും അവൻ നാക്കെടുത്ത കള്ളേ പറയൂ, അപ്പൊ ഈ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹിയും കള്ളമാണ് എന്ന് പറഞ്ഞാൽ അല്ലാഹ് ഏകനാണ്, അവൻ മാത്രമേ ആരാധ്യനുള്ളൂ, മുഹമ്മദ് മുസ്തഫ തങ്ങൾ അള്ളാഹുവിന്റെ ദൂതനാണെന്ന് പറയുന്ന വാചകം അവൻ സാധാരണ പറയുന്ന കള്ളം പോലത്തെ ഒരു കള്ളം തന്നെയാണെന്ന് പൊതുസമൂഹം വിലയിരുത്താൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും മുഅ്മിനീങ്ങൾ കളവ് പറയാൻ പാടില്ല. ഇത് അഷ്റഫുൽ ഖൽഖിന്റെ വാക്കാണ്. സഹജമായി നാവ് കള്ളം പറയും. അതുകൊണ്ട് അള്ളാഹു എന്താ ചെയ്യുന്നതെന്നറിയോ? നാവിനെ അങ്ങോട്ടങ്ങ് സീല് ചെയ്യാ, മിണ്ടരുത്. അള്ളാഹു നാവിനെ സീല് ചെയ്യുകയാണ്. ആ നാവിനെ സീല് ചെയ്തു. എന്നിട്ട് നാവിനെ സീല് ചെയ്തിട്ട് പിന്നെ സംസാരിക്കുന്നതെന്താ? അൽയൗമ നഖ്തിമു അലാ അഫ്വാഹിഹിം വതുകല്ലിമുനാ ഐദീഹിം വതശ്ഹദു അർജുലുഹും ബിമാ കാനൂ യക്സിബൂൻ.
അല്ലാഹുവിന്റെ ഖുർആന പറയുന്നത് സൂറത്ത് യാസീന. അൽയൗം ഇന്നേ ദിവസമുണ്ടല്ലോ ഇന്നഖ്തിമു അലാ അഫ്വാഹിം അവരുടെ വായ സീൽ വെക്കുകയാ. അല്ലാഹു വായ പൂട്ടുകയാണ്. അവന് പിന്നെ വാ തുറക്കാൻ കഴിയില്ല, വാക്കുകളൊന്നും ഉരിയാടാൻ കഴിയില്ല. പിന്നെ സംസാരിക്കുന്നതോ വതുകല്ലിമുനാ ഐദീഹി അവന്റെ കരങ്ങൾ സംസാരിക്കുകയാ, അവന്റെ കൈകൾ സംസാരിക്കുകയാണ്. കൈ പറയുന്നു പടച്ചവനെ ഞാനാണ് ചഷകം പൊട്ടിച്ചത്. ആ സമയത്തതാ കാലുവ തസ്ഹദു അർജിലുഹും അവന്റെ കാലിതാ സാക്ഷി നിൽക്കുകയാണ്. ശരിയാണ് പടച്ചവനെ, അവന് കള്ളുകുപ്പി പൊട്ടിക്കാൻ വേണ്ടി നടന്നു പോയത് എന്റെ സഹായത്തിലാണ് എന്ന് പറഞ്ഞാൽ അവന്റെ കൈകൾ സംസാരിക്കുമ്പോൾ, കാലുകൾ സാക്ഷി നിൽക്കുമ്പോൾ, പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവന്റെ ജീവിതത്തിൽ അവന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അത് നന്മയാണെങ്കിലും തിന്മയാണെങ്കിലും സാക്ഷി നിൽക്കുന്നത് അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞതുപോലെ അവന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ തന്നെയാണെന്ന് വിശുദ്ധ ഖുർആൻ സൂറത്തുന്നൂർ അള്ളാഹു പറയുന്നു. നാലാമത്തെ സാക്ഷി നമ്മുടെ അവയവങ്ങൾ തന്നെയാണ്. ആദ്യമായി അള്ളാഹുവിനോട് സംസാരിക്കുന്ന ആദ്യത്തെ അവയവം ഏതെന്നറിയോ? നാളെ പരലോകത്ത് ആദ്യമായി സംസാരിക്കുന്ന അവയവം ഏതെന്നറിയോ? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉഖ്ബത്ത് ബിൻ ആമിർ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം, പരലോകത്ത് ആദ്യം സംസാരിക്കുന്ന അവയവം ഏതാ? നാവല്ല, കണ്ണല്ല, കയ്യല്ല. ആദ്യമായിട്ട് നാളെ പരലോകത്ത് സംസാരിക്കുന്നത് ഇന്ന അവ്വല അളമിൻ മിനൽ ഇൻസാനി യതകല്ലമു യൗമ യഖ്തമു അലൽ അഫ്വാഹി ഫഖദുഹു മിനർ റിജ്ലിൽ യുസ്റാ. നബി മുഹമ്മദ് മുസ്തഫ ആദ്യമായി പരലോകത്ത് സംസാരിക്കുന്ന അവയവം അവന്റെ ഇടത് കാലിന്റെ തുടയാണ് എന്ന് ആദരവായ നബി മുഹമ്മദ് മുസ്തഫ. ഇടത് കാലിന്റെ തുട ആദ്യം സംസാരിക്കും. അവന്റെ അവയവങ്ങൾ മുഴുവനും സംസാരിക്കും. കൈ പറയേണ്ടടുത്ത് കൈ പറയും, കാല് പറയേണ്ടടുത്ത് കാല് പറയും, കണ്ണ് പറയേണ്ടടുത്ത് കണ്ണ് പറയും. നാവിനവിടെ ഒരു രീതിയിലും നാവിന് പറയാൻ കഴിയാത്ത വണ്ണം നാവിനെ അള്ളാഹു സീല് വെക്കും. കാരണം നാവ് കൊണ്ട് കള്ളം പറയും അവൻ. ബാക്കി അവയവങ്ങൾ മുഴുവനും അള്ളാഹുവിന്റെ കോടതിയിൽ അനുകൂലമായോ പ്രതികൂലമായോ സാക്ഷി നിൽക്കും. അതുകൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടത്? നമ്മുടെ അവയവങ്ങളെ അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കണം. നമ്മുടെ അവയവങ്ങളെ അള്ളാഹുവിന് വേണ്ടി മാറ്റിവെക്കണം. എങ്ങനെയാണ് മാറ്റിവെക്കേണ്ടത്? ഓരോ അവയവങ്ങൾക്കും സ്വതക്കയുണ്ട്. ഓരോ അവയവങ്ങൾക്കും സ്വതക്കയുണ്ട്. ഓരോ അവയവങ്ങൾക്കും നമ്മൾ ചെയ്യേണ്ട ചില കടമകളുണ്ട്. അത് കൃത്യമായി ചെയ്യുക. വിരലുകൾക്കൊരു ഡ്യൂട്ടി ഉണ്ട്. എന്താണെന്നറിയാം? വിരലുകളുടെ ഡ്യൂട്ടി എന്താ? കണ്ണിന്റെ ഡ്യൂട്ടി എന്താണ്? കാണേണ്ടത് കാണണം. അത് ഖുർആനോ, അത് പള്ളിയോ, മുസ്ഹഫോ, മാതാപിതാക്കളുടെ മുഖമോ മാത്രമല്ല, ഒരു സഹോദരന്റെ മുഖത്തേക്ക് നോക്കി ആ മുഖത്തേക്ക് നോക്കുന്ന നോട്ടപ്പിന് അവന്റെ കണ്ണിനുള്ള ബാധ്യതയാണ്. ഉറക്കമുളക്കേണ്ട സമയത്ത് ഉറക്കമുളക്കുക കണ്ണിന്റെ ഡ്യൂട്ടിയാണ്. കാതിനൊരു ഡ്യൂട്ടിയുണ്ട്. കേൾക്കേണ്ടത് കേൾക്കണം. ചോർന്നൊലിക്കുന്ന ചെറ്റക്കൂരയിൽ കിടക്കുന്ന, ചോരയൊലിച്ച് കിടക്കുന്ന പാവപ്പെട്ടവന്റെ രോദനം കേൾക്കണം. ബാങ്ക് കേൾക്കണം. നിലവിളിക്കുന്നവന്റെ വിളി കേൾക്കണം. ഖുർആൻ ഓതുന്നവന്റെ ഖിറാഅത്ത് കേൾക്കണം. പ്രസംഗിക്കുന്നവന്റെ പ്രസംഗം കേൾക്കണം. പരിശുദ്ധ ഖുർആനിന്റെ വാക്കുകൾ, വചനങ്ങൾ, സൂക്തങ്ങൾ, സൂറകൾ നമ്മുടെ കാതുകളിൽ കേൾക്കണം. ആ കാതുകൾ കേൾക്കേണ്ടത് കേട്ടുകൊണ്ടിരിക്കണം. കൈകൾക്ക് ഡ്യൂട്ടിയുണ്ട്, നന്മ ചെയ്യണം. കാലുകൾക്ക് ഡ്യൂട്ടിയുണ്ട്, നന്മ ചെയ്യണം. വയറിനും ഡ്യൂട്ടിയുണ്ട്. ഞാൻ ചോദിക്കട്ടെ, വിരലുകളുടെ ഡ്യൂട്ടി എന്താ? വിരലുകൾക്കൊരു ഡ്യൂട്ടിയുണ്ട്. എന്താ വിരലുകൾക്കുള്ള ഡ്യൂട്ടി? നമ്മൾ സാധാരണ വിരൽ നീട്ടി, വിരൽ ചൂണ്ടിയിട്ട് മറ്റുള്ളവനോട് സംസാരിക്കും. നാളെ ഈ വിരല് നാളെ റബ്ബിന്റെ കോടതിയിൽ പറയും, പലരെയും തെറി വിളിച്ച വിരലാണ് ഈ വിരല്. അതുകൊണ്ട് തന്നെ ഈ വിരലിന്റെ പേര് സബ്ബാബത്ത് എന്നാണ്. ഈ വിരലിന്റെ പേരെന്താ? ഇബ്ഹാം. മുസബ്ബിഹ എന്നുണ്ട്, സബ്ബാബ എന്നുണ്ട്. മുസബ്ബിഹ എന്ന് പറഞ്ഞാൽ അറിയില്ലേ? അത്തഹിയാത്തിൽ നിന്നിട്ട് നമ്മൾ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുമ്പോൾ ഉയർത്തുക മാത്രമല്ല, തസ്ബീഹുകൾ ചെല്ലുന്ന അർത്ഥമുണ്ട്. സബ്ബാബ എന്ന് പറഞ്ഞാൽ ഒരുത്തനെ ചീത്ത വിളിക്കുമ്പോൾ ഈ വിരൽ ആരെങ്കിലും ഇങ്ങനെ ചീത്ത വിളിക്കുമോ? ആരെങ്കിലും ഇങ്ങനെ ചീത്ത വിളിക്കുമോ? ഇല്ല. ചീത്ത വിളിക്കുന്നത് ഈ വിരൽ ചൂണ്ടിക്കിട്ടാണ്.
ഇബ്ഹാം, മുസബ്ബിഹ അല്ലെങ്കിൽ സബ്ബാബ, വുസ്ത, ബിൻസർ, ഖിൻസർ. ഇങ്ങനെ ഈ 5 വിരലിനും പേരുകളുണ്ട്. ഈ 5 വിരലുകൾക്ക് ഒരു ഡ്യൂട്ടി ഉണ്ട്. എന്തെന്നറിയോ? ഇന്ന് മുതൽ കൃത്യമായ ആ ഡ്യൂട്ടി നിങ്ങൾ ചെയ്യണം. കാലിന് ചെയ്യുന്നുണ്ട്, വാഴ കേൾക്കാൻ വരുന്നുണ്ട്, ജമാഅത്തിന് പോകുന്നുണ്ട്, ജുമയ്ക്ക് വരുന്നുണ്ട്, പാവങ്ങളെ സഹായിക്കാൻ പോകുന്നുണ്ട്, കിളയ്ക്കാൻ പോകുന്നുണ്ട്, ജോലി എടുക്കാൻ പോകുന്നത് ഇബാദത്താണ്. കൈ കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, കണ്ണുകൊണ്ട് ചെയ്യുന്നത് ചെയ്യുന്നുണ്ട്, കാത് കൊണ്ടുള്ളതുണ്ട്, വായുണ്ട്, വയറ് കൊണ്ട് എല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ ഇന്ന് വരെ വിരൽ കൊണ്ടുള്ള കാര്യം നമ്മൾ ചെയ്തിട്ടില്ല. ചിലര് ചെയ്യുന്നുണ്ട്, ചിലര് ചെയ്യുന്നില്ല. പക്ഷെ ഞാൻ പറയുന്നു, ഇന്നത്തെ ഈ ദിവസത്തിന്റെ സന്ദേശമായി, മെസ്സേജായി, ഇന്നത്തെ ഈ വഅലിന്റെ ഒരു ഗുണപാഠമായി എനിക്ക് പറയാനുള്ളത്, ഇന്നത്തെ രാത്രി മുതൽ ഫിംഗർ കൊണ്ടുള്ള, വിരൽ കൊണ്ടുള്ള പ്രവൃത്തി നമ്മൾ ചെയ്യണം. അതേതെന്നറിയോ? ഏതാ? അള്ളാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ തുസബ്ബിഹൂന വതുഹമ്മിദൂന വതുകബ്ബിറൂന വഅഖിദിന ബിൽ അനാമിലി ഔ കമാ ഖാല സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. തസ്ബീഹ് ചൊല്ലണം, സുബ്ഹാനല്ലാഹ് പറയണം, അൽഹംദുലില്ലാ പറയണം, അല്ലാഹു അക്ബർ പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയണം. എന്നിട്ടോ വഅഖിദിന ബിൽ അനാമിലി, വിരലുകൾ കൊണ്ട് എണ്ണമെടുക്കണം. വിരലുകൾ കൊണ്ട് എണ്ണമെടുക്കണം. നമ്മൾ കരുതുന്ന എന്താ, എണ്ണത്തിന് വലിയ പ്രത്യേകത ഇല്ലെന്നാ. ആരാ പറഞ്ഞത്? താക്കോലിന്റെ ഒരു പഴുത്, താക്കോലിന്റെ ഈ താക്കോല് ഈ പൂട്ടിലേക്ക് നമ്മളിട്ട് തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുമ്പോ ആ താക്കോലിൽ ചില ഭാഗങ്ങളിൽ വെട്ട് കണ്ടിട്ടില്ലേ? ആ വെട്ടൊന്ന് കുറഞ്ഞാൽ പിന്നെ തുറക്കാൻ പറ്റില്ല. വെട്ടൊന്ന് കൂടിയാൽ, ഞാൻ കാശ് കൊടുത്ത് വാങ്ങിയ താക്കോലല്ലേ, 2 വെട്ട് അധികം ഇരിക്കട്ടെ എന്ന് പറഞ്ഞാൽ ആ പൂട്ടി കയറൂല. അത്ര തന്നെ. വീട് തുറക്കാൻ പറ്റൂല. എണ്ണം വലിയ കാര്യമാണ്. എണ്ണത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഇസ്ലാമില്. എണ്ണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നമ്മൾ നിസ്സാരമായി കാണണ്ട. നോമ്പ് മുറിച്ചവൻ നോമ്പം പിടിച്ച പകല് കിടക്കുമ്പോഴാ ഭാര്യ അടുത്ത് വന്നു, എന്തൊക്കെയോ തോന്നി, നോമ്പ് മുറിഞ്ഞു. അവന്റെ നിയമം എന്താണ്? നിയമം, പല നിയമങ്ങൾ ഇസ്ലാം പറയുന്നുണ്ട്. പല കാര്യങ്ങളിലും ഇസ്ലാം വെച്ച ചില കഫാറത്തുണ്ട്. 60 മിസ്കിന്മാർക്ക് ആഹാരം കൊടുക്കണം. 59 പേർക്കേ കൊടുത്തോളൂ, പറ്റൂല. 60 പേർക്ക് തന്നെ നീ കൊടുക്കണം. 61 പേർക്ക് കൊടുക്കാൻ വേണ്ട. 2 മാസം നോമ്പ് പിടിക്കണം. 2 മാസം എന്ന് പറഞ്ഞാൽ ചിലപ്പോ പിറ കാണുന്നതനുസരിച്ചാ. ഡിസംബറും ജനുവരിയും 2 മാസം അല്ല ഈ പറയുന്നത്, മറിച്ച് 2 അറബി മാസങ്ങൾ പിറ കാണുകയോ അല്ലെങ്കിൽ മാസം പൂർത്തിയാവുകയോ ചെയ്ത് 2 മാസക്കാലം നോമ്പ് പിടിക്കണം. 58 നോമ്പ് പിടിച്ചു. ഇനി 2 നോമ്പ്. ആ മാസം 2 മാസവും കൃത്യമായി പിറ കണ്ടിട്ടില്ല. അപ്പൊ 30 പൂർത്തിയാവുകയാണ്. 58 ദിവസം പൂർത്തിയായി. 59 നോമ്പ് വിട്ട്. എന്നാ പിന്നെന്താ ചെയ്യേണ്ടത്? 60 പിടിക്കണം. 61 പറയേ. എന്റെ പൊന്ന് സഹോദരങ്ങളെ, 60 ദിവസം നോമ്പ് പിടിക്കണം. ഒരു നിയമമുണ്ട് ഇസ്ലാമില്. 58 ദിവസം പിടിച്ചു, 59 മുറിച്ചു, പിന്നെ 60 പിടിച്ചു. അപ്പൊ ഇനി എത്ര നോമ്പ് അവന് ബാക്കിയുണ്ട്? എത്ര ഉണ്ട്? തിരുവനന്തപുരം ജില്ലയിലാണെങ്കിൽ പിന്നെ ഒന്നുകൂടെ ബാക്കിയുണ്ട്. നിങ്ങളെ കൊല്ലം ജില്ലയിൽ എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ഇനി ഈ നോമ്പ് ഒരെണ്ണം നഷ്ടപ്പെട്ടല്ലോ, അവൻ എന്നാ പിടിക്കേണ്ടത്? 61 ദിവസം പിടിക്കുമ്പോ എത്രയായി? നോമ്പ് എത്രയായി? 60 അല്ല. ഈ 58 ദിവസം പിടിച്ചു, 59 പിടിച്ചില്ല. എന്നാൽ 60 അവൻ പിടിക്കുമ്പോ 59 അല്ല, 1. പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് തുടങ്ങണം 60 നോമ്പ്. എണ്ണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. നിസ്കാര ശേഷം നിങ്ങൾ 33 സുബ്ഹാനല്ലാഹ് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ റസൂലിന് പറഞ്ഞുവിടായിരുന്നോ? കുറച്ചേരം നിങ്ങൾ തസ്ബീഹ് ചൊല്ലി, കുറച്ചു നേരം അൽഹംദുലില്ലാഹ് ചൊല്ല്, കുറച്ചു നേരം അല്ലാഹു അക്ബർ ചൊല്ല്, എന്നിട്ട് എണീറ്റ് പൊക്കോ എന്നല്ലല്ലോ പറഞ്ഞത്. 33 ചൊല്ല് സുബ്ഹാനല്ലാഹ്, 33 ചൊല്ല് അൽഹംദുലില്ലാഹ്, 33 ചൊല്ല് അല്ലാഹു അക്ബർ. 99 ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്ക് വലഹുൽ ഹംദ് യുഹ്യി വയുമീത് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ പറഞ്ഞിട്ട് 100 പൂർത്തീകരിക്കുക. എന്താ കാരണം? എണ്ണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ എണ്ണി തന്നെ ചൊല്ലണം. അളന്ന് കളഞ്ഞാലും ആറ്റിക്കളഞ്ഞാലും അളന്ന് കളണമെന്ന് പറഞ്ഞ അതുകൊണ്ടാണ്. എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, തുസബ്ബിഹൂന വതുകബ്ബിറൂന വതുഹമ്മിദൂ
വഅഖിദ്ന ബിൽ അനാമിലി. വിരലുകൾ കൊണ്ട് ചെയ്യേണ്ട അമലെന്തെന്നറിയോ സഹോദരങ്ങളെ? ഇന്ന് ചെയ്യുന്ന അമലേതാണ്? ഒരുത്തനെ പറ്റി എന്തെങ്കിലും നമ്മൾ കേട്ടു, ഫേസ്ബുക്ക് ഇങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുകയാ, ചേമ്പന്തോട്ടത്തിൽ പന്നി കയറിയതുപോലെ ഇങ്ങനെ കിളച്ചോണ്ടിരിക്കാൻ. അപ്പോഴാണ് ഒരുത്തനെ പറ്റി എന്തോ ഒരു മുസീബത്ത്, ഏവനോ ഒരുത്തൻ എഴുതിയിട്ടൊരു കാര്യം, തള്ള വിരൽ കൊണ്ട് ഒരൊറ്റ നെക്കുമതി പ്രിയപ്പെട്ടവരെ 5000 പേരിലേക്ക് പോയി. 5000 പേരിലേക്ക് പോയി. നീ കമന്റ് എഴുതി, നീ ഷെയർ ചെയ്തു, നീ ലൈക്ക് അടിച്ചു. നിന്റെ കൈകൾ കൊണ്ട് വിരലുകൾ കൊണ്ട് ചെയ്യുന്ന അമലുകൾ ഇതാണ്. അല്ല അല്ല, അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് വഅഖിദ്ന ബിൽ അനാമിലി. നീ നിന്റെ വിരലുകൾ കൊണ്ട്, ഫിംഗർ കൊണ്ട് ചെയ്യേണ്ട പണി എന്തെന്നറിയോ? എണ്ണം പിടിക്കലാണ്. എണ്ണം പിടിക്കലാണ്. അതുകൊണ്ട് ഓരോ അവയവങ്ങൾ നാളെ റബ്ബിന്റെ കോടതിയിൽ സാക്ഷി നിൽക്കും. അതുകൊണ്ട് പറ്റുന്ന അവയവങ്ങൾ കൊണ്ട് ഇബാദത്തെടുക്ക്. അതൊക്കെ വിശദീകരിക്കാനുള്ള സമയം നമുക്കൊന്ന് കുറവാണ്. രണ്ടാമത്തേത് വേദി അതുമല്ല. അതുകൊണ്ട് ഞാൻ തൽക്കാലം അഞ്ചാമത്തതിലേക്ക് പോവാണ്. മറക്കരുത്, 1 മലായിക്കത്തുകൾ, 2 ഭൂമി, 3 ഓരോ ടൈം, 4-മത്തേത് അവയവങ്ങൾ. ഇനി 5-മതൊന്നുകൂടിയുണ്ട്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ വിശുദ്ധമായ ഖുർആൻ സൂറത്തു ജാസിയ ഓതിയിട്ട് സമൂഹത്തോട് പറയുകയാ, വതറാ കുല്ല ഉമ്മത്തിൻ ജാസിയ കുല്ല ഉമ്മത്തിൻ തുദആ ഇലാ കിതാബിഹാ. അല്ലാഹു പറയുകയാണ് വതറാ കുല്ല ഉമ്മത്തിൻ ജാസിയ. അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ പറയുകയാണ്, നരകത്തിന്റെ മുമ്പിൽ ഓരോരുത്തരും വന്ന് നിൽക്കുന്നത് മുട്ടുകുത്തിയാണ് സഹോദരങ്ങളെ. കുല്ല ഉമ്മത്തിൻ തുദആ ഇലാ കിതാബിഹാ. അവന്റെ ജീവിതത്തിന്റെ കുറ്റപത്രത്തിലേക്ക് ഓരോരുത്തരെയും വിളിക്കപ്പെടുകയാ. അൽയൗമ തുജ്സൗന മാ കുന്തും തഅമലൂൻ. നീ ചെയ്യുന്നതിന്റാണോ അതിനെ ഇപ്പോൾ നിനക്ക് പ്രതിഫലം കിട്ടുകയാണ്, അല്ലെങ്കിൽ ശിക്ഷ കിട്ടുകയാ. ഹാദാ കിതാബുനാ യൻതിഖു അലൈക്കും ബിൽ ഹഖ്. അല്ലാഹ് പറയുകയാണ്, ഹാദാ കിതാബുനാ യൻതിഖു അലൈക്കും ബിൽ ഹഖ്. സത്യസന്ധമായി നിങ്ങളുടെ എല്ലാം രേഖപ്പെടുത്തപ്പെടുന്ന ഗ്രന്ഥമാണിത്. സഹോദരങ്ങളെ, നാളെ പരലോകത്ത് വരുന്ന സാക്ഷികളിൽ 5-മത്തേത് അല്ലാഹ് പറയുകയാണ് നമ്മുടെ കുറ്റപത്രമാണ്. എല്ലാം എഴുതി വെച്ചിരിക്കാൻ. ഞാൻ ഒരു അമല് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ആ അമല് കൃത്യമായി ചെയ്തോ, നമ്മുടെ എല്ലാം രേഖപ്പെടുത്തിയിരിക്കാൻ. ആരും അറിയാതെ ചെയ്തത്, ആരും കാണാതെ ചെയ്തത് എല്ലാം വളരെ കൃത്യമായി, സത്യസന്ധമായി, ഹക്കായി നമ്മുടെ കുറ്റപത്രത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കാൻ. ഒന്നും വിട്ടിട്ടില്ല. നാളെ പരലോകത്ത് നമ്മുടെ കയ്യിൽ ഇത് വിളിച്ചു തരും. നമ്മുടെ കയ്യിൽ വിളിച്ചു തരുമ്പോ ഒന്നുകിൽ വലത് കയ്യിലില്ലെങ്കിൽ ഇടത് കയ്യിൽ. ഏത് കയ്യിലാ വാങ്ങേണ്ടത്? വലത് കയ്യിലാ വാങ്ങേണ്ടത്. അതിന് അല്ലാഹു തൗഫീക്ക് തരട്ടെ. വലത് കയ്യിൽ വാങ്ങിയവന് രക്ഷപ്പെട്ടു, ഇടത് കയ്യിൽ വാങ്ങിയവൻ പരാജയപ്പെട്ടു. സഹോദരങ്ങളെ, കർമ്മപുസ്തകം ഉറക്കെ വായിക്കേണ്ടി വരും. കോടാനകോടി ജനങ്ങളുടെ മുമ്പിൽ, മനുഷ്യർ ആദം നബി മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ മനുഷ്യന്റെ മുമ്പിലും നമ്മൾ രഹസ്യമായി ചെയ്തത് വായിച്ച് കേൾപ്പിക്കേണ്ടി വരും. അങ്ങനെ വായിച്ച് കേൾപ്പിക്കാതെ സ്വയം വായിച്ച് അല്ലാഹ് അടുത്തേക്ക് വിളിച്ചിട്ട്, കണ്ടോ എന്താ നീ ഉദ്ദേശിക്കുന്നത്? പടച്ചോനെ, പെട്ടത് തന്നെ അല്ല, ഞാൻ നിനക്കിതാ പുറത്തു തന്നിരിക്കുന്നു. ഭൂമിയിൽ നിന്ന് ഞാൻ മറച്ചു വെച്ചല്ലോ ഈ ഗ്രന്ഥം, ഈ കർമ്മപുസ്തകം, ഈ ജീവിതത്തിന്റെ റെക്കോർഡ് പുസ്തകം, ഈ കുറ്റപത്രം നീ ആരുടെ മുമ്പിലും വായിക്കണ്ട, രഹസ്യമായി നീ തന്നെ വായിച്ചോ എന്ന് അല്ലാഹ് പറയണമെങ്കിൽ ഒരു അമല് നമ്മൾ ചെയ്യണം. അതിൽ നമ്മളെല്ലാവരും വീക്കാണ്. ആ കാര്യത്തിൽ നമ്മളെല്ലാവരും വീഴ്ചയിലാണ്. ആ കാര്യത്തിൽ നമ്മളെല്ലാവരും പിന്നിലോട്ടാണ്. അത് ചെയ്യുമെങ്കിൽ ഇൻഷാ അല്ലാഹ് ആരുടെ മുന്നിലും നമ്മൾ ഉറക്കെ വായിക്കേണ്ടി വരൂല. ഒരാളുടെ മുമ്പിലും നമ്മൾ വായിക്കേണ്ടി വരൂല. നമുക്ക് തീർച്ച നമ്മൾ ചെയ്യുന്ന ഒരു കാര്യവും ഒരാളും അറിയാതെ നമുക്കത് രഹസ്യമാക്കി വെക്കാൻ കഴിയും. അതിനൊരൊറ്റ കാര്യം നമ്മൾ ചെയ്താൽ മതി. അതിനു മുമ്പ് നിങ്ങൾ കേട്ടോ, സഹോദരങ്ങളെ, കയ്യിലേക്ക് വാങ്ങുന്ന ഗ്രന്ഥമുണ്ടല്ലോ, അത് നമ്മൾ വാങ്ങി വായിക്കുമ്പോൾ അറിയാതെ പറഞ്ഞു പോകും, മാലി ഹാദൽ കിതാബ് ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ. എന്തോ ഒരു ഗ്രന്ഥമാണ് റബ്ബേ,
ചെറുതായി വലുതായി ഒന്നും വിട്ടിട്ടില്ലല്ലോ. ഞാൻ ചിന്തിച്ചത്, പറഞ്ഞത്, മിണ്ടിയത്, ചെയ്തത്, കണ്ടത്, കേട്ടത്, തിന്നത്, കുടിച്ചതല്ല ഇതിനകത്ത് റെക്കോർഡാണല്ലോ. അല്ലാ, CCTV ക്യാമറയാണോ? അല്ല. അതിനേക്കാൾ ഭീകരമായ നിലയിൽ പടച്ചവൻ തരുന്ന കുറ്റപത്രമുണ്ടല്ലോ. ആ കുറ്റപത്രത്തിൽ നമ്മൾ ഓരോരുത്തരും ചെയ്ത എല്ലാ തിന്മകളും നന്മകളും അതിനകത്ത് റെക്കോർഡ് ചെയ്യപ്പെട്ടിരിക്കുകയാ. ഇത് പരസ്യമായി വായിക്കേണ്ടി വരാതിരിക്കാൻ ഒരു കാര്യം ചെയ്താൽ മതി. എന്തെന്നറിയോ? തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, ഈ പറയുന്ന കാര്യം പ്രിയപ്പെട്ടവരെ നമുക്ക് ചെയ്യാൻ കഴിയണം. ഏതെങ്കിലും വാർത്തകൾ കേൾക്കുമ്പോൾ ആ വാർത്തകൾ കേൾക്കുന്ന ഭാഗം നമ്മൾ ആ വാർത്തകളെ കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ വായിൽ തോന്നുന്നത് വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുകയാ. എന്തെങ്കിലുമൊക്കെ വാർത്തകൾ കേൾക്കുമ്പോ ഇപ്പോ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള മൊത്തം ലോകം മൊത്തം ഏറ്റെടുക്കുന്ന ഒരു വാർത്ത എന്താണെന്നറിയോ? മദ്രസ അധ്യാപകർ പീഡിപ്പിക്കുന്നു. മദ്രസ അധ്യാപകരുടെ പീഡനം. ഞാനൊരു കാര്യം അടിവരയിട്ട് പറയാം. മദ്രസയിൽ വെച്ച് എന്നല്ല, മൈതാനത്തിൽ വെച്ചല്ല, ലോകത്ത് എവിടെ വെച്ചും ഇതുപോലുള്ള തോന്നിയാസം കാണിക്കുന്നവരെ കൈകാര്യം ചെയ്യാൻ വേണം. അതിവിടെ നിയമത്തിന് ചില വഴികളുണ്ട്. നിയമത്തിന് വിധേയരാകാതെ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല. നമ്മൾ നിയമത്തിന് വിധേയരായി നമ്മൾ ചെയ്യാൻ. മദ്രസ അധ്യാപകരുടെ പീഡനം, മദ്രസയിലെ പീഡനം, ഇത് നടക്കുന്നില്ല എന്ന് പറഞ്ഞാൽ പച്ചക്കള്ളവുമാകും, തെറ്റിന് കൂട്ടുനിൽക്കലാവും, തിന്മയ്ക്ക് കൊടപിടിക്കലാവും. അതുകൊണ്ട് ഒരിക്കലും ഇല്ല എന്ന് പറയാൻ പറ്റില്ല. ഉണ്ട്. ഞാൻ വളരെ ശക്തമായ നിലയിൽ പറയുകയാണ്, അങ്ങനെ മദ്രസയിൽ ഖുർആൻ പഠിക്കാൻ വേണ്ടി വരുന്ന ആ പ്രിയപ്പെട്ട മക്കളെ വളരെ മോശമായ നിലയിൽ, സഭ്യതയില്ലാത്ത നിലയിൽ അശ്ലീല ചുവയുള്ള വാചകങ്ങൾ ചേർക്കുകയും അതുപോലെ തന്നെ ഈ കുഞ്ഞുങ്ങളോട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്നവനെ മേലിൽ ഈ വേഷം ധരിക്കാൻ അനുവദിക്കാത്ത നിലയിൽ ശക്തമായ നിലയിൽ സമൂഹം കൈകാര്യം ചെയ്യണം എന്ന് തന്നെയാണ് അഭിപ്രായം. അതിൽ യാതൊരു സംശയവുമില്ല. അവന് യോഗ്യതയില്ല ദീൻ പഠിപ്പിച്ചു കൊടുക്കാൻ. അവന് മദ്രസ അധ്യാപകനാകാനുള്ള ക്വാളിറ്റി ഇല്ല. പക്ഷേ ഏതെങ്കിലും ഒരു കുട്ടിയെ അടിച്ചാൽ, ഇന്നിപ്പോ ഒരു ഉസ്താദിനെ പാട്ടി കുഴപ്പിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, എന്റെ പൊന്നി ഇമാമിയങ്ങളോട് പറയാനുള്ളത്, എന്റെ പ്രിയപ്പെട്ട ഇമാമിയങ്ങൾ, എന്റെ പ്രിയപ്പെട്ട മദ്രസാധ്യാപകർ, എന്റെ പ്രിയപ്പെട്ട ഉലമാക്കളോട് പറയാനുള്ളത്, ഒരു മഹല്ലത്തിൽ നമ്മളെ വേണ്ടാന്ന് കണ്ടാൽ അള്ളാഹുവിനെ കരുതി പൊട്ടെന്ന് പോയേക്കണം. തൂങ്ങി നിക്കരുത്. ഇമാമിനെ ഏതെങ്കിലും ഇമാമിന്റെ ഓതൽ ഇപ്പൊ അത്ര ശരിയാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണെന്നറിയോ? പൊന്നുമോനെ, നീ വേറെ പള്ളി നോക്കെന്നാണ്. ഉസ്താദെ, പ്രസംഗം അങ്ങോട്ട് ശരിയാവുന്നില്ലല്ലോ എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താണ്? ഉസ്താദ് വേറെ പള്ളി നോക്കണം എന്നാണ്. മുഅദ്ദിന്റെ ബാങ്കിന് ഇപ്പൊ ശൈലി പോരല്ലോ എന്ന് കമ്മിറ്റിക്കാരോ നാട്ടുകാരോ പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? അടുത്ത പള്ളി നോക്കിക്കോളൂ എന്നാണ്. ഇല്ല, ഞാൻ ശൈലി മാറ്റിക്കോളാം, അല്ലെങ്കിൽ ഞാൻ അങ്ങോട്ട് നന്നാക്കാൻ തീരുമാനിച്ചു എന്നൊക്കെ പറഞ്ഞാൽ അടുത്ത് കൊണ്ടുവരുന്നത് വേറെ ചില കാര്യങ്ങളായിരിക്കും. ഒരാളോട് വ്യക്തി വൈരാഗ്യം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, എന്റെ മോനെ അവിടെ നുള്ളി, ഇവിടെ പിച്ചി, അവിടെ അടിച്ചു, പുറത്ത് കാണിക്കാൻ പറ്റൂല, അവിടത്തെ സ്ഥലത്ത് അടിച്ചത്, അല്ലെങ്കിൽ അവിടെ പിടിച്ചു, ഇവിടെ തലോടി, അവിടെ അത് ചെയ്തു, ഇത് ചെയ്തു എന്ന് പറഞ്ഞ് ഒരൊറ്റ കോൾ ചെയ്താൽ മതി. മുസ്ലിയാര് 13 വർഷം അകത്താ. നിങ്ങൾക്കറിയോ എത്ര മഹല്ലുകളിലാണ് പോക്സോ കേസിൽ അകത്തായ ആ പള്ളിയിലെ ഇമാമിനെ, മദ്രസാധ്യാപകനെ അതേ മഹല്ല് നിവാസികൾ പണം പിരിച്ചിട്ട് അവസാനം പച്ചക്കള്ളമായിരുന്നു എന്ന് ബോധ്യം വന്നപ്പോൾ ആ പള്ളിയിലെ ഇമാമിനെ അവിടത്തെ മഹല്ല് വാസികൾ പണം പിരിച്ചിട്ട് കേസ് നടത്തിയിട്ട് അവിടെ നിന്ന് റിലീസ് ചെയ്ത് നേരെ പള്ളിയിൽ കൊണ്ടുവന്ന് പള്ളിക്കകത്ത് ആദരവ് കൊടുത്തത് ഈ അടുത്ത സമയത്ത് നിങ്ങൾ കണ്ടില്ലേ? ഒരാളോട് എന്തെങ്കിലും ഒരു വൈരാഗ്യം ഉണ്ടെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താ? മദ്രസയിൽ അയാൾ അങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്ന് പറയുന്നു. അതിന് പ്രധാനമായിട്ട് കാരണം എന്താ? എന്റെ പ്രിയപ്പെട്ട പണ്ഡിതന്മാര്, ഒരു മഹല്ലത്തിൽ നമ്മളെ താല്പര്യമില്ലാന്ന് കണ്ടാൽ അള്ളാഹുവാണ് നമുക്ക് റിസ്ക് തരുന്നത്, അള്ളാഹുവാണ് വായ കീറിയത്. സുബ്ഹാന
സജദ വജ്ഹില്ലദീ ഖലഖഹു വസവ്വറഹു വശഖ സമഅഹു വബസറഹു. നമ്മുടെ കാതും കണ്ണും വായും ഒക്കെ കീറിയത് അല്ലാഹുവാ. അവനാണ് റസ്സാഖ്, അവനാണ് റാസിഖ്, അവനാണ് ഭക്ഷണം തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഇത് ഭക്ഷിക്കാൻ വേണ്ടി, ഭക്ഷണം കഴിക്കാൻ വേണ്ടിയുള്ള ഒരു വരുമാന മാർഗമായിട്ടല്ല ഇത് കാണുന്നത്. ദീനിന്റെ പ്രബോധനമാണ്. സമ്പന്നരായ ആളുകൾ അല്ലെങ്കിൽ പള്ളി കമ്മിറ്റി നമുക്ക് തരുന്ന ഹദിയയാണ്. എന്റെ പള്ളിയിൽ ഞാൻ ചെന്നിട്ട് എന്റെ ശമ്പളം കൂട്ട്, ഇങ്ങോട്ട് ശമ്പളം എന്താ എന്ന് പറയില്ല. കാരണം എന്താ? ഞാൻ ചെയ്യുന്ന ജോലിയാണെങ്കിൽ എനിക്ക് ശമ്പളം വാങ്ങാം. ഞാൻ ചെയ്യുന്ന ഖിദ്മത്താണ്, അവര് തരുന്നത് ഗിഫ്റ്റാണ്. ഞാൻ ചെയ്യുന്നത് ഖിദ്മത്താണ്, എനിക്ക് തരുന്നത് സംഭാവനയാണ്, ഗിഫ്റ്റാണ്. അല്ലാതെ ഞാൻ ചെയ്യുന്ന ജോലിയാണെങ്കിൽ എനിക്ക് ശമ്പളം വാങ്ങാം. സഹോദരങ്ങളെ, ദീനി ഖിദ്മത്തിന് അവരുടെ വീട്, കുടുംബം കഴിയണം. ആ കുടുംബത്തിന് കഴിയാൻ വേണ്ടിയിട്ട് ഒരു സഹായം പള്ളിയുടെ ആളുകളൊക്കെ നൽകുമ്പോ, അല്ലെങ്കിൽ കമ്മിറ്റി നൽകുമ്പോ, അത് അള്ളാഹു വേറെ പള്ളിയിൽ നിങ്ങൾക്ക് തരും. അള്ളാന്റെ ദീനല്ലേ ഇത്? ഏതെങ്കിലും ഒരു പള്ളിയിൽ നമ്മൾ പിടിച്ചു തൂങ്ങി നിൽക്കാൻ ശ്രമിക്കുമ്പോഴാണ് അധികം ആളുകളും പല കുറ്റങ്ങളും കുറവുകളും പറഞ്ഞിട്ട് പള്ളി മാമിങ്ങൾക്കും മദ്രസാധ്യാപകർക്കുമെതിരെ ഇങ്ങനെയുള്ള ആരോപണങ്ങൾ നടത്തുക. എന്നാൽ മറിച്ച് ചില സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള ചില ഞരമ്പ് രോഗികളായി ഈ വേഷം ധരിച്ചിട്ട് കടന്നുകൂടിയിട്ട് മദ്രസയിൽ അള്ളാഹുവിനെ പറ്റിയും പ്രവാചകനെ പറ്റിയും മതബ് പഠിക്കാൻ വേണ്ടി വരുന്ന മക്കളെ വളരെ മോശമായ നിലയിൽ സമീപിക്കുന്ന അധ്യാപകരും ഉണ്ട് എന്ന് തെളിയപ്പെട്ടിട്ടുണ്ട്. അവർക്കൊന്നും ഇതിന് അവകാശം, അവർക്കൊന്നും ഇതിനുള്ള അനുവാദം കൊടുക്കാതെ ഈ പള്ളിയും പരിശുദ്ധമായ ദീനിന്റെ പ്രബോധന മേഖലകളും അതുപോലെ തന്നെ ഈ പറയപ്പെടുന്ന മദ്രസാധ്യാപനങ്ങളൊന്നും അവരെ അനുവദിക്കാതെ പണിയെടുത്ത് ജീവിക്കണമെന്ന് പറഞ്ഞ് വേറെന്തെങ്കിലും പണിക്ക് വേണ്ടി മാറ്റി സമൂഹത്തെ രക്ഷപ്പെടുത്തലാണ് നമ്മളിപ്പോ ചെയ്യേണ്ട കാര്യം. പക്ഷെ എല്ലാം അങ്ങോട്ട് നമ്മൾ വിഴുങ്ങരുത് എന്നുകൂടി ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. പല സംഭവങ്ങളും നടക്കുന്നുണ്ട്. അങ്ങനെ അള്ളാഹു നമ്മളൊക്കെ കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ട് നമ്മുടെ റൂമുകളിലും, നമ്മുടെ റൂമുകൾ എന്ന് പറഞ്ഞാൽ മദ്രസകളിലൊക്കെ ക്യാമറകൾ തന്നെ വെക്കണം. അപ്പൊ നമുക്ക് കൂടുതൽ നമുക്കതിന് സുഗമമാക്കാൻ കഴിയും. റൂമിലല്ല, ഉസ്താദിന്റെ ബാത്റൂമിൽ വെക്കുന്ന കാര്യമല്ല ഈ പറയുന്നത്. മദ്രസ ഹാളില്, നമ്മുടെ മദ്രസകളിൽ ക്ലാസ് റൂമുകളിൽ ഒരു ക്യാമറ അങ്ങോട്ട് വെച്ചു കൊടുക്കണം. എന്തിനാണ്? ആ ക്യാമറ വെച്ചു കൊടുത്താൽ ഉസ്താദ് എങ്ങനെയാ കുട്ടികളോട് സമീപിച്ചത് എന്ന് കൃത്യമായിട്ട് പിന്നീട് നമുക്കതിനെ മനസ്സിലാക്കാൻ കഴിയും. പാവപ്പെട്ട ഉലമാക്കളെ സമൂഹത്തിന്റെ മുമ്പിൽ ഇവിടത്തെ കുറെ ആളുകൾ, ആ ആളുകൾ ഇങ്ങനെ ഉലമാക്കൾക്കെതിരെ, അവർക്ക് മദ്രസാധ്യാപകർ എങ്ങനെയാണോ, പൂജാരിമാർ എങ്ങനെയാണോ, പള്ളിയിലെ പാസ്റ്റർമാർ എങ്ങനെയാണോ, നാട്ടിലെ സാധാരണക്കാർ അവര് ചെയ്യുന്ന പ്രവൃത്തി ഏതെങ്കിലും ഉലമാക്കൾ അല്ലെങ്കിൽ മദ്രസാധ്യാപകർ ചെയ്യുമ്പോൾ ആ അധ്യാപകർ ചെയ്യുന്ന പ്രവൃത്തിയെ മാത്രം ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് കാണിക്കുക എന്ന് പറയുന്നത് വെള്ളപൂശുകയല്ല. പൂജാരിമാർ ചെയ്യുന്നത് പോലെയും പാസ്റ്റർമാർ ചെയ്യുന്നത് പോലെയും സാധാരണക്കാർ ചെയ്യുന്നത് പോലെ അല്ല ആലിമീങ്ങൾ ചെയ്യുന്നത്. അത് അറിഞ്ഞുകൊണ്ട് തന്നെ പറയുകയാണ്. ചില വിഷയങ്ങളെ, ചിലരുടെ കാര്യങ്ങൾ മാത്രം എടുത്ത് ഹൈലൈറ്റ് ചെയ്ത് കൊടുക്കുകയും അവരുടെ തൊഴിലുകൾ കൊടുക്കുമ്പോ നമ്മൾ ആരെങ്കിലും എവിടെയെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും ഇപ്പൊ നമ്മള് ഗൾഫുകാരുടെ ഏതെങ്കിലും ഭാര്യമാരുടെ പറ്റി എന്തെങ്കിലും ഒരു ചെറിയ മോശമായ കമന്റുകൾ വന്നാൽ പറയുന്നത് എന്താ? ഗൾഫുകാരന്റെ ഭാര്യ. എന്തിനാ അങ്ങനെ കൊടുക്കുന്നത്? എവിടെ കൊടുക്കുന്നത്? ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്റെ ഭാര്യ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ നിങ്ങൾ? ഡോക്ടറുടെ ഭാര്യ കണ്ടിട്ടുണ്ടോ? ഇല്ല. കൂലിവേലക്കാരന്റെ ഭാര്യ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഓട്ടോറിക്ഷ ഓടിക്കുന്നവന്റെ ഭാര്യ കണ്ടിട്ടുണ്ടോ? ഇല്ല. ഗൾഫുകാരന്റെ ഭാര്യ എന്ന് പറഞ്ഞാൽ എന്താ? പ്രവാസികളൊക്കെ എന്തോ വലിയൊരു സംഭവമാണ് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അതുപോലെ ഇങ്ങനെ ഓരോ മതപ്രഭാഷകൻ അറസ്റ്റിൽ. എന്തിനാ അങ്ങനെ കൊടുക്കുന്നത്? അയാൾക്ക് വേറെ എന്തെല്ലാം ഡ്യൂട്ടിയുണ്ട്. അപ്പൊ ഒരു സമൂഹത്തെ ആക്ഷേപിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇപ്പോഴും പറയുന്നു, വെള്ളപൂശുകയല്ല. ഇങ്ങനെ ചെയ്യുന്ന ആളുകളെ കൈകാര്യം ചെയ്യേണ്ടത് തന്നെയാണ്. നിയമത്തിന്റെ വഴിക്ക് പോകുമ്പോഴും പൊതുസമൂഹം ചിന്തിക്കേണ്ടത് ഇങ്ങനെയുള്ള ആളുകളെ കൃത്യമായി മദ്രസകളിൽ നിന്ന് അകലം പാലിച്ച് ഏതെങ്കിലും തൂമ്പയും മൺവെട്ടിയും മൺകോരിയും എടുത്തിട്ട് പാടത്ത് കിളയ്ക്കാൻ വിടുകയാ ചെയ്യേണ്ടത്. അവർക്ക് മദ്രസാധ്യാപനം ചേർന്നതല്ല. അപ്പോഴും എല്ലാ പോക്സോ കേസുകളിലും അടയ്ക്കപ്പെട്ട, പിടിക്കപ്പെട്ട ഉലമാക്കൾ എല്ലാവരും ആ തെറ്റിലാണ് എന്ന് കരുതി പോകരുത്. നഷ്ടപ്പെടുന്ന 2-3 വർഷം കഴിഞ്ഞ് നിരപരാധിത്വം തെളിയിക്കപ്പെടുമ്പോഴും അവർക്കും കുടുംബമുണ്ട്, അവർക്ക് മക്കളുണ്ട്, പെൺമക്കളുണ്ട്. അവരുടെ മുന്നിൽ ഒന്ന് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ, പഠിച്ച സ്ഥാപനത്തിലൊന്ന് പോകാൻ കഴിയാതെ, ആഹാരം കൊടുത്ത സമൂഹത്തിന്റെ മുമ്പിൽ എഴുന്നേറ്റ് നിൽക്കാൻ കഴിയാതെ വിഷമിക്കുന്ന നൂറുകണക്കിന് പണ്ഡിതന്മാർ, നിരപരാധികൾ ഇന്നും കേരളത്തിലുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും, കണക്കുകൾ നിരത്തിയിട്ട്. അതുകൊണ്ട് നമ്മൾ കാണേണ്ട കാര്യങ്ങൾ കാണേണ്ട രീതിയിൽ തന്നെ കാണുക. അല്ലാതെ എല്ലാം ഒരേ കണ്ണുകൊണ്ട് നമ്മൾ കാണരുത്, അങ്ങനെ ചെയ്യരുത്. നമ്മൾ എന്തെങ്കിലും ഒരു വാർത്ത കേൾക്കുമ്പോൾ ചായക്കട ഇരിക്കുമ്പോഴാണ്
മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ, ഒരൊറ്റ നെക്ക പിടിച്ചിട്ട് 5000 പേർക്ക് എത്തി. അപ്പോഴാണ് പിറ്റേ ദിവസം അറിയുന്ന, അത് പാവം നിരപരാധിയായിരുന്നു. ഈ നെക്കിന് പിടിച്ച് തിരിച്ചു നിൽക്കാൻ പറ്റുമോ? 5000 പേരെടുത്ത് എന്നിട്ട് മാപ്പ്, ഞാൻ ചെയ്തത് ചുമ്മാണ്, വെറുതാണ്, അറിയാതെയാണെന്ന് പറയാൻ പറ്റുമോ? പറ്റൂല. അതുകൊണ്ട് ഓരോ വിരലുകൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളും ജാഗ്രത ചെയ്യേണ്ടത്. ആ സമയത്ത് ഇതിൽ നെക്കിക്കൊണ്ടിരിക്കാതെ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് 33, അൽഹംദുലില്ലാഹ് 33, അല്ലാഹു അക്ബർ 33, വഅഖ്ദിന നാമിലി. നാളെ റബ്ബിന്റെ കോടതിയിൽ ഈ വിരൽ സാക്ഷി നിൽക്കും. അല്ലാഹു തൗഫീഖ് തരട്ടെ, അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്റെ സമയം അവസാനിക്കുന്നു. ഞാൻ പറയുന്നു, മലായിക്കത്തുകൾ സാക്ഷിയാണ്. അതുകൊണ്ട് മലക്കുകളെ സ്വാധീനിക്കാൻ നമുക്ക് കഴിയണം. വിശിഷ്യ അസ്റും സുബഹിയും വളരെ ജാഗ്രതയോടുകൂടി നമ്മൾ നോക്കണം. അതുപോലെ രണ്ടാമതായി അള്ളാഹുവിന്റെ ഭൂമി സാക്ഷിയാണ്. ആ ഭൂമി സാക്ഷിയാകുന്ന സന്ദർഭത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഈ പച്ച മണ്ണിൽ നിന്നുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയണം. അത് കഴിഞ്ഞാൽ മൂന്നാമത്തേത്, ഓരോ സമയവും ആ സമയങ്ങൾ നാളെ സാക്ഷിയാണ്. അതുകൊണ്ട് സമയങ്ങളിൽ ചെയ്യേണ്ട അമലുകൾ ചെയ്തുകൊണ്ടേയിരിക്കുക. നാലാമത്തേത് നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളാണ്. ആ അവയവങ്ങൾ, എന്തൊക്കെ അവയവങ്ങൾ കൊണ്ട് നന്മകൾ ചെയ്യാൻ പറ്റുമോ ആ നന്മകൾ കൃത്യമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. ഏറ്റവും ഒടുവിൽ നമ്മുടെ ജീവിതത്തിന്റെ കർമ്മ പുസ്തകമാണ്, ജീവിതത്തിന്റെ റെക്കോർഡ് പുസ്തകമാണ്, കുറ്റപത്രമാണ്. അത് നമ്മുടെ കയ്യിൽ കിട്ടുമ്പോൾ അത് സാക്ഷിയാണ്. അഞ്ചാമത്തെ സാക്ഷി, ലോകത്തിന്റെ മുമ്പിൽ പരസ്യമായിട്ട് നമ്മുടെ തിന്മകളും നന്മകളും വിളിച്ചു പറയേണ്ടി വരും. ആ സന്ദർഭത്തിൽ എന്റെ പ്രിയപ്പെട്ടവരെ, വലത് കൈയിലും ഇടത് കൈയിലെ കിതാബ് ലഭിക്കുന്നവരുണ്ട്. എങ്ങനാണെന്നറിയോ? അള്ളാഹുവിന്റെ കോടതിയില് മലായിക്കത്തുകളുടെ സാന്നിധ്യത്തിൽ ജീവിതത്തിന്റെ കുറ്റപത്രം, എന്റെ കുറ്റപത്രം റഖീബ് അതീദ് രേഖപ്പെടുത്തിയതുമായൽ ഫിളുമിന ഖൗലിന് ഇല്ലാ ലദൈഹി റഖീബുൻ അതീദ്. റഖീബ് അതീദ് എന്ന് പറയുന്ന മാലാഖമാരി എഴുതിയത്, ഞാൻ കണ്ടത്, ഞാൻ മിണ്ടിയത്, ഞാൻ കേട്ടത്, ഞാൻ ശ്വസിച്ചത്, ഞാൻ പിടിച്ചത്, ഞാൻ നടന്നത്, ഞാൻ കഴിച്ചത്, ഞാൻ കുടിച്ചത്, ഞാൻ ചിന്തിച്ചത്, ഇതെല്ലാം രേഖപ്പെടുത്തി അള്ളാഹുവിന്റെ മലായിക്കത്തുകൾ തരുന്ന കുറ്റപത്രമുണ്ടല്ലോ, വലത് കൈയിലേക്ക് വാങ്ങുന്നത് എങ്ങനെയെന്നറിയോ? അള്ളാന്റെ കോടതിയിൽ വിളിക്കുകയാണ്. അബ്ദുൽ അസീസിന്റെ മകൻ നവാസ് എവിടെയെന്ന് ചോദിക്കുമ്പോ കോടിക്കണക്കിന് ജനങ്ങളുടെ മുമ്പിൽ നിന്ന് ഞാൻ എഴുന്നേറ്റ് പോവുകയാ. ആ സമയത്ത് എനിക്കറിയാം ഖബർ മുതൽ എന്താ സംഭവിച്ചത്. അള്ളാഹുവിന് വേണ്ടി സുഹൃതം ചെയ്തവനാണ് ഞാൻ. അതിനകത്ത് എന്താ ഉള്ളതെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. അതുകൊണ്ട് ആരും അറിയാതെ ഞാൻ ചെയ്ത അമലുകൾ എന്റെ ഭാര്യ അറിഞ്ഞിട്ടില്ല, എന്റെ പൊന്നുമക്കൾ അറിഞ്ഞിട്ടില്ല. എന്റെ ആരും അറിയാത്ത നന്മകൾ ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയാനുള്ള ആഗ്രഹത്തോടെ, കൊതിയോടെ, ആ വല്ലാത്ത ഉത്സാഹത്തോടെ ഞാൻ ഓടി ചെല്ലുന്നു. എന്നിട്ട് എന്റെ വലത് കൈ നീട്ടിയിട്ട് ആ ഗ്രന്ഥം വാങ്ങുകയാ. അങ്ങനെയാണ് വലത് കൈയിൽ കിതാബ് കിട്ടുന്നത്. അമ്മാമൻ ഊതിയ കിതാബഹു ബിയമീനിഹി, അവന് പറ്റുന്ന വലത് കൈയിലാണ്. അവന്റെ പേര് അസ്ഹാബുൽ മൈമന, വലതുപക്ഷക്കാരൻ എന്നാണ്. കേരള രാഷ്ട്രീയത്തിന്റെ വലതല്ല, വലതുപക്ഷക്കാരൻ, അസ്ഹാബുൽ മൈമന. ഇനി എങ്ങനെയാണ് ഇടത് കൈയിൽ കിട്ടുക? മരണത്തോടുകൂടി അറിയാം എന്റെ അവസ്ഥ എന്താണ്, എന്റെ അവസ്ഥ എന്താണ്. എന്റെ കയ്യിൽ കിതാബ് കിട്ടിയാലല്ലേ ഞാൻ വായിക്കേണ്ടി വരിക. അതുകൊണ്ട് ഞാൻ വാങ്ങൂല. പുറകിൽ കയ്യും കെട്ടിയവന് നിൽക്കുകയാ. വിളിക്കുന്നു, വാടാ. ഇല്ല, ഞാൻ വാങ്ങൂല. വാങ്ങിയാ വായിക്കണം. വായിച്ചാൽ നമ്മൾ ബഹുമാനിക്കുന്ന പലരും പിന്നെ പോടാന്ന് പറയും. നമ്മളെ സ്നേഹിച്ചവര് പോടാ എന്ന് പറയും. അതുകൊണ്ട് വാങ്ങാതെ ഞാൻ ഇങ്ങനെ കൈ പിറകിൽ കെട്ടി മാറി നിൽക്കുകയാണ്. മലക്കുകൾക്കടുത്ത ഡ്യൂട്ടി ചെയ്യണ്ടേ, അടുത്ത ആളിനെ വിളിച്ചിട്ട് കൊടുക്കണ്ടേ. അവര് വന്നിട്ട് പിറകിലൂടെ അവന്റെ ഇടത് കൈയിൽ വെച്ച് കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. അങ്ങനെയാണ് അള്ളാഹു പറഞ്ഞു, അമ്മാമനൂതിയ കിതാബഹു ബിശിമാലി, ഇടത് കൈയിൽ കിതാബ് വാങ്ങുന്നവര്, അവരുടെ പേര് അസ്ഹാബു ശിമാൽ, ഇടതുപക്ഷക്കാരനാണെന്ന് വിശുദ്ധ ഖുർആൻ. അങ്ങനെയാണ് ഇടത് കയ്യിൽ കിതാബ് കിട്ടുക. അവൻ പറയും, വായിക്ക്, ഉറക്കെ വായിക്കണം, ഉറക്കെ വായിക്കണം. ആ സമയത്ത് തിന്മകൾ എന്തുണ്ടെങ്കിലും, കോടിക്കണക്കിന് തിന്മ, കടലിന്റെ നുരയേക്കാൾ തിന്മയുണ്ടെങ്കിലും ആ തിന്മകൾ ഉറക്കെ വായിക്കാതെ അവനത് മടക്കി സ്വന്തം വായിച്ചു നോക്കുന്ന ഒരു അവസ്ഥ ഉണ്ടാകണമെങ്കിൽ ഒരൊറ്റ കാര്യം ചെയ്യും, ഒറ്റ കാര്യം. അതാ ഞാൻ നേരത്തെ പറഞ്ഞിട്ട് മദ്രസാധ്യാപകരിലേക്ക് കയറിയിട്ട് തിരിച്ചു വന്നത്. എന്താ ചെയ്യേണ്ടതെന്നറിയോ? ഇന്ന് മുതൽ ചെയ്തോ, ചെയ്യാൻ പറ്റുമെങ്കിൽ. ചില ആളുകൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്
അള്ളാന്റെ റസൂല് പറഞ്ഞു, മൻ സത്തറ മുസ്ലിമൻ സത്തറല്ലാഹു ലഹു യൗമൽ ഖിയാമ. ഒറ്റ കാര്യം, എന്തെങ്കിലും ഒരാളിൽ നിന്ന് കണ്ടാൽ വേറെ ഒരാളോട് നമ്മൾ പറയാതിരിക്കുക. നമ്മൾ ഒരാളൊരു തെറ്റ് കണ്ടു, നമ്മൾ നടന്നു പോകുമ്പോൾ ഒരുത്തന് എന്തോ ഒരു തെറ്റ് ചെയ്തു, നമ്മൾ കണ്ടു, അല്ലെങ്കിൽ നമ്മൾ അറിഞ്ഞു. നമ്മൾ എന്താ ചെയ്യുന്നത്? പരമാവധി എത്ര ഫ്ലക്സ് അടിക്കാൻ പറ്റും, എത്ര പോസ്റ്റർ അടിക്കാൻ പറ്റും, എത്ര പേർക്ക് ഇത് എത്തിച്ചു കൊടുക്കാൻ. എന്നാലും ചിലർക്ക് ഈ JCBയുടെ പല്ല് കൊണ്ട് മാന്തി കൊടുത്താലും ഈ നാക്കിന്റെ കടി മാറൂല. ആരോട് പറഞ്ഞാലും അതിന്റെ കൊതി തീരൂല. നിങ്ങളൊരു കാര്യം ചെയ്, ബാത്റൂമിൽ കയറ്, എന്നിട്ട് അങ്ങോട്ട് സ്പീഡിന് അങ്ങോട്ട് ടാപ്പ് തുറന്നു വെക്ക്, വെള്ളം വീഴും, എന്നിട്ട് ഉറക്കെ പറ. ആരും കേൾക്കൂല, നിങ്ങൾ മാത്രമേ കേൾക്കുള്ളൂ. പിന്നെ ഖുബസ് ഖബായിസും കേൾക്കും, വേറെ ആരും കേൾക്കൂല. ഈ ബാത്റൂമിനകത്ത് ഖുബസ് ഖബായിസ് എന്ന ദമ്പതിമാരുണ്ട്, കപ്പിൾസ്, അവർ മാത്രമേ കേൾക്കുള്ളൂ. ആ ഫാമിലി മാത്രമേ കേൾക്കുള്ളൂ, വേറെ ആരും കേൾക്കൂല. സമാധാനം വരും, കൽബിനൊരു ആശ വരും. പ്രത്യേകിച്ച് നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പെണ്ണും പിള്ളവരോട് പറയാൻ പാടില്ല. ഈ കിടക്കാൻ നേരത്ത് പിന്നെ അവൾ ചോദിക്കും, എന്താ? ഒന്നുമില്ല. എന്നിട്ട് ഉറക്കം വരൂല. ഈ കാര്യം അവളോടൊന്നും പറഞ്ഞില്ലെങ്കിൽ നമുക്ക് ഉറക്കം വരൂല. കുറെ നേരം കഴിഞ്ഞ് അവളെ കണ്ണിൽ ഉറക്കം പിടിക്കും, നമുക്കിത് ഉറക്കം വരുന്നില്ല. നമ്മൾ പറയും, പിന്നെ നീ ഉറങ്ങിയാ? ഇല്ല. എന്താ പറ? നമ്മൾ അറിയാതെ ആ സമയത്ത് അരമയക്കത്തിലെങ്ങാനും ഇതങ്ങോട്ട് പറഞ്ഞു കൊടുത്താൽ അവൾ അന്ന് ഉറങ്ങാൻ പെടുന്ന പാടുണ്ടല്ലോ. ഉറങ്ങി എണീച്ച് രാവിലെ സ്കൂളില് മക്കളെ വിടാൻ വേണ്ടിയിട്ട് പോകാൻ നിൽക്കുമ്പോ അവിടെ കൂടുതൽ 5-8 പെണ്ണുങ്ങളുണ്ട്, അവർക്ക് കൈമാറും. അവർക്ക് ആകെ പറ്റുന്നതാണല്ലോ. അവർ 5 പേര് 5 വീടുകളിലേക്ക് പോയി 5 ഭർത്താക്കന്മാർക്കും കൈമാറും. ഈ 5 ഭർത്താക്കന്മാരും 5 സ്ഥലത്തേക്കാ പോകുന്നത്, അവിടെയും കൈമാറി. അങ്ങനെ ഇങ്ങോട്ട് സ്പ്രെഡായി ഇങ്ങനെ ലോകം മൊത്തം പരന്നു പോകും. ഈ മനുഷ്യൻ നാറി സമൂഹത്തിന്റെ മുമ്പിൽ അവൻ ഒന്നും അല്ലാത്തൊരവസ്ഥയാകും. അല്ല യവന് കൊടുക്കുന്ന, ആദ്യം ഇത് കണ്ടവന് കൊടുക്കുന്ന ശിക്ഷ എന്താണെന്നറിയോ? അള്ളാഹു, ഞാൻ എന്റെ പെണ്ണുമ്പിള്ള അടുത്ത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ, മതിയടാ നിന്റെ പെണ്ണുമ്പിള്ള എത്രയോ പോസ്റ്റർ അടിച്ചൊട്ടിച്ചത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒരാളോടും, പ്രത്യേകിച്ച് ഭാര്യമാരോട് ഈ വിഷയം പെണ്ണുങ്ങളോട് പറയാൻ പാടില്ല. അങ്ങനെ പറയാതിരുന്ന അല്ല നമുക്ക് തരുന്ന സമ്മാനം എന്താണെന്നറിയോ? നമ്മൾ എന്ത് തെറ്റ് ചെയ്താലും, ഇത് ഞാൻ തെറ്റ് ചെയ്യാൻ പ്രലോഭിക്കുന്നതല്ല, തെറ്റ് ചെയ്തു പോയാലും നാളെ ഒരാളുടെ മുമ്പിലും ഉറക്കെ വായിക്കേണ്ടി വരില്ല. മൻ സത്തറ മുസ്ലിമൻ സത്തറല്ലാഹു ലഹു യൗമൽ ഖിയാമ. ഒരാളുടെ ന്യൂനത നമ്മൾ പുറത്തു കാണിക്കാതിരുന്നാൽ നമ്മുടെ ന്യൂനത അല്ലാഹു തആല പുറത്തു കാണിക്കും. ഇന്ന് അറിഞ്ഞാൽ എന്താ സംഭവിക്കുക? ഞാൻ ചോദിക്കട്ടെ, ഇന്നിപ്പോ നമ്മളൊരു തെറ്ററിഞ്ഞു, ഒരാളുടെ തെറ്ററിഞ്ഞു, അയാൾ അയാൾ കള്ളുകുടിയനാണ്. എന്താ സംഭവിക്കുക? അയാൾക്ക് മാവേലി സ്റ്റോറിൽ നിന്ന് സാധനം കൊടുക്കൂലേ? അയാൾക്ക് റേഷൻ കടയിൽ സാധനം കൊടുക്കൂലേ? അയാൾക്ക് ടെക്സ്റ്റൈൽസിന് തുണി കൊടുക്കൂലേ? അയാൾ മരിച്ച കബറടക്കൂലേ? അയാൾ മരിച്ച പള്ളിയിലെ ഉസ്താദ് വരൂലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കി, എന്താ കൂടെ സംഭവിക്കാൻ പോകുന്നത്? കുറെ ആളുകൾ പറയും, മറ്റവനാ പോകുന്നത്. ഈ പറയുന്ന ആരാ? തെറ്റ് ചെയ്യാത്തവൻ കല്ലെറിയട്ടെ. ഈ പറയുന്നവന്മാരെല്ലാം വലിയ മഹാന്മാരാണോ? അപ്പൊ ആരാ ഈ ലോകത്ത് നല്ലതുള്ളത്? ഒരുത്തനുമില്ല, എല്ലാം ഇത് ചെയ്യുന്നവന്മാര് തന്നെ. അപ്പൊ എന്താ സംഭവിക്കുക? നിനക്കൊന്നും നഷ്ടപ്പെടാനില്ല, നിനക്ക് ഒന്നും സംഭവിക്കാനില്ല. മറിച്ച് ഇത് പറഞ്ഞു പരത്തിയവന് കിട്ടുന്ന എന്താണെന്നറിയോ? നാളെ പരലോകത്ത് കോടിക്കണക്കിന് ജനങ്ങൾ നിൽക്കുമ്പോ അവൻ ജീവിതത്തിൽ ചെയ്ത A to Z വിളിച്ചു പറയേണ്ടി വരും. അതുകൊണ്ട് എഴുതി വെച്ച് പഠിച്ചോ. എന്തെങ്കിലും ഒരാളെന്ന് കേട്ടോ, അങ്ങ് വിഴുങ്ങിയേക്കണം. ഒരാളോട് നമ്മൾ ഷെയർ ചെയ്യരുത്. ഇത് അള്ളാന്റെ റസൂൽ സുന്നത്താക്കിയ ഹദീസ് ലോകത്തിന്റെ മുമ്പിൽ പരിചയപ്പെടുത്തി കൊടുത്തതാ. ഇതുകൊണ്ട് നമുക്ക് കിട്ടുന്ന എന്താ? കോടിക്കണക്കിന് ജനങ്ങളുടെ മുമ്പിൽ നമ്മൾ ആരും അറിയാതെ, ഭാര്യമാരറിയാതെ ചെയ്യുന്ന തെറ്റുകളില്ലേ? ഭാര്യ അറിയാതെ ചെയ്യുന്ന എത്ര തെറ്റുണ്ട് ഭർത്താക്കന്മാരെ അറിയാതെ ഭാര്യമാർ ചെയ്യുന്ന എത്ര തെറ്റുകളുണ്ട്? മക്കളറിയാതെ നമ്മൾ ചെയ്യുന്ന എത്ര തെറ്റുണ്ട്? ഇതൊന്നും നമ്മൾ ആരും, അള്ളാഹു ആർക്കും അറിയിച്ചു കൊടുത്തില്ല. അള്ളാഹു എന്താ എല്ലാം മറച്ചു വെച്ചു. അവസാന നാൾ ആഖിറത്തിൽ മക്കളെ മുമ്പിൽ, മക്കളെ കെട്ടിയവരുടെ മുമ്പിൽ, മക്കളെ കെട്ടിച്ചു വിട്ട വീട്ടുകാരുടെ മുമ്പിൽ, എല്ലാവരുടെ മുമ്പിൽ നിന്ന് വിളിച്ചു പറയാണ്, ഞാൻ ഇന്ന തീയതിയിൽ ഇന്ന തെറ്റ് ചെയ്തു, ഞാൻ ഇന്ന കാര്യം ചെയ്തു എന്ന് ലോകത്തിന്റെ മുമ്പിൽ വിളിച്ചു പറയുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. ഇത് വരാതിരിക്കണമെങ്കിൽ എന്ത് വേണം? നീ ആരെപ്പറ്റി എന്തറിഞ്ഞാലും ഒരാളോടും പറയാതിരിക്കുക. അപ്പൊ അള്ള ചെയ്യുന്ന എന്താണെന്നറിയോ? ഒരു തള്ളപ്പക്ഷി ഒരു കുഞ്ഞു പക്ഷിയെ തന്റെ ചിറകിനടിയിൽ ഒളിപ്പിക്കും പോലെ നിന്നിലേക്ക് അല്ലാഹു വന്ന്, അല്ലാഹു നിന്നെ അല്ലാഹുവിലേക്ക് അങ്ങ് ചേർത്ത് നിർത്തിയിട്ട് നിന്റെ കുറ്റപത്രത്തിലേക്ക് നോക്കുമ്പോൾ അല്ലാഹു വന്നിട്ട് ചോദിക്കുകയാ, എന്താ നീ പ്രതീക്ഷിക്കുന്നത്? ആ സമയത്ത് നമ്മൾ പറയും, അല്ലാ പെട്ടു റബ്ബേ പെട്ടു, ഞാൻ എങ്ങനെ അല്ലാ ഇത് വായിക്കുന്നത്? ആ സമയത്ത് അല്ലാഹു പതുക്കെ നമ്മുടെ കാതില് കിന്നാരം പറയാ, ഞാൻ സത്തറുതുഹാ ഫി ദുനിയ
ദുനിയാവിൽ ഞാനിതിനെ മറച്ചു വെച്ചല്ലോ, ആരും അറിയാതെ. ഇന്ന് ഞാനിതാ മറച്ചു വെച്ചിരിക്കുകയാണ്, നീ വായിക്കണ്ട. ഇന്ന് നീ ആരുടെ മുമ്പിലും ഇത് തുറന്നു പറയണ്ട. ഇത് പറഞ്ഞിട്ട് അവനെ ആശ്വസിപ്പിക്കും. അതിന് നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? മനസ്സത്തറ മുസ്ലിമന സത്തറല്ലാഹു ലഹു യൗമൽ ഖിയാമ. ആരെപ്പറ്റി എന്തറിഞ്ഞാലും ഒരാളോടും പറയല്ലേ. എന്നാ നമുക്ക് നാളെ നമ്മുടെ ന്യൂനതകള് മറച്ചു വെക്കപ്പെടുമെന്ന് മഹാനായ നബിയു സഖലൈനി ഇമാമുൽ മുത്തഖി ത്വാഹ മുഹമ്മദുർ റസൂലുള്ളാഹി. അല്ലാഹു അതിന്റെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ.